കഥ തുടരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ തന്മയ പണി ലഭിക്കാനിടയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയ ഒരു അന്വേഷണം നടത്തി. പലയിടത്തും പണി തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തമിഴ്നാട്ടുകാരായിരുന്നു മറയൂരും കാന്തല്ലൂരും ഏറെയും ശർക്കര ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭൂരിഭാഗം കരിമ്പിൻ തോട്ടങ്ങളിലും മലയാളികളാണ് പണിയെടുക്കുന്നത്. കൂലി വ്യവസ്ഥയെക്കുറിച്ചും തന്മയെ തിരക്കി. 60 കിലോയുള്ള ചാക്കിന് 100 രൂപ കിട്ടും. അത് പണിക്കൂലി ഇനത്തിലാണ്. ഇനി ഒരേക്കർ കരിമ്പിൻതോട്ടം വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ ഉടമയ്ക്ക് 40,000 മുതൽ 50,000 വരെ നൽകണം. അങ്ങനെയുള്ള ഒരു ശർക്കര ആലയിൽ പണിയെടുക്കാനാണ് തന്മയ തീരുമാനിച്ചത്. അക്കാര്യം അവൾ അമ്മയോടും അനുജത്തിയോടും പറഞ്ഞു. മൈക്കിളും ഡെയ്സിയുമല്ലേ തോട്ടം പിടിച്ചിരിക്കുന്നത്? എനിക്ക് അവരെ അറിയാം, നല്ല മനുഷ്യരാ. പത്മത്തിന് സന്തോഷമായി. മക്കളില്ലാത്ത ദമ്പതികളാണ് മൈക്കിളും ഡെയ്സിയും. മക്കളുണ്ടായിരുന്നു, പക്ഷേ ഒരു വലിയ ദുരന്തമായിരുന്നു അവർക്കുണ്ടായത്. മറയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8-9 സ്റ്റാൻഡേർഡുകളിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. ഒരാണും ഒരു പെണ്ണും, ഡാലിയയും ജാക്സനും. സ്കൂളിന് പിന്നിലുള്ള കുരിശുമലയിൽ ഒരു ഇൻ്റർവെൽ സമയത്ത് കളിക്കാൻ കയറിയതായിരുന്നു കുട്ടികൾ. ആകാശം മുട്ടി നിൽക്കുന്ന പാറയിൽ നിന്ന് എങ്ങനെയോ ഡാലിയയുടെ കാൽ വഴുതി. ഒരു ബൊമ്മ പോലെ അവൾ താഴേക്കുരുണ്ടു. അവളെ രക്ഷിക്കാൻ പിന്നാലെ ഓടിയതാണ് ജാക്സൺ. അവനും താഴേക്ക്. ആങ്ങളെയും പെങ്ങളും താഴെ സ്കൂൾ മുറ്റത്താണ് വന്നു വീണത്. അധ്യാപകരും വിദ്യാർത്ഥികളും നിലവിളിച്ചുകൊണ്ട് ഓടിക്കൂടിയപ്പോഴേക്കും ഇരുവരും രക്തത്തിൽ കുളിച്ചിരുന്നു. ഡാലിയെ സംഭവ സ്ഥലത്ത് വച്ചും ജാക്സൺ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കുമാണ് ഈ ലോകം വിട്ടത്. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഉച്ചഭക്ഷണവും പൊതിഞ്ഞെടുത്ത് പത്മവും മക്കളും സ്കൂട്ടറിൽ കരിമ്പിൻ തോട്ടത്തിലേക്ക് തിരിച്ചു. ശർക്കര ആലയിൽ അവരെ കാത്തിരിക്കുകയായിരുന്നു മൈക്കിളും ഡെയ്സിയും. നേരത്തെ ഒരുപാട് തവണ ശർക്കര ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും തന്മയ്ക്ക് എല്ലാം ഒരു പുതുമയായി തോന്നി. 4 തൂണുകളിൽ ഓലയും വൈക്കോലും തകരപ്പാളികളും കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര. ഏകദേശം 2 മുറിയുടെ വലിപ്പം വരും അതിനുള്ളിൽ. പകുതി ഭാഗം മറച്ചു കെട്ടിയിട്ടുണ്ട്. ആലയുടെ മധ്യത്തിൽ ആന വലിപ്പത്തിലുള്ള ഒരു വലിയ ഇരുമ്പ് പാത്രം. പഴയകാലത്തെ ചെമ്പ് പോലെ. അതിനിടയിൽ അരയാൾ താഴ്ചയുള്ള കുഴി. അതിലാണ് തീയിടുക. കൊപ്ര എന്നാണ് ആ പാത്രത്തിൻ്റെ പേര്. അതിൽ വലിയ കൊളുത്തുകളുണ്ട്. നേരെ മുകളിൽ മേൽക്കൂരയിൽ കപ്പിയിൽ കോർത്തിയിട്ടിരിക്കുന്ന ഒരു വടം. കൊപ്രയുടെ അരികിലായി 8 അടി നീളവും 5 അടി വീതിയും 1 അടി കുഴിയുമുള്ള ഒരു വലിയ തടിപ്പെട്ടി. ഒരു മൂലയിൽ ഡ്രമ്മുണ്ട്. എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പത്മം? മൈക്കിൾ ചോദിക്കുന്നത് കേട്ട എല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്ന തന്മയെ തിരിഞ്ഞു നോക്കി. തുടങ്ങിയേക്കാം, പത്മ സമ്മതിച്ചു. ഇവിടെ നമ്മൾ ആദ്യം മുതലുള്ള ജോലികൾ ചെയ്തു തുടങ്ങണം. മറ്റാരുമില്ല, നമ്മൾ 5 പേർ മാത്രം, ഡെയ്സി വിശദീകരിച്ചു. കരിമ്പ് വെട്ടുന്നതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. കേൾക്കാത്ത താമസം ആദ്യ വേഗം ചെന്ന് സ്കൂട്ടറിൽ വച്ചിരുന്ന സഞ്ചി എടുത്തുകൊണ്ട് വന്നു. അതിനുള്ളിൽ നിന്ന് 3 അരിവാളുകൾ എടുത്തു. പത്മ തലേന്ന് തന്നെ പുല്ലരിയുന്ന അരിവാളുകൾ തേച്ചു വച്ചിരുന്നു. സ്ത്രീകൾ 4 പേരും ഓരോ തോർത്തെടുത്തു മടക്കിയിട്ട് തലയിൽ കെട്ടി. മൈക്കിൾ ശർക്കര ആലയിൽ തൂക്കിയിരുന്ന ക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും ഫോട്ടോകൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് 1 മിനിറ്റ് ധ്യാനനിരതനായി നിന്നു. പിന്നെ കുരിശു വരച്ച് പിന്തിരിഞ്ഞു. എല്ലാവരും പുറത്തിറങ്ങി. കുന്നിൻ മുകളിൽ ഇതുവരെ സൂര്യൻ്റെ മുഖം കണ്ടില്ല. എങ്ങും കോടമഞ്ഞ്. ശർക്കര ആലയ്ക്ക് തൊട്ടരികിൽ തന്നെയാണ് തോട്ടം ആരംഭിക്കുന്നത്. 5 പേരും കറ്റ കൊയ്യാൻ നിൽക്കുന്നത് പോലെ നിരന്നു നിന്നു. തുടർന്ന് കരിമ്പിൻ്റെ ചുവട് വെട്ടി ഓരോന്നായി പിന്നോട്ട് വലിച്ചെടുത്തു. പിള്ളേരെ സൂക്ഷിച്ചോണം, നല്ല മൂർച്ചയുള്ള അരിവാള, പത്മം ഓർമ്മപ്പെടുത്തി. മാത്രമല്ല ഈ പണി ആദ്യം ചെയ്യുകയും. അമ്മ പേടിക്കേണ്ട, തന്മയെ ചിരിച്ചു. മാത്രമല്ല, ഡെയ്സി അറിയിച്ചു, വെട്ടുന്നത് കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ കരിമ്പിൻ്റെ കട്ടിത്തൊലിയിലൂടെ കത്തി തെഞ്ഞു വന്ന ശരീരത്ത് കൊള്ളും. അല്പസമയം കൊണ്ട് ഡെയ്സിക്ക് തന്മയെയും ആദ്യയും സ്വന്തം മക്കളെ പോലെയായി. വെട്ടുന്ന കരിമ്പിൻ്റെ ഇലകൾ അരിവാൾ കൊണ്ട് തന്നെ നീക്കം ചെയ്ത് പിന്നിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. മധുരത്തിൽ ഒരു ഗന്ധം. കരിമ്പോലയിൽ തങ്ങി നിന്നിരുന്ന മഞ്ഞുതുള്ളികൾ ഐസ് മണികൾ പോലെ അവരുടെ മേൽ പതിച്ചു. സൂര്യൻ ഉദിച്ചു. മഞ്ഞ് മാഞ്ഞു തുടങ്ങി. എന്നിട്ടും തണുപ്പിൻ്റെ ഒരാവരണം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. സമയം രാവിലെ 9 മണി. ആദ്യം ചെയ്യുന്ന പണിയായതിനാൽ പത്മവും മക്കളും വിയർപ്പിൽ കുളിച്ചു. വാ പത്മം, ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം, ഡെയ്സി അവരെ ക്ഷണിച്ചു. എല്ലാവരും ശർക്കര ആലയിലെത്തി. ലഘുഭക്ഷണം പത്മവും കരുതിയിരുന്നു. ഇലയപ്പവും കടും കാപ്പിയും. ഡെയ്സി കപ്പ പുഴുങ്ങിയതും ചക്കരക്കാപ്പിയുമാണ് കൊണ്ടുവന്നത്. എല്ലാവരും പങ്കിട്ട് കഴിച്ചു. അത്രയും സമയത്തിനുള്ളിൽ അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി. പെട്ടെന്നാണ് ആദ്യം തിരക്കിയത്. മൈക്കിളെങ്കിലേ, ഈ അടുപ്പിലിട്ട് കത്തിക്കാൻ വിറക് വേണ്ടേ? വേണ്ട മോളെ, എന്തെങ്കിലും വിറകിട്ട് കത്തിച്ചാൽ ശർക്കരയ്ക്ക് പുക ചവയ്ക്കും. പിന്നെന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ വെട്ടിയ കരിമ്പിൻ്റെ ചണ്ടി തന്നെ ഉപയോഗിക്കും. അത് അവൾക്ക് മാത്രമല്ല തന്മയ്ക്കും പുതിയ അറിവായിരുന്നു. ചണ്ടിയിട്ട് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പക്ഷേ മറ്റു വിറകിൻ്റെ കൂടെയാണെന്നേ കരുതിയിട്ടുള്ളൂ. ഇത് കണ്ടോ ചേച്ചി? ആദ്യം തൻ്റെ വലുത് കൈയെ നിവർത്തി തന്മയെ കാണിച്ചു. വെളുത്ത കൈവെള്ളയിൽ ചുവപ്പിൻ്റെ പൊട്ടുകൾ കുടുന്നു നിൽക്കുകയാണ് അവ. മോൾ ഇന്ന് ഈ കരിമ്പ് വെട്ടണ്ട, എങ്കിലും അവ പൊട്ടാതെ നോക്കണേ മോളെ, ഡെയ്സി മുന്നറിയിപ്പ് നൽകി. പൊട്ടിയാൽ ആകെ നീര് പുകയും. അരമണിക്കൂർ വിശ്രമത്തിന് ശേഷം 2ാം ഘട്ടം തുടങ്ങി. വെട്ടിയിട്ട കരിമ്പുകൾ അവിടെ സ്ഥാപിച്ചിരുന്ന ക്രഷറിൻ്റെ അടുത്തെത്തിക്കുക. മൈക്കിൾ ഒഴികെയുള്ളവർക്കായിരുന്നു ആ പണി. മൈക്കിൾ മോട്ടോർ ഓൺ ചെയ്തു. ശേഷം 4ഉം 5ഉം കരിമ്പുകൾ ഒന്നിച്ചു ചേർത്ത്
ക്രഷറിൽ അമർത്തിക്കൊടുത്തു. അതിൻ്റെ നെടുകയിരിക്കുന്ന ഇരുമ്പ് ബീമുകൾക്കുള്ളിൽ കരിമ്പ് ഞെരിഞ്ഞു. മഴത്തുള്ളികൾ പോലെ കരിമ്പിൻ നീര് വീണു തുടങ്ങി. അത് ഒരു ഹോസ് വഴി ആലയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഡ്രമ്മിലേക്ക് പോയി. നീരെടുത്തു കഴിഞ്ഞ കരിമ്പിൻ ചണ്ടി വെയിൽ പരന്നു തുടങ്ങിയ പുരയിടത്തിൽ അയാൾ നിരത്തിയിട്ടു. കരിമ്പുകൾ വാരിക്കൂട്ടി കഴിഞ്ഞപ്പോൾ ചണ്ടികൾ വിതറിയിടാൻ സ്ത്രീകളും സഹായിച്ചു. വെയിലിന് ചൂടേറി. മക്കളെ, നിങ്ങൾ കൂടുതൽ വെയിൽ കൊള്ളേണ്ട, ആലയിൽ പോയിരുന്നോ? ഡെയ്സി തന്മയെയും ആദ്യയെയും നിർബന്ധിച്ച് തണലിലേക്ക് മാറ്റി. അപ്പോൾ റോഡിൽ പോസ്റ്റ്മാൻ്റെ ബൈക്കിൻ്റെ ഹോൺ കേട്ടു. മൈക്കിളും ഡെയ്സിയും പത്മവും അവിടേക്ക് നോക്കി. പത്മം ചേച്ചി, ഇങ്ങോട്ടൊന്ന് വന്നേ, പോസ്റ്റ്മാൻ വിളിച്ചു പറഞ്ഞു. സംശയത്തോടെ പത്മം ഇറങ്ങിച്ചെന്നു. പോസ്റ്റ്മാൻ ഒരു പേനയെടുത്ത് നീട്ടി. ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് ഉണ്ട്, ഇവിടെ ഒന്ന് ഒപ്പിട്ടേ. പത്മത്തിൻ്റെ നെഞ്ചിരിപ്പ് കൂടി. തലയിലെ തോർത്തഴിച്ച് കൈ തുടച്ചു അവൾ. പിന്നെ പേന വാങ്ങി വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് പോസ്റ്റ്മാൻ കാണിച്ച ഫോമിൽ ഒപ്പിട്ട് കൊടുത്ത് കവർ വാങ്ങി. അയാൾ പോയി. പൊരുവെയിലിൽ കവറിന് പുറത്തെ സീലിലേക്ക് നോക്കി പത്മം സ്തംഭിച്ചു നിന്നു. കോഓപ്പറേറ്റീവ് ബാങ്ക്. പത്മം, മുകളിൽ നിന്ന് ഡെയ്സി വിളിച്ചു. ഞെട്ടിയതുപോലെ പത്മം തിരിഞ്ഞു. എന്താ? ഒന്നുമില്ലെന്ന് അവർ തലയാട്ടി. ശേഷം പാദങ്ങൾ അളന്നു വയ്ക്കുന്നത് പോലെ മടങ്ങി. ആലയിലേക്ക് കയറി വീഴും പോലെ പത്മ ഇരുന്നു. എന്താ അമ്മേ? ചോദിച്ചുകൊണ്ട് തന്മയ ആ കവർ വാങ്ങി പൊട്ടിച്ചു വായിച്ചു. കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നോട്ടീസ്. ഇനി അടച്ചു തീർക്കാനുള്ള 6,45,744 രൂപ നോട്ടീസ് കൈപ്പറ്റി 14 ദിവസത്തിനുള്ളിൽ അടച്ചു തീർക്കണം. അല്ലെങ്കിൽ ബാങ്ക് നിയമ നടപടിയിലേക്ക് നീങ്ങും. പത്മം പാരവശ്യത്തോടെ കുറച്ച് വെള്ളം പകർന്നു കുടിച്ചു. ആ നോട്ടീസ് വാങ്ങി മൈക്കിളും വായിച്ചു നോക്കി. 2 ആഴ്ചത്തെ സമയമുണ്ടല്ലോ പത്മം, എന്തെങ്കിലും ഒരു വഴി തെളിയും. അയാൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പത്മം തലയാട്ടി. 2 വർഷം ഉണ്ടായാലും എനിക്ക് കഴിയില്ല ചായ. അവർക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അന്യപുരുഷൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞുകൂടല്ലോ. എല്ലാവരും ഉച്ചഭക്ഷണത്തിനിരുന്നു. ചോറ് കൊണ്ടുപോയിരുന്നെങ്കിലും പത്മത്തിനും മക്കൾക്കും തൊണ്ടയിൽ കുരുങ്ങിയ അനുഭവമായിരുന്നു. ഈ പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നായിരുന്നു പത്മത്തിൻ്റെ ആശങ്ക. തൽക്കാലം എല്ലാം മറന്ന് അവർ ജോലിയിൽ മുഴുകി. ഡ്രമ്മിലെത്തിയ കരിമ്പിനീര് മൈക്കിൾ കൊപ്പറയിലേക്ക് പമ്പ് ചെയ്തു. കൃത്യം അളവായപ്പോൾ നിർത്തി. പത്മവും ഡെയ്സിയും കുട്ടികളും കൂടി കരിമ്പിച്ചട്ടി വാരി കൊണ്ടുവന്ന് അടുപ്പിൽ നിറയ്ക്കുകയും ബാക്കി അതിനടുത്ത് തന്നെ കൂട്ടിയിടുകയും ചെയ്തു. അത്രയും നേരത്തെ വെയിൽ കൊണ്ട് തന്നെ ചണ്ടി ഉണങ്ങിയിരുന്നു. മൈക്കിൾ ഒരു ചിരട്ടയിൽ കർപ്പൂരം നിറച്ച് തീ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചു. ചെറിയ പൊട്ടിത്തെറിയോടെ കരിമ്പിൻ ചണ്ടിയിൽ തീ പിടിച്ചു തുടങ്ങി. അടുപ്പിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കുഴൽ വഴി ആലയ്ക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന ചിമ്മിനിയിലൂടെ പുക അന്തരീക്ഷത്തിലേക്ക് തള്ളിത്തിറങ്ങി. ഡെയ്സി അടുപ്പിൽ ചണ്ടി അമരുന്നതിനനുസരിച്ച് ഒരു കമ്പുകൊണ്ട് വീണ്ടും വീണ്ടും തള്ളി നിറച്ചു. കുറച്ചു കഴിഞ്ഞ് ആ ജോലി പത്മം ഏറ്റെടുത്തു. മൈക്കിൾ നീളമുള്ള ഒരു ചട്ടുകം കൊണ്ട് കൊപ്പറയിൽ ഇളക്കാൻ തുടങ്ങി. കരിമ്പിൻ നീര് തിളച്ച് കുത്തി മറിയുകയാണ്. മധുരത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം കാറ്റിൽ പരന്നു. കാന്തല്ലൂർ കാണാൻ വന്ന ചില ടൂറിസ്റ്റുകൾ റോഡിൽ കാർ നിർത്തി ഇറങ്ങി വന്ന് ശർക്കര ഉണ്ടാക്കുന്നത് നോക്കി നിന്നു. ശരിക്ക് തിളച്ചു കഴിഞ്ഞപ്പോൾ മൈക്കിൾ ഒരു പിടി കുമ്മായമെടുത്ത് അതിനുള്ളിലിട്ടു. എന്തിനാ ചേട്ടാ ഇത്? ടൂറിസ്റ്റുകളിൽ ഒരാൾ തിരക്കി. ഇതിലെ ചെളി ഇളകി വരാനാ. അല്പം കഴിഞ്ഞപ്പോൾ കറുത്ത തിളപ്പ് വന്നു തുടങ്ങി. ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാർ കൊതിയോടെ തന്മയെ നോക്കുന്നത് പത്മം കണ്ടു. ആലയിലെ ചൂട് കാരണം അവളുടെ വെളുത്ത മുഖം ചുവക്കുകയും മേൽചുണ്ടിലും നെറ്റിയിലുമൊക്കെ വിയർപ്പുകൾ തുളുമ്പി നിൽക്കുകയും ചെയ്തു. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം ടൂറിസ്റ്റുകൾ പോയി. കരിമ്പിൻ നീരിലെ ചെളി കൊപ്പറയുടെ ഒരു ഭാഗത്തേക്ക് ചട്ടുകം കൊണ്ട് നീക്കിക്കൊടുത്തു മൈക്കിൾ. ഡെയ്സി അത് വലിയ ഉപ്പേരിക്കോരി ഉപയോഗിച്ച് കോരിക്കളഞ്ഞു. കരിമ്പിൻ നീരിൻ്റെ നിറം മാറി അത് പാനിയായി. മൈക്കിൾ ചട്ടുക ഉയർത്തി അതിൽ വിരൽ കൊണ്ട് തൊട്ടു. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് അമർത്തിയിട്ട് അകറ്റി നോക്കി. പാകമായിട്ടില്ല. പാകമായത് എങ്ങനെയെങ്കിലും അറിയുക? ആദ്യയ്ക്ക് സംശയം. ഇതിൽ തൊട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നൂൽ പോലെ വലിയും. അയാളുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ മുതൽ പാകമായോ എന്ന് നോക്കുന്ന ജോലി ആദ്യ ഏറ്റെടുത്തു. അതിനിടയ്ക്ക് ഡെയ്സി വീട്ടിലെ കാര്യങ്ങളൊക്കെ പത്മത്തോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. എല്ലാം കേട്ടു നിന്ന മൈക്കിൾ അഭിപ്രായപ്പെട്ടു. പത്മത്തിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ നടന്ന ഓരോ സംഭവത്തിലും ശിവദാസിന് പങ്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അത് തോന്നൽ മാത്രമല്ലെങ്കിലേ സത്യം തന്നെയാ. ഞങ്ങളുടെ അമ്മ മാത്രം പക്ഷെ വിശ്വസിക്കത്തില്ല. നീരസമുണ്ടായിരുന്ന തന്മയുടെ ശബ്ദത്തിൽ. പത്മം മിണ്ടിയില്ല. ദേ, പാനി പാകമായി, പെട്ടെന്ന് ആദ്യ പറഞ്ഞു. അവളുടെ ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ പാനി നൂൽ പോലെ വരിയുന്നത് മറ്റുള്ളവർ കണ്ടു. ഇനി തീയിടണ്ട പറഞ്ഞിട്ട് മൈക്കിൾ ചട്ടുക മാറ്റി. ശേഷം കപ്പിയിലൂടെ കോർത്ത് തൂണിൽ ചുറ്റിവെച്ചിരുന്ന കയർ അഴിച്ചെടുത്തു. അത് കൊപ്രയുടെ കൊളുത്തിൽ കെട്ടി. പിന്നെ തടിപ്പെട്ടിയുടെ ഭാഗത്തു വന്ന കയറിൻ്റെ രണ്ടാം അഗ്രത്തിൽ പിടിച്ചു. എല്ലാവരും വാ. 5 പേരും കയറിൽ പിടിമുറുക്കി. ആരും വിട്ടുകളയരുത്. വളരെ സാവധാനത്തിലേ കയർ വലിക്കാവൂ, മൈക്കിൾ ഓർമ്മപ്പെടുത്തി. ശരി, വലിച്ചോ. 5 പേരും ഒന്നിച്ച് കയർ വലിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് കൊപ്രയുടെ ഒരു ഭാഗം ഉയർന്നു തുടങ്ങി. പതുക്കെ പതുക്കെ അതിൻ്റെ മറുഭാഗം തടിപ്പെട്ടിക്ക് നേരെ ചരിയുകയാണ്. പെട്ടിയിലേക്ക് ഇളം ചുവപ്പ് നിറമുള്ള പാനി വീണു തുടങ്ങി. പായസം കണക്കെ അവസാനം കൊപ്രയിലെ പാനി ഒട്ടുമുക്കാലും തടിപ്പെട്ടിയിൽ വീണു. നിങ്ങൾ പിടിവിടല്ലേ പറഞ്ഞിട്ട് മൈക്കിൾ ബാക്കി കൂടി ഒരു പാളമുറി കൊണ്ട് വടിച്ചൊഴിച്ചു. പിന്നെ എല്ലാവരും ചേർന്ന് കൊപ്ര പഴയതുപോലെ താഴ്ത്തി. ഇനിയുള്ള പണി തൽക്കാലം നിങ്ങൾ ചെയ്യണ്ട.
മൈക്കിൾ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് തടിപ്പെട്ടിക്കരികിൽ വച്ചു. ശേഷം അയാളും ഭാര്യയും വെള്ളത്തിൽ കൈ നനച്ചിട്ട് ചൂടുപാനി കയ്യിൽ കോരി ഉരുട്ടുവാൻ തുടങ്ങി. പത്മാവും മക്കളും അമ്പരപ്പിൽ നോക്കി നിന്നു. കൈ പൊള്ളത്തില്ല എങ്കിലേ? നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും പൊള്ളും. പതുക്കെ പതുക്കെ ഏത് നടക്കൂ. മൈക്കിൾ ചിരിച്ചു. പ്ലാസ്റ്റിക് ചാക്ക് ഇങ്ങോട്ടെടുത്ത് വിരിച്ചോ. തന്മയ അവിടെ മടക്കി വെച്ചിരുന്ന ചാക്കുകളെടുത്ത് വിരിച്ചിട്ടു. ഉണ്ട പിടിച്ച ശർക്കരകൾ അതിലേക്ക് നിരത്തി തുടങ്ങി. ഇനി അത് ശരിക്ക് തണുക്കണം, ശർക്കരയുടെ യഥാർത്ഥ രൂപത്തിലെത്താൻ. ആദ്യ വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. പാനിയിലേക്ക് തൊട്ടതേ അയ്യോ എന്ന് പറഞ്ഞ് കൈ പിൻവലിക്കുകയും ചെയ്തു. അതുകണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സന്ധ്യ. അന്നത്തെ പണി തീർന്നു. കണക്കൊക്കെ പിന്നീട് നോക്കാം പത്മം. തൽക്കാലം ഇത് വയ്ക്കുക. ഡെയ്സി 500-ന്റെ 3 നോട്ടുകളെടുത്ത് പത്മത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാളുടെ അടുത്ത് ജോലി ചെയ്യുകയാണ്. അതിന് കിട്ടിയ കൂലി. പത്മത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോവി. പ്രബേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞ് മൈക്കിളിനോടും ഡെയ്സിയോടും അവർ യാത്ര പറഞ്ഞു. വീട്ടിലെത്തുമ്പോൾ കട്ടപ്പ കുരച്ച് ബഹളം വയ്ക്കുകയാണ്. തന്മയ കോഴികളെ കൂടിനുള്ളിലാക്കിയിട്ട് അവരെ അഴിച്ചുവിട്ടു. പട്ടി കുരച്ചുകൊണ്ട് വേഗം വീടിന് പിന്നിലേക്ക് ഓടി. പത്മം സംശയത്തോടെ മക്കളെ നോക്കി. വാടി. മൂവരും വീടിന് പുറകിലേക്ക് ചെന്നു. അപ്പോൾ കണ്ടു, ചന്ദനമരം വെട്ടിയ ഭാഗത്തുകൂടി ഒരാൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ചാടി ഓടുന്നു. കയ്യാല ചാടിക്കിടക്കുന്നതിനിടയിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് എന്തോ താഴെ വീണു. ആരാടത്? പത്മ ശബ്ദമുയർത്തി. കട്ടപ്പയും അയാൾക്ക് പിന്നാലെ ഓടിപ്പോയി. തന്മയ താഴെ വീണ ആ സാധനം ചെന്നെടുത്തു. ഒരു മൊബൈൽ ഫോൺ. മോളെ. പെട്ടെന്ന് പത്മത്തിൻ്റെ നിലവിളി പോലെയുള്ള ശബ്ദം. തന്മയും ആദ്യം ഞെട്ടിത്തിരിഞ്ഞു. വീടിൻ്റെ അടുക്കളവാതിലിന് നേർക്ക് പത്മം കൈ ചൂണ്ടി. അത് തുറന്നു കിടക്കുന്നു. ദൈവമേ, കള്ളം കയറിയല്ലോ. അവരുടെ നിലവിളി കേട്ട് അയൽക്കാർ ഓടി വന്നു. എന്താ പത്മം? അനിയനും തങ്കമ്മയും ഒന്നിച്ചു തിരക്കി. അവർ കാര്യം പറഞ്ഞു. വളരെ കരുതലോടെ എല്ലാവരും കൂടി അകത്ത് കയറി ലൈറ്റിട്ടു. കള്ളൻ കുട്ടികളുടെ പുസ്തകങ്ങളും ബുക്കുകളും വാരി വലിച്ചിട്ടിരിക്കുന്നു. മറ്റൊരിടത്തും അനക്കിയിട്ടില്ല. ആർക്കും ഒന്നും മനസ്സിലായില്ല. നിരാശനായതുപോലെ കട്ടപ്പ തിരിച്ചു വന്നു. എല്ലായിടത്തും ഒന്നുകൂടി പരിശോധിച്ചിട്ട് അയൽക്കാർ പോയി. തന്മയ തൻ്റെ കയ്യിൽ കിട്ടിയ ഫോണിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ സംശയത്തിൻ്റെ തിരകളിളകി. വീണ്ടും വീണ്ടും അവർ അതിൽ നോക്കി. എന്തായി ചേച്ചി? ആദ്യം നെറ്റിച്ചുളിച്ചു. ഇത് ആ കള്ളൻ്റെ ഫോണല്ലേ? അവൾ തലയാട്ടി. പിന്നെ ആ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് തൻ്റെ ഫോണെടുത്ത് അതിൽ നമ്പർ ഡയൽ ചെയ്തു. അടുത്ത നിമിഷം മേശപ്പുറത്ത് വെച്ച ഫോൺ വിറകൊള്ളുന്നത് പത്മവും ആദ്യയും അമ്പരപ്പോടെ കണ്ടു. മേശപ്പുറത്തിരുന്ന വിറകൊള്ളുന്ന ഫോണിലേക്ക് തന്മയുടെ മുഖത്തേക്ക് പത്മവും ആദ്യയും മാറി മാറി നോക്കി. നിനക്കെങ്ങനെ മോളെ കള്ളൻ്റെ ഫോൺ നമ്പർ മനസ്സിലായത്? പത്മത്തിന് ആകാംക്ഷ അടക്കാനായില്ല. അത് നേരത്തെ അറിയാവുന്നതുകൊണ്ട്. തന്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായി. അതായത് ഈ ഫോൺ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട്. അപ്പോഴും ഇരുവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. തന്മയെ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഒരു കുറ്റാന്വേഷണയുടെ ഭാവത്തിൽ അമ്മയ്ക്ക് മഞ്ചത്തിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഈ ഫോൺ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇരുവരും അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയെങ്കിലും ഒരു ഊഹവും കിട്ടിയില്ല. അമ്മ, ഇത് അങ്കിളുടെ ഫോണാണ്. പത്മ മിഴിച്ചു നിന്നു. ശിവേട്ടനാണോ ഇവിടെ വന്നത്? ഏട്ടനെതിനെ ഇവിടെ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചത്? ആദ്യം കളിയാക്കി. അത് അമ്മ തന്നെ അങ്കിളിനോട് ചോദിക്ക്. ഒരു പക്ഷേ ജന്മസിദ്ധമായ സ്വഭാവമായിരിക്കും. പത്മത്തിൻ്റെ നാവടഞ്ഞു. പുറത്ത് ഇരുൾ കനക്കുകയാണ്. തന്മയ്ക്ക് സംശയം വർദ്ധിക്കുകയായിരുന്നു. അങ്കിൾ എന്താവും തിരഞ്ഞത്? അതും തങ്ങളുടെ പുസ്തകങ്ങൾക്കിടയിൽ. കണ്ടുപിടിക്കണം. ശരീരം മുഴുവൻ വേദനയും വിയർപ്പുമാണ്. ആദ്യം കുളി. തന്മയ ആദ്യം കുളിച്ചു. പത്മം അരി അടുപ്പത്തിട്ടു. എല്ലാവരും കുളിക്കഴിഞ്ഞ് വേഷം മാറി ഒത്തുകൂടിയപ്പോൾ വീണ്ടും ഫോണിനെ കുറിച്ചും ശിവദാസിനെ കുറിച്ചുമുള്ള ചർച്ചയായി. ഇവിടെ കാശിരിപ്പുണ്ടെന്ന് ഏട്ടൻ വിചാരിച്ചിട്ടാണോ? പത്മം പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല തന്മ. പിന്നെ അടുക്കി വെച്ചിരിക്കുകയല്ലേ? എങ്കിൽ ആരും അറിയാതെ ഒളിച്ചു താമസിക്കാനായിക്കൂടെ? പത്മം പിറുപിറുത്തു. ലക്ഷണം കണ്ടിട്ട് ഇത് രണ്ടുമല്ലമ്മേ പ്രശ്നം. ചിന്തയോടെ തന്മയ അഞ്ചെത്തിയെ നോക്കി. നിന്റെ എല്ലാ പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും ഉണ്ടോയെന്ന് നോക്കിക്കൂടി. പറഞ്ഞിട്ട് അവളും തൻ്റെ പുസ്തകങ്ങളും ബുക്കുകളും അടുക്കി തുടങ്ങി. എൻ്റേതെല്ലാം ഉണ്ട് ചേച്ചി, ആദ്യം പറഞ്ഞു. പക്ഷേ തന്മയ്ക്ക് 2 നോട്ട് ബുക്കുകൾ കുറവായിരുന്നു, മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും. അവൾ അത് അഞ്ചെത്തിയോട് അമ്മയോടും സൂചിപ്പിച്ചു. അതുകൊണ്ട് ഏട്ടൻ എന്താടി ഗുണം? പത്മ മുഖം വെട്ടിച്ചു. അങ്കിളിന് ഗുണമില്ലെങ്കിലും എനിക്ക് ദോഷമുണ്ടാകുമല്ലോ. പരീക്ഷ അടുത്തു വരികയല്ലേ. നോട്ടില്ലാതെ ഞാനെങ്ങനെ പഠിക്കും? ഞാൻ തോൽക്കാൻ അത് മതിയല്ലോ. അങ്ങനെ സംശയിച്ചെങ്കിലും അതായിരിക്കില്ല കാരണമെന്ന് അവൾക്കൊരു തോന്നൽ. മറ്റാരും കാണാതെ താൻ എഴുതിയ 2 ചെറുകഥകൾ മാത്ത് ബുക്കിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അവൾ ഓർത്തു. ഏതായാലും അങ്കിൾ ജീവിച്ചിരിക്കുന്ന കാര്യം പോലീസിൽ അറിയിച്ചേ പറ്റൂ. ഈ ഫോണും അവർക്ക് കൈമാറണം. അങ്കിളുടെ തിരോധാനത്തിൽ നമുക്കും പങ്കുള്ളത് പോലെയാണല്ലോ ആൻറ്റി പോലീസിൽ പരാതി കൊടുത്തത്. പത്മത്തിൻ്റെ മുഖം മങ്ങി. അത് വേണോ മോളെ? പത്മത്തിന് ഇപ്പോഴും ആങ്ങളയുടെ ഒരു സിമ്പതി. വേണം, കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്മയെ സുഖദേവ് സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഞാൻ CI കാര്യം അറിയിക്കാൻ കുട്ടി. സുഖദേവ് സമ്മതിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ CI അലക്സാണ്ടറും സംഘവും കുണ്ടക്കാട് പത്മത്തിൻ്റെ വീട്ടിലെത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഫോൺ വാങ്ങി. അടുത്ത നിമിഷം അത് വിറകൊണ്ടു. അലക്സാണ്ടർ ഡിസ്പ്ലേയിലേക്ക് ശ്രദ്ധിച്ചു. ധർമ്മരാജ് കോളിംഗ്.
CI കോൾ അറ്റൻഡ് ചെയ്തില്ല. വിലപ്പെട്ട ഒരു നിധിയാണ് കയ്യിലിരിക്കുന്നതെന്ന് അയാൾക്ക് ഉറപ്പായി. തന്മയോട് താങ്ക്സ് പറഞ്ഞിട്ട് CIയും സംഘവും പെട്ടെന്ന് മടങ്ങി. പത്മവും മക്കളും അന്ന് നേരത്തെ കിടന്നു. ക്ഷീണം കാരണം പെട്ടെന്നുറങ്ങി. വെളുപ്പിനെ എഴുന്നേറ്റ് തയ്യാറായി മഞ്ഞിലൂടെ കരിമ്പിൻ തോട്ടത്തിലേക്കുള്ള യാത്ര. കാറ്റിൽ തണുപ്പ് സൂചി പോലെ ശരീരത്തിലേക്ക് കുത്തിയിറങ്ങി. അവിടെ എത്തിയ പത്മവും മക്കളും കാണുന്നത് ശർക്കര ആലയിൽ ചിന്താധീനരായിരിക്കുന്ന മൈക്കിളിനെയും ഡെയ്സിയെയുമാണ്. എന്താ ചായ? സംശയത്തോടെ പത്മം തിരക്കി. അയാൾ ദീർഘമായി നിശ്വസിച്ചു. ഞങ്ങൾ നിസ്സഹായരാണ് പത്മം. എനിക്ക് ഇവൾക്കും ഞാനും മാത്രമേ ഉള്ളല്ലോ. അതറിയാമല്ലോ. അതിനിപ്പോൾ പത്മം പകുതിക്ക് നിർത്തി. മറുപടി നൽകിയത് ഡെയ്സിയാണ്. ഇന്നലെ വൈകിട്ട് പണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തോട്ടൻ രാജൻ്റെ ആൾക്കാരാവും കുറേ പേർ വീട്ടിൽ വന്നു. എന്നിട്ട്? തന്മയ കാതു കൂർപ്പിച്ചു. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കുഞ്ഞെ. നിങ്ങളെ ഇവിടെ പണിക്ക് നിർത്തരുതെന്ന്. നിർത്തിയാൽ ഈ തോട്ടത്തിന് തീയിടുമെന്ന്. പത്മവും മക്കളും സ്തബ്ധരായി. നിരാശരായി മൈക്കിൾ ബാക്കി പറഞ്ഞു. തീയിട്ടാൽ എല്ലാം അതോടെ തീരും. രൂപ 25,000 അഡ്വാൻസ് കൊടുത്തേക്കുന്നത്. പത്മത്തിനും മക്കൾക്കും കരച്ചിൽ വന്നു. ഒരു തരത്തിലും ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ലല്ലോ അങ്കിളെ. പട്ടിണിയായതുകൊണ്ട് മാത്രം കുറച്ച് അരി മോഷ്ടിച്ചവനെ തല്ലിക്കൊന്ന നാടാ നമ്മുടേത്. ആയിരക്കണക്കിന് കോടികൾ മോഷ്ടിക്കുന്നവരെ ഒന്ന് തൊടാൻ പറ്റത്തുമില്ല. പാവങ്ങൾക്കെന്നും ഇത് തന്നെ യോഗം. തന്മയുടെ ശബ്ദം ചിലമ്പി. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കരുത്. ഞങ്ങളുടെ ശവമാണ് അവർക്ക് വേണ്ടതെങ്കിൽ വെട്ടിപ്പുഴുങ്ങി തിന്നോട്ടെ. മൈക്കിളും ഡെയ്സിയും കാണാതിരിക്കാൻ അവൾ തിരിഞ്ഞു നിന്ന് ചുരിദാറിൻ്റെ ഷാൾ ഉയർത്തി കണ്ണു തുറച്ചു. എങ്കിലും അവരത് കണ്ടു. ഡെയ്സി കുറച്ച് നോട്ടുകളെടുത്ത് മടക്കി പത്മത്തിന് നീട്ടി. ഇത് വെച്ചോ ചേച്ചി. വേണ്ട ഡെയ്സി. പത്മം അത് നിരസിച്ചു. ഞങ്ങൾ ചെയ്ത പണിക്കുള്ള കൂലി ഇന്നലെ തന്നെ തന്നല്ലോ. നന്ദിയുണ്ട് ഒരുപാട്. 3-4 ദിവസം പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ആ പണം മതിയാകും. അത് കേട്ട് മൈക്കിളിനും ഡെയ്സിക്കും പ്രയാസമായി. പത്മവും മക്കളും യാത്ര പറഞ്ഞു. പോലീസ് ക്വാർട്ടേഴ്സ്. വീണ്ടും തന്മയെ കൈമാറിയ ഫോൺ ശബ്ദിച്ചു. ഉറക്കമുണർന്ന CI അലക്സാണ്ടർ അതെടുത്ത് നോക്കി. വല്യശ്വരൻ ധർമ്മരാജ് തന്നെ. എടാ കോപ്പേ, താനിത് എവിടെയാ? ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുകയാ. അയാളുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം. പത്മത്തിലും മക്കളിലും നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒന്ന് കളിക്കാൻ തീരുമാനിച്ചു അലക്സാണ്ടർ. അയാൾ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചു. സാറേ, പത്മത്തിൻ്റെ വീട്ടിൽ കയറിയ എന്നെ അവർ കണ്ടു. ആ പട്ടി എന്നെ ഓടിച്ചിട്ട് കടിക്കാൻ വന്നു. തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. തൻ്റെ ശബ്ദമെന്താ വല്ലാതിരിക്കുന്നത്? രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ട് സാറേ. അപ്പുറത്ത് കനത്ത മോളൽ. പിന്നെ ഇന്ന് രാത്രിയിൽ അവർ വരും ചന്ദനത്തിന്. നീ മില്ലിൽ തന്നെ ഉണ്ടാവണമെന്ന് രാജശേഖരൻ പറഞ്ഞിട്ടുണ്ട്. CIയുടെ ഉറക്കം പോയി. ചന്ദനം അത് തന്മയുടെ വീടിന് പിന്നിൽ നിന്നിരുന്നതാണെന്ന് അയാൾക്ക് തോന്നി. എത്ര മണിക്ക് വരും അവർ? അലക്സാണ്ടർ കരുതലോടെ സംസാരിച്ചു. രാത്രി 10 മണിക്ക്. ശരി, ഞാൻ അവിടെ കാണും. അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. സമയം രാവിലെ 9:30. അലക്സാണ്ടർ സ്റ്റേഷനിലെത്തി. ASI രാഹുൽ രാജിനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. സാർ. അയാൾ വന്നു. താനിരിക്കെ. രാഹുൽ രാജ് ഇരുന്നു. ഈ മറയൂരും കാന്തല്ലൂരും വട്ടവടയിലും മറ്റുമായി എത്ര തടിമില്ലുകളുണ്ട് സാർ? അത് പെട്ടെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ രാഹുൽ രാജ് പതുങ്ങി. അറിയണം. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എന്നോട് പറയണം കൃത്യമായ കണക്ക്. ധാന്യം പൊടിക്കുന്ന മില്ല്, നെല്ല് കുത്തുന്ന മില്ല്, അങ്ങനെ എല്ലാം. ഒക്കെ രഹസ്യമായിരിക്കണം. നമ്മുടെ പോലീസുകാർ പോലും അറിയണ്ട. ശരി സാർ. രാഹുൽ രാജ് ക്യാബിനിൽ വിട്ടു. ഇതേ ജോലി ഒരാളെ കൂടി CI ഏൽപ്പിച്ചു, സുഖദേവിനെ. താൻ ഈ നാട്ടുകാരനാണല്ലോ. അതിനാൽ പോലീസിനേക്കാൾ വേഗത്തിൽ തനിക്ക് ഇതിൻ്റെ കണക്കെടുക്കാൻ പറ്റും. എങ്കിൽ എന്നെ കൂടി അങ്ങ് പോലീസിലെടുത്തോളാം പട്ടരെ. സുഖദേവ് ചിരിച്ചു. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അത് വേണ്ടി വരുമെന്ന് തോന്നുന്നു. അലക്സാണ്ടറും ചിരിച്ചു. പിന്നെ തിരക്കി. ഇന്നലെ നിന്റെ കേസ് കോടതി പരിഗണിക്കുന്നത്? അതെ. ശരി, പിന്നെ കാണാം. CI കോൾ വിച്ഛേദിച്ചു. ഇന്ന് തന്നെയാണ് തോട്ടൻ രാജിൻ്റെയും ഡോക്ടർ കലാധരൻ്റെയും ടിപ്പർ ശിവലിംഗത്തിൻ്റെയും റിമാൻഡ് കാലാവധി തീരുന്നതെന്നും അലക്സാണ്ടർ ഓർത്തു. ഇനി അവർ ജാമ്യത്തിലിറങ്ങണം. അതുകൊണ്ട് റിമാൻഡ് കാലാവധി നീട്ടാൻ ആവശ്യപ്പെടേണ്ടെന്നും അലക്സാണ്ടർ തീരുമാനിച്ചു. കരുതിയതുപോലെ മൂവർക്കും ജാമ്യം കിട്ടി. സുഖദേവിൻ്റെ കേസിൽ റെക്കോർഡ് ചെയ്ത രംഗങ്ങളടക്കം സബ്മിറ്റ് ചെയ്തിരുന്നതിനാൽ കേസ് തീരും വരെ നിലനിന്നിരുന്ന ഒരു ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായി. സുഖദേവിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണം. 2 ആഴ്ചയ്ക്കുള്ളിൽ അയാളുടെ സർവീസ് ബുക്ക് പുനർനിർമ്മിച്ചിട്ട് ആ കാര്യം കോടതിയെ അറിയിക്കുക. മാത്രമല്ല രാവിലെ 9 മണിക്ക് ശേഷവും വൈകിട്ട് 4 മണിക്ക് മുമ്പും വല്യശ്വരൻ ധർമ്മരാജ് സ്കൂൾ അങ്കണത്തിൽ പ്രവേശിക്കാൻ പാടില്ല. വിവരമറിഞ്ഞ് ധർമ്മരാജ് രോഷം കൊണ്ട് തിളച്ചു. ഞാൻ എങ്ങനെ തോറ്റു കൊടുക്കത്തില്ല. വേറെയും ഉണ്ടല്ലോ കോടതികൾ. ഇനി സ്കൂൾ തന്നെ പൂട്ടേണ്ടി വന്നാലും അവനെ അവിടെ വച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല. ജാമ്യത്തിലിറങ്ങി നേരെ അവിടെ എത്തിയ ഡോക്ടർ കലാധരനോടും തോട്ടൻ രാജിനോടും ശിവലിംഗത്തിനോടുമായിരുന്നു ധർമ്മരാജിൻ്റെ പ്രതിഷേധ സ്വരം. അവരൊന്നും മിണ്ടാതെ കേട്ടതേയുള്ളൂ. അയാളുടെ ദേഷ്യം വർദ്ധിച്ചു. നിങ്ങളുടെ അണ്ണാക്കിൽ നാക്കില്ലേ? ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ ഇരുന്നാൽ മതിയോ? സാറേ. കലാധരൻ്റെ ശബ്ദം വല്ലാതെയായി. ഇനി എങ്ങനെ ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലും? എൻ്റെ ക്ലിനിക്കാണെങ്കിൽ ആളുകൾ എറിഞ്ഞു തകർത്തു. ഭാര്യയും മകനും അവരുടെ വീട്ടിൽ പോയി. പോയവരെ അവിടെ തന്നെ നിൽക്കട്ടോ. ഒരപകട സമയത്ത് കൂടെ നിൽക്കാത്ത ഭാര്യ എന്തിനാ? കുറച്ച് കഴിയുമ്പോൾ പത്തി താഴ്ത്തി ഇങ്ങ് തിരിച്ചു വന്നോളും. എൻ്റെ സ്കൂളിൽ എനിക്ക് കയറാൻ പറ്റത്തില്ലെന്ന് വന്നാൽ അതിൽ ഒരു നാണക്കേടുണ്ടോ? എന്നോടുള്ളിൽ പകയുള്ള നാറികളൊക്കെ കൈകൊട്ടി ചിരിക്കത്തില്ലേ? പെട്ടെന്ന് ധർമ്മരാജിൻ്റെ ഫോൺ ശബ്ദിച്ചു. ദേഷ്യത്തോടെ അയാൾ അതെടുത്തു. ഹലോ.
ഞാനാ സാറേ, തങ്കമണി. ഹെഡ് മിസ്ട്രസ്. കോടതി വിധിയുടെ കോപ്പിയും കൊണ്ട് നാളെ സുഖദേവ് സാറ് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? പിടിച്ച് നിന്റെ മടിയിലേക്ക് ഇരുത്തടി. അലറിക്കൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ രോഷത്തോടെ എഴുന്നേറ്റ് പോയി. തിരിച്ചു വന്നപ്പോൾ മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു അയാൾക്ക്. അയാൾ ഇത്തിരി നിരാശനായതുപോലെ തോന്നി. തങ്ങൾക്കും അല്പം മദ്യം തരാമോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു തോട്ടൻ രാജിന്. പക്ഷേ മടിച്ചു. ധർമ്മരാജിൻ്റെ പ്രതികരണം എങ്ങനെയാവുമെന്ന് അറിയില്ലല്ലോ. ധർമ്മരാജ് വീണ്ടും കസേരയിലിരുന്നു. ശേഷം തോട്ടൻ രാജിനോട് പറഞ്ഞു, നമ്മൾക്ക് നാണക്കേടുണ്ടാക്കിയതിൻ്റെ മൂലകാരണം അവനാണ് സുഖദേവ്. ഇനി അവനെ വിടാൻ പാടില്ല. നമ്മളെക്കാൾ കൂടുതൽ അവൻ നാറണം. അവസാനം പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ സ്വയം ജീവൻ ഒടുക്കണം. അതിനുള്ള പദ്ധതികൾ അവർ പ്ലാൻ ചെയ്തു. പിന്നെ ധർമ്മരാജ് തുടർന്നു, ആ ശിവദാസിനോട് താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രാജാ, രാത്രി ഇന്നത്തെ കാര്യം ഇനി താൻ തന്നെ ഇടപെട്ട് വേണ്ടത് ചെയ്യേ. അല്ലെങ്കിൽ ആ ആർത്തിപ്പണ്ടാരൻ രൂപ മുഴുവൻ വിഴുങ്ങും. ശരി സാർ. സന്ധ്യ കഴിഞ്ഞ് ഡോക്ടർ കലാധരനും തോട്ടൻ രാജനും അവിടെ നിന്ന് പോയുള്ളൂ. CI ഓഫീസ്. ASI രാഹുൽ രാജ് ശേഖരിച്ചു കൊണ്ടുവന്ന മില്ലുകളുടെ ലിസ്റ്റ് പരിശോധിച്ചു അലക്സാണ്ടർ. തടിമില്ലുകൾ 3 എണ്ണമുണ്ട്. നെല്ലുകുത്തുമില്ലും ധാന്യങ്ങൾ പൊടിക്കുന്നതും ചേർത്ത് 9 എണ്ണം. തടിമില്ലുകളാണ് തനിക്ക് ആവശ്യമെന്ന് അലക്സാണ്ടർക്ക് തോന്നി. അതിലൊന്ന് കോവിൽക്കടവിലും മറ്റുള്ളവ കീഴന്നൂരും വട്ടവടയിലുമാണ്. ഏറെ പ്രാധാന്യം തോന്നിയത് കോവിൽക്കടവിലെ മില്ലാണ്. കാരണം അതിൻ്റെ ഉടമ തോട്ടൻ രാജനാണ് എന്നത് തന്നെ. എങ്കിലും 3 മില്ലുകളിലും അയാൾ ഷാഡോ പോലീസിനെ നിയോഗിച്ചു. അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് കൃത്യമായി അറിയാൻ. സമയം രാത്രി 9 മണി. ഏത് നിമിഷവും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് അലക്സാണ്ടർ. പോലീസുകാരോട് തയ്യാറാകാൻ നിർദ്ദേശിച്ചു. പക്ഷേ കാര്യം വ്യക്തമാക്കിയില്ല. അതിപ്രധാനമായ ഏതോ ഓപ്പറേഷനെന്ന് മാത്രം അവർ അനുമാനിച്ചു. മേശപ്പുറത്തിരുന്ന ശിവദാസിൻ്റെ ഫോൺ ശബ്ദിച്ചു. അലക്സാണ്ടർ റിസീവിംഗ് കോളിൻ്റെ സിഗ്നലിലൊന്ന് വിരലോടിച്ചു. അപ്പുറത്തുനിന്ന് ശബ്ദം. ഞാനാടാ, രാജശേഖരൻ. തോട്ടൻ രാജൻ പറഞ്ഞു. ഞാൻ മില്ലിലേക്ക് വരത്തില്ല. കുരിശുമലയിലിരിക്കും. അവരോട് അങ്ങോട്ട് കൊണ്ടുവന്ന് പണം തന്നിട്ട് സാധനം എടുത്തോളാൻ പറയണം. അപ്പോൾ എനിക്ക് മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് CI തിരക്കി. സാധനം കൈമാറിയിട്ട് താനിങ്ങോട്ട് വാ. ശരി. CI ഫോൺ മേശപ്പുറത്ത് വെച്ചു. ഇപ്പോൾ തീർച്ചയായി കോവിൽക്കടവിലെ തോട്ടൻ രാജൻ്റെ മില്ലിൽ വെച്ചാണ് ചന്ദന കൈമാറ്റം. സമയം 9:45. കുരിശുമലയിലെ സിമൻറ്റ് ബെഞ്ചിൽ ചാരി ആകാശത്തേക്ക് നോക്കിയിരുന്നു തോട്ടൻ രാജൻ. തൊട്ട് മുകളിലൂടെ വെള്ളിമേഘങ്ങൾ മഞ്ഞു കണക്കെ മെല്ലെ നീങ്ങുന്നു. ജയിലിൽ നിന്നിറങ്ങിയെങ്കിലും അയാൾ ഇതുവരെ വീട്ടിൽ പോയില്ല. അവിടെ ചെന്നാലുണ്ടാകുന്ന പുകിലിനെക്കുറിച്ച് ബോധ്യമുണ്ട്. തൻ്റെ മകനാണെങ്കിലും അഭിജിത്ത് പോലും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. സുഖദേവ് അയാൾ ഒപ്പിച്ച പണി. അയാളെ കൊത്തിയേരിയാനുള്ള പകയുണ്ട് രാജശേഖരന്. എന്തോ ശബ്ദം കേട്ടതുപോലെ അയാൾ ചിന്തയിൽ നിന്നുണർന്നു. നോക്കുമ്പോൾ തനിക്ക് ചുറ്റും ചിലർ. അപകടം. അയാൾ ചാടി എഴുന്നേറ്റ് ഓടാൻ ഭാവിച്ചു. എങ്ങോട്ടോടിയാലും താൻ വീഴും രാജശേഖര. താഴെ കുരുണ്ടുപോയി ചത്തെന്നുമിരിക്കും. പിന്നെ നാളെ ആളുകളെ കൊണ്ട് പറയിക്കരുത് പോലീസ് ഓടിച്ചിട്ട് തല്ലിക്കൊന്നെന്ന്. പറഞ്ഞുകൊണ്ട് അലക്സാണ്ടർ അയാളുടെ മുന്നിലേക്ക് വന്നു. തോട്ടൻ രാജൻ്റെ കാലുകൾ പാറയിൽ ഉറച്ചതുപോലെയായി. CI ബലമായി അയാളുടെ കൈക്ക് പിടിച്ചു. പോകാം. എങ്ങോട്ട്? എന്തിന്? തോട്ടൻ രാജൻ കൈ തട്ടികളയാൻ ശ്രമിച്ചു. കോടതി എനിക്ക് ജാമ്യം തന്നതാ. അതൊരു കേസിൽ. അലക്സാണ്ടർ ചിരിച്ചു. ഇനി വരാനിരിക്കുന്നതല്ലേയുള്ളൂ രാജശേഖര. കേസുകളുടെ ഘോഷയാത്ര. കൊന്നതും തല്ലിയതും പിടിച്ചു പറിച്ചതും അടക്കം. CI വിട്ടില്ല. സമയം കുറവാണ്. 10 മണിയാകുമ്പം അവർ വരത്തില്ലേ? ആര്? തോട്ടൻ രാജൻ ഒന്ന് ഞെട്ടി. ഇത് നല്ല കൂത്ത്. ചന്ദനം കൊണ്ടുപോകാൻ വരുന്നവരെ. അവർ തൻ്റെ മില്ലിൽ വരുമ്പോൾ നമ്മളെ കാണണ്ടേ? തൊട്ടുമുകളിലെ ആകാശത്തൊരു വെള്ളിരി വെട്ടിയതുപോലെ പിടഞ്ഞുപോയി തോട്ടൻ രാജൻ. തൻ്റെ പതനം പൂർത്തിയാകുന്നു. താൻ വരുന്നോ അതോ തന്നെ താഴേക്ക് ഉരുട്ടിയിട്ടിട്ട് സ്കൂൾ മുറ്റത്തു നിന്ന് ഞങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് പോകണോ? രാജശേഖരൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് CI അലക്സാണ്ടർ തിടുക്കം കൂട്ടി. യാന്ത്രികമായി തോട്ടൻ രാജൻ്റെ കാലുകൾ ചലിച്ചു. വളരെ സൂക്ഷിച്ച പോലീസ് അകമ്പടിയോടെ അയാൾ മിനുസമേറിയ പാറയിലൂടെ താഴേക്കിറങ്ങാൻ തുടങ്ങി. വീണുപോയാൽ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. അത്ര ചെരിവാണ് പാറയ്ക്ക്. വല്ലവിധേനയും അവർ താഴെ എത്തി. റോഡിലെത്തിയപ്പോൾ ഒരു ജീപ്പ് സാവധാനം വന്ന് അവർക്കരികിൽ നിന്നു. പോലീസുകാർ പിന്നിലെ ഹാഫ് ഡോർ തുറന്നു പിടിച്ചു. കയറടോ. എല്ലാവരെയും ദയനീയമായി ഒന്ന് നോക്കിയിട്ട് തോട്ടൻ രാജൻ കയറി. പിന്നാലെ പോലീസ് സംഘവും. ജീപ്പ് ഇറക്കത്തിലേക്ക് നീങ്ങി. കോവിൽക്കടവ്. വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളും പള്ളിയും പിന്നിട്ട് അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇടതുഭാഗത്തായിരുന്നു തടിമില്ല്. രാജാസ് ഹോമിൽ. തടി കൊണ്ടുണ്ടാക്കിയ ഗേറ്റ് കടന്ന് ജീപ്പ് അകത്തെത്തി. പൊടുന്നനെ ഒരു ടെമ്പോ അവർക്ക് പിന്നാലെ വന്നു. അവിടെ ഒന്ന് സ്ലോ ചെയ്തിട്ട് അതിവേഗം പോകുകയും ചെയ്തു. അത് അവന്മാരെ രാജശേഖര, ചന്ദനം കൊണ്ടുപോകാൻ വന്നവർ. പക്ഷേ തെളിവോ തൊണ്ടിയോ ഇല്ലല്ലോ അവരെ പിടിക്കാൻ. അതുകൊണ്ടാ വിട്ടുകളഞ്ഞത്, അലക്സാണ്ടർ പറഞ്ഞു. തോട്ടൻ രാജൻ മിണ്ടിയില്ല. ഇതിനുള്ളിൽ ബൾബില്ലേടോ? പോലീസുകാരിൽ ഒരാൾ തിരക്കി. ഉണ്ട്. എന്നാലിട്. തോട്ടൻ രാജൻ സ്വിച്ചിട്ടു. തടിമില്ലിനുള്ളിൽ വെളിച്ചം പരന്നു. ധാരാളം തടികൾ അവിടെ അട്ടിയിട്ടിരുന്നു. തറയിൽ ചവിട്ടുമ്പോൾ മെത്തയിൽ എന്നതുപോലെ അറക്കപ്പൊടിയുടെ ആവരണം. അപ്പോൾ നമുക്ക് കയറത്തിലേക്ക് കിടക്കാം. എവിടെയാ ചന്ദനത്തടി ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയത്തില്ല. തോട്ടൻ രാജൻ കയർത്തു. നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്? എടുത്തോണ്ട് പോയിക്കോ. CIയുടെ നെറ്റി ചുളിഞ്ഞു.
അഹങ്കാരത്തിൻ്റെ ആൾരൂപമാണ് താനെന്ന് ഞങ്ങൾക്കറിയാം. സൗമ്യമായി ചോദിച്ചാൽ ഒരു കള്ളനും സത്യം പറയത്തുമില്ല. അത് പ്രകൃതി നിയമമാണ്. അലക്സാണ്ടർ തോട്ടൻ രാജൻ്റെ തൊട്ട് മുന്നിലെത്തി. എന്നാൽ ചോദിക്കേണ്ട രീതി പോലീസിനറിയാം നല്ലതുപോലെ. വേറെയും ചിലർ വരാറുണ്ട്. അതുവരെയുള്ളൂ തൻ്റെ ഈ അഹങ്കാരം. 1/2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു ജീപ്പ് കൂടി അവിടെ എത്തി. ഫോറസ്റ്റ് എന്ന നെയിം ബോർഡ് അതിനു മുന്നിൽ രാജശേഖരൻ കണ്ടു. അതിൽ നിന്ന് റേഞ്ചർ വിൽസണും സംഘവും കൂടി ഇറങ്ങി. ഇപ്പോൾ കോറ തികഞ്ഞു. അലക്സാണ്ടർ പുഞ്ചിരിച്ചു. ഇനി പറ രാജശേഖര, ചന്ദ്രതടിയുടെ സ്ഥാനം. തോട്ടൻ രാജൻ തലവെട്ടിച്ചു. എനിക്കറിയത്തില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലേ? അലക്സാണ്ടർ അമർത്തി മൂളി. പോലീസും ഫോറസ്റ്റുകാരും ചേർന്ന് മില്ല് മുഴുവൻ തിരിഞ്ഞു. അടുക്കിയിരിക്കുന്ന മറ്റ് തടികൾക്കിടയിൽ വരെ ഒരിടത്തും ചന്ദനം മാത്രമില്ല. തോട്ടൻ രാജൻ്റെ മുഖത്ത് വിജയിയുടെ ഭാവം. എന്താ സാറുമാരെ, ചന്ദനം എടുക്കുന്നില്ലേ? ഇപ്പോഴെടുക്കും. അടിയായിരുന്നു അലക്സാണ്ടർ. അമ്മേ! തോട്ടൻ രാജൻ കൂട്ടിയിട്ടിരുന്ന അറക്കപ്പൊടിയിലേക്ക് മറിഞ്ഞു. ഷർട്ടിൻ്റെ പിൻകോളറിൽ പിടിച്ച് അലക്സാണ്ടർ അയാളെ വലിച്ചു പൊക്കി. അപ്പോൾ ആളെ തിരിച്ചറിയാനാവാത്ത വിധം അയാളുടെ മുഖത്താകെ അറക്കപ്പൊടിയായിരുന്നു. അലക്സാണ്ടർ അയാളെ വിൽസന്റെ നേർക്ക് തള്ളി. വിൽസനും തോട്ടൻ രാജനിൽ പിടിമുറുക്കി ഒന്ന് കുലുക്കി. നോക്ക്, തോട്ടൻ രാജൻ്റെ ശബ്ദമുയർന്നു. ഒരു കേസിൽ നിങ്ങളെന്നെ പിടിച്ചു വന്നത് നേര്. അതിൽ ഞാൻ തെറ്റുകാരനായിരുന്നു താനും. പക്ഷേ ഇല്ലാത്ത കേസിൻ്റെ പേരിൽ സാറ് എൻ്റെ മേൽ കൈവച്ചു. അത് ഞാൻ പൊറുക്കത്തില്ല. തീർച്ചയായും ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നിർത്തടാ! ഒറ്റയലർച്ചയായിരുന്നു അലക്സാണ്ടർ. വിറച്ചുപോയി തോട്ടൻ രാജൻ. CI അയാളുടെ താടിക്കൊന്നു തട്ടി. നിന്നെ പൊക്കിക്കൊണ്ട് വരാമെങ്കിൽ ചന്ദനം കണ്ടെത്താനും ഞങ്ങൾക്കറിയാമടാ. അതിന് നിന്റെ ഈ മില്ല് ഉഴുതുമറിക്കണമെങ്കിൽ അതും ഞങ്ങൾ ചെയ്തിരിക്കും. പറഞ്ഞുകൊണ്ട് അലക്സാണ്ടർ പോക്കറ്റിൽ നിന്ന് ഒരു ഫോൺ എടുത്തു. ശിവദാസിൻ്റെ ഫോൺ. അതിൽ റെക്കോർഡ് ചെയ്തിരുന്ന വോയിസ് സ്പീക്കർ മോഡിലിട്ട് അയാൾ കേൾപ്പിച്ചു. തോട്ടൻ രാജൻ ഞെട്ടിവിറച്ചു. താൻ ശിവദാസിനോട് പറഞ്ഞ കാര്യങ്ങൾ. ഇത് നിന്റെ ശബ്ദമല്ലെന്ന് പറയാമോടാ? തോട്ടൻ രാജൻ്റെ ഊർജം പോയി. അയാളുടെ തല കുനിഞ്ഞു. നിന്റെ നാവിൽ നിന്ന് വരാതെ തന്നെ ഞങ്ങൾ ചന്ദനത്തിൻ്റെ സ്ഥാനം കണ്ടെത്തും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കരകം തുള്ളൽ നടക്കും. അലക്സാണ്ടർ തിരിഞ്ഞു. അസ്വസ്ഥതയോടെ അയാൾ മില്ലിൻ്റെ ഓരോ ഭാഗവും ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു. തടിയറക്കുന്ന മെഷീനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു. പിന്നെ സംശയത്തോടെ തറയിൽ ചവിട്ടി. ഒരു വ്യത്യസ്ത ശബ്ദം. അലക്സാണ്ടർ കാൽ കൊണ്ട് അറക്കപ്പൊടി നീക്കി. അവിടെ പലകകൾ തെളിഞ്ഞു. അത് അറക്കപ്പൊടി വീഴുന്ന കുഴിയാ, രാജശേഖരൻ പറഞ്ഞു. അലക്സാണ്ടർ അത് ശ്രദ്ധിച്ചില്ല. പകരം പോലീസുകാരോട് പലകകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. അവർ അങ്ങനെ ചെയ്തു. 6 അടി ചതുരത്തിലുള്ള ഒരു കുഴി. അതിൽ നിറയെ പൊടിയായിരുന്നു. ഇറങ്ങി നോക്ക്, അലക്സാണ്ടർ നിർദ്ദേശിച്ചു. അവർ കുഴിയിലേക്ക് കാൽ നീട്ടിയതും രാജൻ്റെ മുഖം വിളറി. ചവിട്ടി നോക്കിയിട്ട് പോലീസുകാർ അറക്കപ്പൊടി ഇരുവശത്തേക്ക് നീക്കി. സാറേ, ഇതിനുള്ളിലുണ്ട്. അലക്സാണ്ടറും റേഞ്ചർ വിൽസണും മുന്നോട്ട് നീങ്ങി. തോട്ടൻ രാജനെ അയാൾ മുറുകെ പിടിച്ചിരുന്നു. കുഴിയിൽ 4 അടി നീളത്തിൽ മുറിച്ചടുക്കിയ ചന്ദനത്തടികൾ. ഇനി എതിർത്തി നിന്നിട്ട് കാര്യമില്ലെന്ന് തോട്ടൻ രാജൻ മനസ്സിലാക്കി. സാറേ, കേസിൽ നിന്ന് ഉരുത്തന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ ഞാൻ. അയാൾ അടുത്ത അടവെടുത്തു. പിന്നെ ഊരുകയും ഉടുപ്പിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പണിയല്ലേടാ? വിൽസണും ദേഷ്യം വന്നു. അങ്ങോട്ടിറങ്ങി തടി പിടിച്ച് കയറ്റടാ. എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല സാറേ. അവസാനം ഫോറസ്റ്റ് ഗാർഡുകളുടെയും പോലീസിൻ്റെയും സഹായത്തോടെ തടികൾ ഓരോന്നായി പുറത്തെടുത്തു. 14 പീസുകൾ. അറക്കപ്പൊടി വീഴാൻ സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു കുഴിക്ക്. ഓരോന്ന് ഒളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവർക്ക് ഉറപ്പായി. മാത്രമല്ല, മറയൂരിൽ നടന്നിട്ടുള്ള പല ചന്ദന മോഷണങ്ങൾക്കും പിന്നിൽ രാജശേഖരനാണെന്നും അവർക്ക് തോന്നി. ഒരു പക്ഷേ ആ ലക്ഷ്യത്തോടെയാവണം മില്ല് സ്ഥാപിച്ചതുപോലും. പോലീസും ഫോറസ്റ്റുകാരും ചേർന്ന് തോട്ടൻ രാജനെ ചോദ്യം ചെയ്തു. അത് പത്മത്തിൻ്റെ വീടിന് പിന്നിൽ നിന്നിരുന്ന മരമാണെന്ന് അയാൾ സമ്മതിച്ചു. ഫോറസ്റ്റുകാർ തടിയുടെ ചുവടുഭാഗത്തിൻ്റെ ചുറ്റളവ് പരിശോധിച്ചു. എല്ലാം കൃത്യം. നേരത്തെ അവർ മുറിച്ചു മാറ്റിയ തടിയുടെ ചുറ്റളവും എടുത്തിരുന്നു. ഒക്കേക്കും പിന്നിൽ താൻ മാത്രമാണെന്നാണ് തോട്ടൻ രാജൻ പറഞ്ഞത്. വല്ലീശ്വരൻ ധർമ്മരാജനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അലക്സാണ്ടർക്കറിയാം. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും തോട്ടൻ രാജൻ പക്ഷേ തൻ്റെ മൊഴിയിൽ ഉറച്ചു നിന്നു. വിൽസൺ വിളിച്ചറിയിച്ചതനുസരിച്ച് മീഡിയക്കാർ രാത്രി തന്നെ എത്തി. ചന്ദനത്തടിക്കരികിൽ തോട്ടൻ രാജൻ നിൽക്കുന്ന ഫോട്ടോയും എടുത്തു. ഒരു ടെമ്പോ വിളിച്ചു വരുത്തി തടികൾ അതിൽ കയറ്റി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. അലക്സാണ്ടർ, താങ്ക്സ്. വിൽസൺ അയാളുടെ കൈപ്പിടിച്ച് കുലുക്കി. നേരെ പുലർന്നതോടെ എല്ലായിടത്തും വാർത്ത പരന്നു. ചന്ദനമോഷണത്തിന് തൊഴിലാളി നേതാവ് അറസ്റ്റ്. അടുത്ത വീട്ടിലെ അനിയനാണ് പത്മത്തോടും മക്കളോടും ചെന്ന് വിവരം പറഞ്ഞത്. പത്മ മൂക്കത്ത് വിരൽ വെച്ചു. ഈശ്വരാ, ഇതിൻ്റെ പേരിൽ ഞങ്ങൾ എത്ര വിഷമിച്ചതാ. തെളിവെടുപ്പിന് അയാളെ ഇന്നിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നു. അനിൽ പെട്ടെന്ന് മടങ്ങി. സമയം രാവിലെ 11 മണി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാജശേഖരനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. മെമ്പർ സഹദേവനടക്കം വൻ ജനാവലിയുണ്ടായിരുന്നു അവിടെ. ജനം തോട്ടൻ രാജനെ പരിഹസിച്ചു. തൊഴിലാളികളുടെ അന്നത്തിൽ കൈയിട്ട് വാരിയിട്ടും നിനക്ക് മതിയായില്ലടാ. ആ ചന്ദനം വെട്ടിക്കീറി ഇവനെ പച്ചയ്ക്ക് കത്തിക്കണം, ചിലർ ആക്രോശിച്ചു. തോട്ടൻ രാജൻ പ്രതികരിക്കാതെ തലകുനിച്ചു. അയാൾ ചന്ദനം വെട്ടിയിട്ട രീതിയും കൊണ്ടുപോയ വിധവുമൊക്കെ ഫോറസ്റ്റുകാർക്ക് കാട്ടിക്കൊടുത്തു. തന്മയ എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഓടിച്ചെന്ന് അയാളുടെ കരണത്തുനിന്ന് കൊടുക്കാൻ അവളുടെ കൈ തരിച്ചു. തെളിവെടുപ്പ് മതിയാക്കി ഫോറസ്റ്റ് സംഘം അയാളെയും കൊണ്ട് തിരിഞ്ഞു. പത്മ അത് നോക്കി പല്ലിറുമി. പെട്ടെന്ന് ആദ്യം തൻ്റെ ചെരുപ്പൂരി, പിന്നെ ഒറ്റയേറ് തോട്ടൻ രാജൻ്റെ പുറത്ത്. പട്ടി! അതാരും പ്രതീക്ഷിച്ചില്ല. തോട്ടൻ രാജൻ തിരിഞ്ഞ് രൂക്ഷമായി അവളെ നോക്കി. അവൾ ഒരാട്ടാട്ടി.
ഫോറസ്റ്റുകാർ വേഗം അയാളെ ജീപ്പിൽ കയറ്റി. അല്ലെങ്കിൽ ജനം ഇളകുമെന്ന് അവർക്ക് തോന്നി. എല്ലാം അറിഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു കലാധരൻ. തൻ്റെ വലം കൈയാണ് നഷ്ടമായിരിക്കുന്നത്. ഫോറസ്റ്റുകാരുടെ കേസായതിനാൽ അത്ര വേഗം തലയുയരാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം. ഭാര്യയും മകനും ഉപേക്ഷിച്ച് പോയെങ്കിലും രാജശേഖരൻ ഒപ്പമുണ്ടാകുമെന്ന് കരുതിയിരുന്നു. അതും പോയി. ഡോക്ടർ കലാധരൻ ദീർഘമായി നിശ്വസിച്ചു. കുറച്ചുനേരം പലതും ചിന്തിച്ചിരുന്നിട്ട് അയാൾ പെട്ടെന്ന് കാറിൽ കയറി നേരെ മൂന്നാറിലേക്ക്. അവിടെയാണ് സരസമ്മയുടെ വീട്. രാജമലയിൽ വൻ തിരക്ക്. റോഡിനിരുവശത്തും നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ. ഏതോ പത്രത്തിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങി എന്നൊരു വാർത്ത വന്നതോടെ പാഞ്ഞെത്തിയിരിക്കുകയാണ് ടൂറിസ്റ്റുകാർ. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പിന്നിട്ട് അടിമാലിക്ക് പോകുന്ന ഭാഗത്തായിരുന്നു സരസമ്മയുടെ കുടുംബം. ഗേറ്റ് കടന്ന് കാർ മുറ്റത്തേക്ക് കയറി നിന്നു. സിറ്റൗട്ടിൽ സരസമ്മയുടെ അച്ഛൻ CP മേനോൻ ഉണ്ടായിരുന്നു. പഴയ മിലിട്ടറിക്കാരൻ. കാറിൽ നിന്നിറങ്ങിയ കലാധരനെ മേനോൻ രൂക്ഷമായി ഒന്ന് നോക്കി. ഞാൻ അയാൾ പതറി. ഭാര്യയെ മകനെ കാണാനുള്ള പരിവാണെങ്കിൽ കലാധര, നീ അതിന് മഞ്ഞുകൊള്ളണ്ട. വിവരങ്ങളെല്ലാം എനിക്കറിയാം. ഈ പ്രായത്തിലും നിനക്ക് തോട്ടത്തിലെ തമിഴത്തികളെ മതി. നീ ഒരുത്തം കാരണമാ നിന്റെ മോനിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതും. അനാവശ്യ ശീലങ്ങളൊക്കെ നിന്നിൽ നിന്നാ അവൻ പഠിച്ചത്. അമ്മാവ ഞാൻ കലാധരൻ ചുണ്ടനക്കി. വേണ്ടടാ, നീ ഒരു കള്ളവും പറയണ്ട. സത്യം പറയാൻ ഒരിക്കലും നിന്റെ നാക്കു വഴങ്ങത്തില്ലെന്ന് എനിക്കറിയാം. ഇനി അറിയേണ്ടത് ഒന്നേയുള്ളൂ. നീ എന്തു കൊടുത്ത് ഒതുക്കിയാലും ഇനി എപ്പോഴാണ് നിന്റെ മോനെ തേടി പോലീസ് വരുന്നത്? കലാധരൻ്റെ മുഖം കുനിഞ്ഞു. മേനോൻ എഴുന്നേറ്റു. എൻ്റെ മകൾ നിനക്കൊരു വക്കീൽ നോട്ടീസ് അയക്കും. നാളെയോ മറ്റന്നാളോ. നീ ജയിലിൽ നിന്നിറങ്ങാൻ വേണ്ടിയാ കാത്തിരുന്നത്. അവൾക്കിനി ഇങ്ങനെയൊരു ഭർത്താവ് വേണ്ട. ഞെട്ടിപ്പോയി കലാധരൻ. എന്തൊക്കെ ചെയ്ത് പണമുണ്ടാക്കിയാലും കുടുംബം ശിഥിലമായാൽ. ഒരു വട്ടം കൂടി കലാധരനെ സൂക്ഷിച്ചു നോക്കിയിട്ട് മേനോൻ അകത്തേക്ക് കയറി. കലാധരന് മുന്നിൽ ശക്തിയിൽ വാതിലടഞ്ഞു. കലാധരൻ അവിടെ നിന്ന് ചുറ്റും നോക്കി. എവിടെയെങ്കിലും സരസമ്മ നിൽപ്പുണ്ടോ? ഇല്ല. അയാൾ കാറിൽ കയറി മടങ്ങി. അടുത്ത ദിവസം കോവിൽക്കടവ് വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് സുഖദേവിൻ്റെ ബൈക്ക് പോർച്ചിൽ വന്നു നിന്നു. അയാളെ കണ്ട് കുട്ടികൾ ഓടിയെത്തി. സാറിനെ തിരിച്ചെടുക്കാൻ കോടതി പറഞ്ഞു അല്ലേ? അവർ തിരക്കി. അയാളൊന്ന് തലയാട്ടി. ഞാൻ HMനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സുഖദേവ് അകത്തേക്ക് പോയി. സ്റ്റാഫ് റൂമിലാണ് ആദ്യം എത്തിയത്. ടീച്ചേഴ്സ് ഒരു പ്രത്യേക ഭാവത്തിൽ അയാളെ നോക്കി. മാനേജറോട് നേരിട്ട് പൊരുതുന്നവൻ എന്നൊരു ഭാവത്തിൽ. വിദ്യ ടീച്ചർ സന്തോഷത്തോടെ എഴുന്നേറ്റു. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. പൂച്ചയ്ക്ക് ആര് മണിക്കെട്ടുമെന്നായിരുന്നു സംശയം. സാർ അത് സാധിച്ചു. വേണ്ട ടീച്ചറെ, സുഖദേവ് വിലക്കി. ഈ പറയുന്നതൊക്കെ ഇപ്പം തന്നെ മാനേജറുടെ കാതിലെത്തും. അഭിലാഷ് സാറിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. വരുന്നത് വരട്ടെ സാറേ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ധൈര്യം വന്നത്. അവൾ ചിരിച്ചു. പിന്നെ ഇന്ന് രാവിലെ മാനേജറുടെ കാർ റോഡിലൂടെ പോയി. പക്ഷേ കക്ഷി ഇങ്ങോട്ടൊന്നും നോക്കിയത് കൂടിയില്ല. കോടതി വിധി എന്നും ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു, താര ടീച്ചറും പറഞ്ഞു. സുഖദേവ് തലയനക്കി. ടീച്ചറെ, മാനേജറുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായി വിജയിച്ചുവെന്ന് വരുത്താനല്ല ഞാനിത് ചെയ്തത്. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. ജീവിച്ചു പോകണ്ടേ? ഭൂരിഭാഗം പേരുടെയും ഉള്ളിൽ എന്താണെന്ന് സുഖദേവനറിയാം. ധർമ്മരാജിനെ ഭയന്ന് ആരും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ അഭിലാഷ് പറഞ്ഞത് മറ്റൊന്നാണ്. ഇനി സാറ് എന്നും മാനേജറുടെ നോട്ടപ്പുള്ളിയായിരിക്കും. ഒരു ചെറിയ കാര്യം പോലും അദ്ദേഹം ഇനി ശ്രദ്ധിക്കും. ഞാൻ നോക്കിക്കോളാം. സുഖദേവ് നേരെ ഹെഡ് മിസ്ട്രസിൻ്റെ മുറിയിലേക്ക് ചെന്നു. അയാളെ കണ്ടതും തങ്കമണി ടീച്ചറുടെ മുഖം വിളറി. സാറ് ഇരിക്കേ. അതിനൊന്നും നേരമില്ല ടീച്ചറെ, ഇതിവിടെ തരാൻ വന്നതാ. അയാൾ കോടതി വിധിയുടെ പകർപ്പ് അവർക്ക് കൈമാറി. ഇനി എന്ത് വേണമെന്നോ കോടതിയെ അനുസരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതോ ടീച്ചറാ. അയാൾ തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തിയിട്ട് ഇത്രയും കൂടി പറഞ്ഞു. തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഹാഫ് ഡോർ തുറന്ന് അയാൾ പോയി. സ്തബ്ധയായി തങ്കമണി ടീച്ചർ ഇരുന്നു. സ്കൂൾ മുറ്റത്ത് നിന്ന് സുഖദേവിൻ്റെ ബൈക്ക് അകന്നു പോകുന്നതിൻ്റെ ശബ്ദം ഹെഡ് മിസ്ട്രസ് തങ്കമണി ടീച്ചറിൻ്റെ കാതിൽ മുഴങ്ങി. തളർച്ചയോടെ അവർ കസേരയിലിരുന്നു. കോടതി വിധി മാനേജർക്ക് മാത്രമല്ല തനിക്കും കൂടിയുള്ളതാണ്. സുഖദേവിൻ്റെ സർവീസ് ബുക്ക് പുനർനിർമ്മിക്കുന്നതിന് ശ്രമകരമായ ജോലിയാണ്. അറ്റൻഡൻസ് രജിസ്റ്ററും ലീവ് രജിസ്റ്ററും അക്വിറ്റൻസ് രജിസ്റ്ററും എല്ലാം ഒത്തുനോക്കി വേണം അതുണ്ടാക്കാൻ. മാത്രമല്ല മാനേജർ സമ്മതിക്കാതെ താൻ സുഖദേവനെ രജിസ്റ്ററിൽ ഒപ്പിടിപ്പിച്ചാൽ അതാവും അടുത്ത പ്രശ്നം. എന്ത് വേണമെന്നറിയാതെ തങ്കമണി ടീച്ചർ കുഴങ്ങി. എന്തായാലും മാനേജരോട് സംസാരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ഫോൺ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യണമെന്നില്ല. സായാഹ്നം തങ്കമണി ടീച്ചർ ഭർത്താവിനെയും കൂട്ടിയാണ് വട്ടവടയിലെ വല്ലീശ്വരൻ ധർമ്മരാജിൻ്റെ വീട്ടിലെത്തിയത്. ധർമ്മരാജ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം മുഖത്തൊന്ന് ഒരു നീരസം ഉണ്ടായെങ്കിലും ടീച്ചറുടെ ഭർത്താവിനെ കൂടി കണ്ടതുകൊണ്ടാവണം അനിഷ്ടം പുറത്തു കാട്ടിയില്ല. ടീച്ചർ ഇരിക്കേ. തനിക്കെതിരായുള്ള കസേരയിലേക്ക് അയാൾ കഴിച്ചുകൊണ്ടി. ടീച്ചറും ഭർത്താവും ഇരുന്നു. ഇനി പറഞ്ഞോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അയാൾ സെൽഫോൺ എടുത്ത് സമയം നോക്കി. ചുരുങ്ങിയ വാക്കുകളിൽ ടീച്ചർ കാര്യം പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ധർമ്മരാജ് അമർത്തി മൂളി. ഏതായാലും 2 ആഴ്ചത്തെ സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. അവൻ വന്നാൽ സ്കൂൾ മുറ്റത്തേക്ക് പോലും കയറ്റണ്ട, കടുപ്പിച്ചാണ് അയാൾ പറഞ്ഞത്. ഞാൻ വാച്ചറോടും പറഞ്ഞോളാം. ശരി സാർ. ടീച്ചറും ഭർത്താവ് എഴുന്നേറ്റ് അയാളെ തൊഴുതു. പിന്നെ മടങ്ങി. ധർമ്മരാജ് ഫോണെടുത്ത് തൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ചു. ആ നേരത്ത് കാന്തല്ലൂരിൽ തൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുകയായിരുന്നു ഡോക്ടർ കലാധരൻ. 1 മണിക്കൂറോളമായി അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഒരു പേഷ്യൻ്റ് പോലും അവിടേക്ക് ചെന്നില്ല. സാധാരണ ഈ സമയത്ത് നല്ല തിരക്കുണ്ടാകേണ്ടതാണ്.
ജനങ്ങൾ ഒറ്റക്കെട്ടായി തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് കലാധരന് തോന്നി. പൊട്ടിയ ജനൽ ചില്ലുകളും മറ്റും അയാൾ മാറ്റിച്ചിരുന്നു. ഇന്നിനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ കലാധരൻ എഴുന്നേറ്റു. പോയേക്കാം അയാൾ വിചാരിച്ചു. പക്ഷെ ആ നേരത്ത് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു. അത് ക്ലിനിക്കിന് നേരെ വെട്ടിത്തിരിഞ്ഞു നിന്നു. ജനാലയിലൂടെ കലാധരൻ നോക്കി. ജീപ്പിൽ നിന്ന് CI അലക്സാണ്ടറും പോലീസുകാരും ഇറങ്ങുന്നു. കലാധരന്റെ നെറ്റി ചുളിഞ്ഞു. പോലീസ് സംഘത്തിന്റെ വരവ് അശുഭലക്ഷണമാണ്. അയാൾ ഫോൺ എടുത്തു. വല്ലീശ്വരൻ ധർമ്മരാജനെ വിളിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അപ്പോഴേക്കും വാതിൽക്കൽ അലക്സാണ്ടറും ASI രാഹുൽ രാജും തലനീട്ടി. ഡോക്ടർ എന്താ പുറപ്പെടാൻ ഭാവിക്കുകയായിരുന്നോ? അലക്സാണ്ടർ ചിരിച്ചു. അതെ, നിങ്ങൾക്ക് തിടുക്കപ്പെട്ടൊന്നും ചെയ്യാനില്ലെന്നറിയാം. അതുകൊണ്ടൊന്നിരിക്കണം, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. വീഴും പോലെ കലാധരൻ കസേരയിലിരുന്നു. എതിരെ അലക്സാണ്ടറും. രാഹുൽ രാജ് വാതിൽക്കൽ നിന്നതേയുള്ളൂ. ഡോക്ടർ എത്ര കാലമായി ഇവിടെ ക്ലിനിക്ക് തുടങ്ങിയിട്ട്? അലക്സാണ്ടർ തിരക്കി. 10-15 വർഷമായി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പറയുമ്പോൾ ജാഗരൂകമായിരുന്നു കലാധരൻ്റെ മനസ്സ്. തൻ്റെ നാവിൽ നിന്ന് അറിയാതെ പോലും ഒന്ന് പുറത്തു പോകരുത്. പക്ഷേ ഇന്നാരെയും കാണുന്നില്ലല്ലോ. കലാധരൻ്റെ മുഖം വിളറി. ഓ, ആർക്കും അസുഖമുണ്ടായിരിക്കട്ടെ അല്ലേ? കലാധരൻ മിണ്ടിയില്ല. ഇത് ഹോമിയോ ക്ലിനിക് അല്ലേ? അതെ സാർ. അലക്സാണ്ടർ തുറന്നു കിടന്നിരുന്ന അടുത്ത മുറിയുടെ വാതിലിലൂടെ പാളി നോക്കി. അവിടെ ഷെൽഫിൽ മരുന്നുകൾ കണ്ടു. പക്ഷേ ആ ഇരിക്കുന്നതൊക്കെ അലോപ്പതി മരുന്നുകളാണല്ലോ ഡോക്ടർ. കലാധരൻ്റെ നാവ് വരണ്ടു. ആസന്നമാകുന്ന അപകടം അയാൾക്ക് ബോധ്യമായി. അത് പിന്നെ അത്യാവശ്യക്കാർ വരികയാണെങ്കിൽ അയാൾ പരിങ്ങി. അത് ശ്രദ്ധിക്കാതെ അലക്സാണ്ടർ എഴുന്നേറ്റ് അടുത്ത റൂമിൽ ചെന്ന് നോക്കി. അവിടെ സിറിഞ്ചുകളും മറ്റും കണ്ടു. പകുതി മെഡിസിൻ എടുത്ത ബോട്ടിലുകളും. അലക്സാണ്ടർ തിരിഞ്ഞു. പഠിച്ചത് ഹോമിയോപ്പതി, ചികിത്സിക്കുന്നത് മോഡേൺ മെഡിസിൻ. അതെങ്ങനെ ശരിയാകും ഡോക്ടർ? അത് പിന്നെ ഏതെങ്കിലും ചെറിയ കേസുകൾ വരികയാണെങ്കിൽ അയാൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല അലക്സാണ്ടർ. ഇത് വലിയൊരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ചെയ്യുന്നത്. അതും 10-15 വർഷമായിട്ട്. ആം ഐ കറക്റ്റ്? അലക്സാണ്ടറുടെ കണ്ണുകളിൽ ഒരു കൗശലം മിന്നി. അത് ഞാൻ സാധാരണ ഇത്തരം ക്ലിനിക്കുകളിൽ അലോപ്പതി ചികിത്സയും നടത്താറുണ്ട്. കലാധരൻ്റെ ശബ്ദം വിറച്ചു തുടങ്ങി. ഉണ്ടാവാം, പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇത് തെറ്റാണോ ശരിയാണോ എന്നാണ്. തെറ്റാണ്, കലാധരൻ സമ്മതിച്ചു. ഓക്കെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് തെറ്റുകൾക്ക് ശിക്ഷയുമുണ്ട് എന്നത് ഡോക്ടർക്ക് അറിയാമല്ലോ. അറിയാം, പക്ഷേ എന്നെ രക്ഷിക്കണം സാർ. പെട്ടെന്ന് കലാധരൻ എഴുന്നേറ്റ് കൈകൂപ്പി. അലക്സാണ്ടർ തല വെട്ടിച്ചു. രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഞാനല്ല ഡോക്ടർ, കോടതിയാണ്. സാർ, സോറി ഡോക്ടർ. പോലീസ് സംഘം അവിടെ ഇരുന്ന മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി. അത് ഒത്തുനോക്കിയിട്ട് ഡോക്ടറെ കൊണ്ട് അതിൽ ഒപ്പുവയ്പ്പിച്ചു. ഏറ്റവും അമ്പരിപ്പിച്ച കാര്യം, അതിൽ പല മരുന്നുകളും മെൻ്റൽ ട്രീറ്റ്മെൻറ്റിനും മറ്റും നൽകുന്നതായിരുന്നു. എന്താണ്, ലഹരി ഉപയോഗിക്കുന്നവർക്കും നൽകാവുന്ന മരുന്നുകൾ. ക്ലിനിക്കിൽ പോലീസ് കയറിയതറിഞ്ഞ് റോഡിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അവർക്കിടയിലൂടെ ഡോക്ടർ കലാധരനെ വിലങ്ങ് വെച്ച് അലക്സാണ്ടർ കൊണ്ടുപോയി. ജീപ്പ് അകന്നു പോകുമ്പോഴും പിന്നിൽ ജനങ്ങളുടെ കൂക്കുവിളി കേൾക്കാമായിരുന്നു. ആ വാർത്തയും വല്ലീശ്വര ധർമ്മരാജന് ഒരു കടുത്ത പ്രഹരമായിരുന്നു. ആദ്യം രാജശേഖരൻ, ഇപ്പോൾ കലാധരൻ. തൻ്റെ ഇടത്തും വലത്തും ഉള്ളവരാണ് നഷ്ടമായിരിക്കുന്നത്. പലതിനും തൻ്റെ ബിനാമികൾ. ഈ കളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ അത് തനിക്ക് ആപത്താണെന്ന് അയാൾക്കുറപ്പായി. എല്ലാത്തിൻ്റെയും ബുദ്ധികേന്ദ്രം സുഖദേവാണെന്ന് അയാൾ വിശ്വസിച്ചു. അവനെ വീഴ്ത്താൻ ഇനി വൈകിക്കൂടാ. ആ നേരത്ത് അവനെ സഹായിക്കാൻ ആ CIയും ഉണ്ടാകരുത്. ധർമ്മരാജിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു അത്. ബംഗ്ലാവിന് മുന്നിലെ പുൽത്തകടിയിൽ നിർമ്മിച്ചിരുന്ന കസേരയിലായിരുന്നു അയാൾ. മുന്നിൽ ആജ്ഞ കാത്ത് ശിവലിംഗം ഉണ്ടായിരുന്നു. പകുതിയൊഴിഞ്ഞ മധ്യ ഗ്ലാസ് കയ്യിൽ വെച്ച് തിരിച്ചുകൊണ്ട് ധർമ്മരാജ് ശിവലിംഗത്തെ നോക്കി. CI അലക്സാണ്ടർ താമസിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? അറിയാം. ശിവലിംഗം തലയാട്ടി. എങ്കിൽ നാളെ മുതൽ കുറേ കാലത്തേക്ക് അയാൾ സ്റ്റേഷനിൽ എത്താൻ പാടില്ല. കൊല്ലരുത്. നീ ആരാണെന്ന് അയാൾ മനസ്സിലാക്കുകയും അരുത്. നമ്മുടെ 3-4 ഡ്രൈവർമാരെ കൂടി കൂട്ടിക്കോ. ശരി സാർ. ശിവലിംഗത്തിന് ഉത്സാഹമായി. കാരണം അലക്സാണ്ടറോട് തീർക്കാൻ ഒരു പക അയാൾക്കുണ്ടായിരുന്നല്ലോ. ധർമ്മരാജ് പറയാതെ അത് ചെയ്താൽ പിന്നിൽ നിന്ന് സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നത് മാത്രമാണ് ഇത്രയും നാൾ കാത്തത്. എന്നാൽ നീ ചെല്ല്. ശിവലിംഗം പിന്തിരിയാൻ ഭാവിക്കുമ്പോഴാണ് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. ഇരുവരും അവിടേക്ക് തിരിഞ്ഞു നോക്കി. ഒരാൾ അവിടേക്ക് ഓടി വരുന്നു. ധർമ്മരാജിൻ്റെ മുന്നിൽ നിന്ന് അയാൾ കിതച്ചു. ശിവദാസൻ. ധർമ്മരാജിൻ്റെ നെറ്റി ചുളഞ്ഞു. എന്താണ് വല്ലാതെ? ആഹാരം പോലും കഴിച്ചിട്ട് 2 ദിവസമായി സാറേ. ഞാൻ ഈ പരിസരത്ത് തന്നെയുണ്ടെന്ന് പോലീസ് അറിഞ്ഞിട്ടുണ്ട്. അവർ എന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ എനിക്ക് കഴിയേണ്ടി വന്നു. ധർമ്മരാജിൻ്റെ മുഖം മുറുകി. നിനക്ക് എന്നെ ഫോണിൽ വിളിച്ചുകൂടായിരുന്നോ? ഫോൺ പോയി സാറേ. പ്രഭാകരൻ്റെ വീട്ടിൽ വെച്ച് പട്ടി ഓടിച്ചപ്പം രാത്രിയിൽ തിരിച്ചു പോയി നോക്കി, കണ്ടില്ല. ധർമ്മരാജ് ഒന്ന് ഞെട്ടി. താൻ ഫോൺ ചെയ്തപ്പോൾ പിന്നെ അറ്റൻഡ് ചെയ്തത് ആര്? ഇപ്പോൾ മിന്നൽ വേഗത്തിൽ അയാൾക്കൊരു കാര്യം ബോധ്യമായി. തോട്ടൻ രാജിന് പിടിവീണതും അങ്ങനെ തന്നെ. ഇയാളുടെ ഫോൺ പോലീസിൻ്റെ പക്കലാണ്. സംശയം ഒന്നുകൂടി ഉറപ്പിക്കാനായി അയാൾ തൻ്റെ ഫോൺ എടുത്ത് ശിവദാസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. 4 തവണ ബെല്ലടിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ. മറുതലയ്ക്കൽ അടച്ച ശബ്ദം. ശിവദാസനല്ലേ? ആന്ന് സാറേ. നിന്റെ പനി മാറിയില്ലേ? ഇല്ല. ഫാ. ഒറ്റ ആട്ടായിരുന്നു ധർമ്മരാജ്. എടാ പോലീസ് പട്ടി, നീ സ്വരം മാറ്റി സംസാരിച്ചാൽ ഞാൻ അറിയത്തില്ലെന്ന് കരുതിയോടാ. അടുത്ത നിമിഷം അപ്പുറത്ത് കാൾ കട്ട് ചെയ്തു. ശിവലിംഗം, അതവൻ തന്നെയാ, അലക്സാണ്ടർ. ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട. വിട്ടോ.
ശരി സാർ. പിന്നെ ഇയാളെ കൂടി കൊണ്ടുപോയിക്കോ. നമ്മുടെ ഏതെങ്കിലും താവളത്തിൽ ഒളിപ്പിച്ചേര്. ധർമ്മരാജ് ശിവദാസിൻ്റെ നേർക്ക് തിരിഞ്ഞു. ചെല്ല്. ഞാൻ പറയാതെ ഇനി പുറത്തിറങ്ങരുത്. ഇല്ല സാർ. പെട്ടെന്ന് അയാൾ ഷർട്ടിനുള്ളിലേക്ക് കൈക്കടത്തി ചതുരത്തിലുള്ള ഒരു പൊതിയെടുത്ത് ധർമ്മരാജിനെ ഏൽപ്പിച്ചു. ശേഷം ശിവലിംഗത്തിൻ്റെ കൂടെ പോയി. ആ നേരത്ത് ശിവദാസിൻ്റെ ഫോണും കയ്യിൽ വെച്ച് അനങ്ങാതെ ഇരിക്കുകയായിരുന്നു CI അലക്സാണ്ടർ. ധർമ്മരാജ് തന്നെ മനസ്സിലാക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. എങ്കിലും കാര്യം ഉറപ്പായി. ശിവദാസിനും ധർമ്മരാജും തമ്മിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ധർമ്മരാജ് അയാളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്തണം. അലക്സാണ്ടർ രാഹുൽ രാജിനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. സാർ. രാഹുൽ രാജ് വന്ന് അറ്റൻഷനായി. ഈ വല്യേശ്വരൻ ധർമ്മരാജിന് എവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്നെല്ലാം കണ്ടെത്തണം. നാളെ നേരെ പുലരും മുമ്പ് നമുക്ക് ശിവദാസിനെ പിടിക്കണം. സാർ. രാഹുൽ രാജ് വേഗം ക്യാബിൻ വിട്ടു. സമയം രാത്രി 10 മണി. അലക്സാണ്ടർ തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. സ്റ്റേഷനിൽ നിന്ന് 200 മീറ്ററോളം അകലെയായിരുന്നു അത്. 3 മുറികളും കിച്ചണുമുള്ള ഒരു കെട്ടിടം. അധികം ഉയരമില്ലാത്ത മതിൽ. അതിനപ്പുറം കരിമ്പീൻ തോട്ടമാണ്. നേർത്ത മഞ്ഞും നിലാവും ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് അലക്സാണ്ടർ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു. സാധാരണ അങ്ങനെ ഇരിക്കാറുണ്ട്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കരിമ്പിൻ പൂക്കുലകളിൽ നിലാവ് പതിക്കുമ്പോൾ അത് വെള്ളി പോലെ തിളങ്ങും. വളരെ മനോഹരമായ കാഴ്ചയാണത്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന കാഴ്ച. ഒരു കാറ്റ് വീശി. കരിമ്പിൻ പൂക്കുലകൾ ഇളകി. പച്ചപ്പാമ്പുകളെപ്പോലെ കരിമ്പോലകളും. എവിടെയോ ഒരു വാഹനം വന്നു നിൽക്കുന്ന ഒച്ച. ശിവദാസിനെ കണ്ടെത്തതിനെക്കുറിച്ചാണ് അലക്സാണ്ടർ ചിന്തിച്ചത്. ഒരുപക്ഷെ അയാളിലൂടെ ധർമ്മരാജൻ്റെ കറുത്ത ബിസിനസ്സുകളെക്കുറിച്ചുള്ള സൂചനകളും കിട്ടിയേക്കാം. സമയം 11 മണി. അലക്സാണ്ടർ എഴുന്നേറ്റു. അകത്തേക്ക് പോവാൻ ഭാവിക്കുമ്പോൾ അടുക്കള വാതിൽക്കൽ ആരോ തട്ടിയതുപോലെ തോന്നി. കാറ്റിൽ കേട്ട ശബ്ദമാവാം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ വീണ്ടും കുറച്ചുകൂടി ഒച്ചയിൽ ശബ്ദം കേട്ടു. അലക്സാണ്ടറുടെ മനസ്സ് ജാഗരൂകമായി. താൻ അകത്തുകൂടി ചെന്ന് വാതിൽ തുറന്നാൽ മുന്നിൽ നിൽക്കുന്നവനെ ആക്രമിക്കാൻ എളുപ്പമാണ്. പുറത്തുകൂടി ചെല്ലുന്നതാണ് ബുദ്ധി. അയാൾ പെട്ടെന്ന് മുറ്റത്തിറങ്ങി ഭിത്തിയോട് ചേർന്ന് അടുക്കള ഭാഗത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ചുറ്റും നോക്കി. ഇല്ല. അടുക്കള ഭാഗത്തെയും ലൈറ്റുകൾ തെളിച്ചിരിക്കുകയാണ്. തൻ്റെ തോന്നലായിരുന്നോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്തിരിഞ്ഞതും മതിലിനപ്പുറത്ത് ചില തലകളുയർന്നു. കുരങ്ങലുകളെ പോലെ. ചിലർ അതിന് മുകളിലേക്ക് കുതിച്ചു കയറി. അലക്സാണ്ടർ ഒച്ചകെട്ട് വെട്ടിത്തിരിഞ്ഞു. പക്ഷേ വൈകിപ്പോയി. 5 പേർ അയാൾക്ക് നേരെ ചാടി വീണു. ശരീരം മുഴുവൻ കരിയോയിൽ പൂശിയ നിക്കർ മാത്രം ധരിച്ച ചിലർ. തനിക്ക് അടികിട്ടും മുമ്പ് അയാൾ അങ്ങോട്ട് ആക്രമിച്ചു. ഒരുത്തൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. പക്ഷേ വഴുതിപ്പോയി. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് അയാളുടെ കാൽമുട്ടിന് താഴെ അടിയേറ്റു. ഹാ! അലക്സാണ്ടർ പുറകിലേക്ക് വളഞ്ഞു വീണു. കുറുവടികൾ ഉയർന്നു താണു. അലക്സാണ്ടറുടെ നിലവിളി കരിമ്പിൻ തോട്ടത്തെ പിടിച്ചുലച്ചു. കൊല്ലണ്ട! അതിനിടയിൽ ആരോ പറയുന്നത് അയാൾ കേട്ടു. തൻ്റെ ശിരസിന് നേരെ ഒരു കുറുവടിയുടെ കറുത്ത നിഴൽ താണു വരുന്നത് CI അലക്സാണ്ടർ കണ്ടു. അടിയുടെ വേദന മറന്ന അയാൾ കൈകൾ നീട്ടി കുറുവടിയിൽ പിടിച്ച് പിന്നിലേക്ക് ശക്തിയായി വലിച്ചു. പിന്നെ വടിയുടെ മറുഭാഗത്തെ പിടിച്ചിരുന്നവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി അമർത്തി. ചിലന്തികൾ ഇരയെ മുറുക്കുന്നത് പോലെ. അസ്പഷ്ടമായ ഒരു ശബ്ദം അയാളിൽ നിന്ന് പുറത്തു വന്നു. അതാരും പ്രതീക്ഷിച്ചതല്ല. തൻ്റെ കഴുത്തിലെ കശേരുക്കൾ തകരുന്നതുപോലെ തോന്നി അയാൾക്ക്. ശിവലിംഗമായിരുന്നു അത്. അയാളുടെ മുഖം അലക്സാണ്ടർ താടിക്കടിയിൽ അമർന്നിരിക്കുകയാണ്. ശ്വാസം മുട്ടി അയാൾ പിടയാൻ തുടങ്ങി. തറയിൽ കൈക്കുത്തി എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല. 1, 2, 3. ആയുർദൈർഘ്യം കുറയുകയാണ്. ഒപ്പം വന്ന ഡ്രൈവർമാർക്ക് ആപത്ത് ബോധ്യമായി. കുറുവടികളിട്ടിട്ട് അവർ അലക്സാണ്ടറുടെ കൈകൾ ബലമായി പിടിച്ചകറ്റാൻ നോക്കി. സാധിക്കുന്നില്ല. ഇരുമ്പ് പൂട്ട് വീണതുപോലെ. വിടടാ! ഒരുത്തൻ അലറി. പിന്നെ കുറുവടിയെടുത്ത് അലക്സാണ്ടറുടെ കാൽപ്പത്തിയിൽ ഒറ്റയടി. അസ്ഥികൾ പൊട്ടിയ വേദനയിൽ അലക്സാണ്ടർ വിലപിച്ചു. കൈകൾ ഒന്നയഞ്ഞു. അത് മതിയായിരുന്നു ശത്രുക്കൾക്ക്. വളഞ്ഞ ഉരുക്ക് കമ്പി വലിച്ചു നിവർക്കുന്നത് പോലെ അവർ അലക്സാണ്ടറുടെ കൈകൾ പിടിച്ചകറ്റി. ഒരാൾ ശിവലിംഗത്തെയും വലിച്ചുയർത്തി. നിവർന്നു നിന്നിട്ട് അയാൾ കഴുത്തിൽ തടവിക്കൊണ്ട് ശ്വാസം വലിച്ചുവിട്ടു. പിന്നെ അരിശത്തോടെ അലക്സാണ്ടറുടെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞു ചവിട്ടി. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ. റോഡിനപ്പുറത്തു നിന്ന് കരിമ്പിൻ തോട്ടത്തിലൂടെ തിടുക്കപ്പെട്ടു വരുന്ന ടോർച്ചിൻ്റെ വെളിച്ചം. 7 എണ്ണം. പൊയ്ക്കോടാ, അപകടം! ശിവലിംഗം വിളിച്ചു പറഞ്ഞു. ആ സംഘം മതിലിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ചാടി. കാട്ടുപന്നികളെപ്പോലെ കരിമ്പോലകൾക്കിടയിലൂടെ ഊളിയിട്ടു. കരിമ്പുകൾ നിന്നുലഞ്ഞു. ഓടി വന്നവർ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു. മണ്ണിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അലക്സാണ്ടർ. പക്ഷെ കഴിയുന്നില്ല. ചെളിയിൽ വഴുതുന്നത് പോലെ വീണ്ടും അവിടേക്ക് തന്നെ വീഴുന്നു. സാറേ! സാറേ! അവർ അയാളെ താങ്ങിപ്പിടിച്ച് സിറ്റൗട്ടിലെ കസേരയിലിരുത്തി. ആരാ സാറേ? സാറിനെ അറിയില്ല. വേഗം സ്റ്റേഷനിൽ വിവരമറിയിക്കുക. അലക്സാണ്ടർ ഞരങ്ങി. ആരോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. 2 മിനിറ്റിനുള്ളിൽ പോലീസ് ജീപ്പ് ഇരമ്പി വന്നു നിന്നു. ASI രാഹുൽ രാജും സംഘവും ചാടിയിറങ്ങി. അവർ അയാളെ താങ്ങി ജീപ്പിൽ കയറ്റി. ജീപ്പ് പാഞ്ഞുപോയി. ഹോസ്പിറ്റൽ. രാവിലെ 7:30. ഡീലക്സ് റൂമിലേക്ക് ഉദ്വേഗത്തോടെ സുഖദേവ് കടന്നു വന്നു. അവിടെ CIക്ക് കൂട്ടുണ്ടായിരുന്ന 2 പോലീസുകാർ പെട്ടെന്ന് എഴുന്നേറ്റു. സുഖദേവിൻ്റെ കണ്ണുകൾ അലക്സാണ്ടറെ അടിമുടി ഒഴിഞ്ഞു. ഇടത് കാൽപ്പത്തി ചേർത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ശരീരത്ത് അങ്ങിങ്ങ് ബാൻഡേജുകൾ. സുഖദേവ് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് അലക്സാണ്ടർ പുഞ്ചിരിച്ചു. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സുഖദേവ് കോൺസ്റ്റബിളിനെ നോക്കി. ഇത്തിരി നേരം നിങ്ങളൊന്ന് പുറത്തു നിൽക്കുമോ? അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഇരുവരും പുറത്തിറങ്ങി. സുഖദേവ് അലക്സാണ്ടറുടെ കിടക്കയിലിരുന്നു. ആരാടാ നിന്നെ? ശിവലിംഗവും കൂട്ടരും. പക്ഷെ അത് തൽക്കാലം പുറത്തുവിടണ്ട. എനിക്ക് അയാളെ മനസ്സിലായില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ.
പിന്നെ ഉണ്ടായതെല്ലാം അലക്സാണ്ടർ വിസ്തരിച്ച് പറഞ്ഞു. സുഖദേവ് ശ്രദ്ധയോടെ കേട്ടിരുന്നു. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പാടാ. നിന്നെ കൊല്ലുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. പകരം കുറച്ച് ദിവസം ലീവിൽ നിർത്തണം. അതിനിടയിൽ അവർക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്. അലക്സാണ്ടർ സുഖദേവിനെ തുറച്ചു നോക്കി. താൻ ഇതുവരെ ചിന്തിക്കാതിരുന്ന കാര്യം. സുഖദേവ് പറഞ്ഞത് 100% ശരിയാണെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് നേർത്ത ചിരിയോടെ അലക്സാണ്ടർ തിരക്കി, ഞാനും നീയും ഒന്നിച്ച് കരാട്ടെ പഠിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതെ. അന്ന് നീ ഇടിച്ചത് എനിക്ക് മറക്കാൻ പറ്റുമോ? സുഖദേവ് തൻ്റെ അടിവയറ്റിൽ തൊട്ട് കാണിച്ചു. നീ തിരിച്ചടിച്ചത് ഞാനും മറന്നിട്ടില്ല. ആ വീര്യമൊക്കെ നിനക്ക് ഇപ്പോഴുമുണ്ടോ? ചോദ്യം മനസ്സിലാകാതെ സുഖദേവ് ഒന്ന് പകച്ചു. മനസ്സിലായില്ല. ആ വീര്യം ഇപ്പോഴുമുണ്ടെങ്കിൽ നീ അവനെ ഒന്ന് പൊക്കണം, ശിവലിംഗത്തെ. അക്കാര്യം നമ്മൾ 2 പേർ മാത്രമേ അറിയാവൂ. എൻ്റെ സ്റ്റേഷനിൽ 3-ൽ 2 ഭാഗം പോലീസുകാരും വല്ലീശ്വരൻ ധർമ്മരാജിൻ്റെ കിമ്പളം പറ്റുന്നവരാ. ഒന്ന് ഞാൻ അറിഞ്ഞതായി ഭാവിക്കുന്നില്ലെന്നേ ഉള്ളൂ. സുഖദേവിൻ്റെ മുഖം മുറുകി. എൻ്റെ വീര്യത്തിന് ഒരു കുറവുമില്ലടാ. നീ ഹോസ്പിറ്റൽ വിടും മുമ്പ് ഞാൻ അവനെ പൊക്കിയിരിക്കും. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടി. യെസ്, അലക്സാണ്ടർ പറഞ്ഞു. വാതിൽ തുറന്ന് ASI രാഹുൽ രാജ് കടന്നു വന്നു. സാർ. എന്തായി? രാഹുൽ രാജ് സുഖദേവിനെ നോക്കി ഒന്ന് മടിച്ചു. കുഴപ്പമില്ലടോ, താൻ പറഞ്ഞോ. ധർമ്മരാജിൻ്റെ ഒളിത്താവളങ്ങളെക്കുറിച്ചും മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഒന്നുകൂടി താൻ ചെയ്യണം. എനിക്കൊരു വീൽ ചെയർ വേണം. സാർ. രാഹുൽ രാജിന് മനസ്സിലായില്ല. നടക്കാൻ കഴിയാത്തവനല്ലേടോ അതിൻ്റെ ആവശ്യം. വീൽ ചെയറിലിരുന്നും നിയമപാലനം നടത്താമെന്ന് തെളിയിക്കാൻ പോവുകയാണ് ഞാൻ. രാഹുൽ രാജ് മാത്രമല്ല, സുഖദേവും അമ്പരന്നു. ആ സമയത്ത് സ്വന്തം ഫാം ഹൗസിലായിരുന്നു വല്ലീശ്വരൻ ധർമ്മരാജ്. ശിവലിംഗവും CIയെ ആക്രമിക്കാൻ പോയ 4 ഡ്രൈവർമാരും ഉണ്ടായിരുന്നു കൂടെ. ധർമ്മരാജ് മനസ്സ് തണുത്തതുപോലെ ഒന്ന് ചിരിച്ചു. നന്നായി. ഇനി ഏതായാലും കുറേ ദിവസത്തേക്ക് അവൻ്റെ ശല്യം ഉണ്ടാവില്ല. അതിനിടയിൽ ചെയ്തു തീർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. സുഖദേവിനെ പൂട്ടാൻ നമ്മൾ കളിക്കുന്ന കളി. അതോടെ അവൻ്റെ എല്ലാ ഇമേജും പോകും. സൂപ്പർ ഹീറോ ചമയുന്ന ഏതൊരു അധ്യാപകനും കൊടുക്കാവുന്ന പണി. ആ രംഗം മനസ്സിൽ കണ്ടതുപോലെ വല്ലീശ്വരൻ ധർമ്മരാജ് സ്വയം അഭിമാനത്തോടെ ചിരിച്ചു. പിന്നെ പറഞ്ഞു, ആ പ്രഭാകരൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മേൽ എപ്പോഴും ഒരു ശ്രദ്ധ നമ്മുടെ ആളുകൾക്കുണ്ടാവണം. ശരി സാർ. സായാഹ്നം 4 മണി. പ്രഭാകരൻ്റെ വീട്ടിൽ അനിശ്ചിതത്വത്തിലായ ഭാവിയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുകയായിരുന്നു പത്മവും മക്കളും. പത്മത്തിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന നൂൽക്കനത്തിലുള്ള മാലയും കഴിഞ്ഞ ദിവസം പണയപ്പെടുത്തിയിരിക്കുകയാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥ. എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ആരും അവരെ അടുപ്പിക്കാത്ത സ്ഥിതി. ആരോ മറവിൽ നിന്ന് തന്ത്രപൂർവ്വം കളിക്കുന്നു എന്നൊരു തോന്നൽ പത്മത്തിനുണ്ട്. വീട്ടുവേലയ്ക്ക് ആളിനെ വേണ്ടവർ പോലും പത്മത്തെ സ്വീകരിക്കാൻ ഒരുക്കമല്ല. ഉള്ള ഭൂമിയിൽ അവർ ചില കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം ലഭിക്കണമെങ്കിൽ മാസങ്ങൾ വേണം. ഇപ്പോൾ ആകെയുള്ള വരുമാനം ദിനം പ്രതി കിട്ടുന്ന 15-20 കോഴിമുട്ടകൾ മാത്രം. അയൽക്കാരി തങ്കമ്മ കഴിഞ്ഞ ദിവസം പത്മത്തെ ഉപദേശിച്ചു. നീയും മക്കളും കൂടി പോയി ധർമ്മരാജ് സാറിനെ കണ്ട് സങ്കടം പറ. അദ്ദേഹം എന്തെങ്കിലും ജോലി തന്ന് സഹായിക്കാതിരിക്കില്ല. പക്ഷേ പത്മം മടിച്ചു. പൊടുന്നനെ കയറ്റം കയറി ഒരു ജീപ്പ് വന്ന് മുറ്റത്ത് നിന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും പത്മത്തിൻ്റെ ഉള്ളിൽ തീയാളി. കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റും 2 ക്ലാർക്കുമാരും. പത്മം പെട്ടെന്ന് എഴുന്നേറ്റു. അകത്തുനിന്ന് തന്മയെയും ആദ്യയും പുറത്തേക്ക് തലനീട്ടി. പ്രസിഡന്റ് ശുഭാനന്ദൻ ഗൗരവത്തിലാണെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സാറേ. പത്മം എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും അയാൾ തടഞ്ഞു. ആവലാതികളും ഇല്ലായ്മയും കേൾക്കാൻ എനിക്ക് സമയമില്ല പത്മം. എൻ്റെ ഒറ്റയാളുടെ ഉറപ്പിന്മേലാണ് ബാങ്ക് നിയമ നടപടികൾക്ക് മുതിരാതെ ഇത്രയും കാലം നിന്നത്. പക്ഷേ ഇനി അതിനാവില്ല. ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഒരാഴ്ചത്തെ സമയം തരും. അതിനുള്ളിൽ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്. പത്മത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. സാർ, ഞങ്ങളുടെ പശുക്കൾ. അതൊക്കെ എല്ലാവർക്കും അറിയാം. പശുക്കളെ കള്ളന്മാർ കൊണ്ടുപോകാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു. ക്ലാർക്കുമാരിൽ ഒരാൾ അവരുടെ കയ്യിൽ ഒരു നോട്ടീസ് നൽകി. കൈപ്പറ്റിയതായി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. പ്രസിഡന്റും സംഘവും ജീപ്പിൽ മടങ്ങി. തന്മയ തളർന്നു നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് നോട്ടീസ് വാങ്ങി നോക്കി. ഇനിയും അടച്ചു തീർക്കേണ്ടത് ലക്ഷങ്ങൾ. മുതലും പലിശയും അടക്കം 9,30,568 രൂപ. ഒരിക്കൽ ശിവദാസനെങ്കിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇതെല്ലാം കൂടി അങ്ങ് വിറ്റാലോ അമ്മേ? തന്മയ ചോദ്യഭാവത്തിൽ പത്മത്തെ നോക്കി. എന്നിട്ട് 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഈ ദുഷ്ടന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങണോ? അതില്ല. മരിക്കേണ്ടി വന്നാൽ പോലും ഒരുത്തനും കടിച്ചു കീറാൻ നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. എങ്കിലമ്മേ. തിണ്ണയിൽ നിന്ന് ആദ്യ തിരക്കി. ഇങ്ങനെ സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ? പത്രങ്ങളിൽ എത്രയോ തവണ വന്നിരിക്കുന്നു ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തെന്ന്. പത്മ അമ്പരപ്പോടെ തിരിഞ്ഞ് മകളെ നോക്കി. കല്ലിച്ച ഭാവം. തന്മയ ആവേശത്തോടെ ആ നോട്ടീസ് വലിച്ചു കീറിയെറിഞ്ഞു. അവൻ്റെയൊക്കെ ഒരു മുന്നറിയിപ്പ്. പിന്നെ അവൾ അമ്പരന്ന് നിൽക്കുന്ന പത്മത്തെ പിടിച്ചു കുലുക്കി. അത് മതി അമ്മേ. ആദ്യം പറഞ്ഞതാ ശരി. നമ്മൾക്ക് മരിക്കാം. പിന്നെ ഒരുത്തൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ടല്ലോ. തെരുവിലിട്ട് ഒരുത്തനും പിച്ചു ചീന്തത്തില്ലല്ലോ. പത്മത്തിൻ്റെ കണ്ണുകളിലെ ഉറവ പെട്ടെന്ന് നിലച്ചു. കുന്നിൻ മുകളിലെ ചുവന്ന് പഴുത്ത സൂര്യൻ്റെ രൂപം അവരുടെ കണ്ണുകളിൽ നിന്നെരിഞ്ഞു. വാ. അവർ മക്കളെ ചേർത്ത് പിടിച്ചു. ശരിക്കും ഉറച്ച തീരുമാനമാണോ നിങ്ങളുടേത്? അതെ അമ്മേ. ഇരുവരും തേങ്ങി. ഇതമ്മ നേരത്തെ വിചാരിച്ച കാര്യമാ മക്കളെ. പക്ഷേ നിങ്ങളോട് പറയാൻ മടിയായിരുന്നു, പേടിയായിരുന്നു. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ സമ്മതിച്ചല്ലോ.
അവർ ഇരുവരുടെയും നെറ്റിയിൽ ചുണ്ടമർത്തി. അങ്ങനെ ഒറ്റ മനസ്സോടെ അവർ ആ തീരുമാനം ഉറപ്പിച്ചു. ആരുടെയും മുമ്പിൽ തോൽക്കാതെ ഈ ലോകത്തോട് യാത്ര പറയുക. അച്ഛൻ പോയപ്പോൾ കൂടെ നമ്മളും അങ്ങ് പോയാൽ മതിയായിരുന്നു അല്ലേ അമ്മേ? തന്മയ പത്മത്തിൻ്റെ വിരലുകളിൽ തൻ്റെ വിരലുകൾ കോർത്തു. അവർ ഒന്ന് മൂളി. ഉള്ളിലെ അമ്പരപ്പ് മാത്രം അപ്പോഴും ബാക്കി നിന്നു. മനസ്സുകൊണ്ട് മരണത്തെ സ്വീകരിക്കാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? തിണ്ണയിൽ അമ്മയ്ക്ക് ഇരുവശത്തുമായി ഇരിക്കുകയായിരുന്നു തന്മയും ആദ്യയും. മുറ്റത്ത് കരിയിലകൾ കിടക്കുന്നത് കണ്ട് ആദ്യം എഴുന്നേറ്റു. നാളെ ആൾക്കാർ തിങ്ങിക്കൂടുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കിടന്നാൽ അത് മാനക്കേടാ. ചൂലെടുത്ത് അവൾ മുറ്റമടിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഇന്നുവരെ അവൾ ഈ പണി ചെയ്തിട്ടില്ലെന്നോർത്തപ്പോൾ പത്മത്തിൻ്റെ നെഞ്ചു പൊടിഞ്ഞു. മുറ്റമടിക്കാൻ പറഞ്ഞാൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് സൂത്രത്തിൽ മുങ്ങുന്നവളാണ് ഇവൾ. അവളാണിപ്പോൾ മക്കൾ കാണുക ഇനി ഒരിറ്റ് കണ്ണീർ പുറത്തു വരരുതെന്ന് പത്മ ഉറപ്പിച്ചു. പെട്ടെന്ന് അവർ അകത്തേക്ക് പോയി ബാത്റൂമിൽ കയറി നിന്ന് കുറച്ചു നേരം കരഞ്ഞു. പിന്നെ മുഖം കഴുകി തുടച്ച് പ്രസന്നത വരുത്തിയിട്ട് തിണ്ണയിലെത്തി. അവരുടെ കയ്യിൽ കുറച്ച് രൂപയുണ്ടായിരുന്നു. മാല പണയം വെച്ചതിൻ്റെ ബാക്കി. അത് അവർ തന്മയ്ക്ക് നേരെ നീട്ടി. നീ കുറച്ച് അരിയും സാധനങ്ങളും വാങ്ങിച്ചോണ്ട് വാ. ഇന്നത്തെ അത്താഴം വിഭവസമൃദ്ധമായിക്കോട്ടെ. സഞ്ജീവും സ്കൂട്ടറിൻ്റെ കീയും എടുത്ത് അവൾ പോകാനിറങ്ങിയപ്പോൾ പത്മം നിർദ്ദേശിച്ചു. എങ്കിൽ കാന്തല്ലൂരിൽ നിന്ന് ഒരു കോഴിയെ കൂടി വാങ്ങിച്ചോണ്ട് പോര്. തന്മയ പെട്രോൾ ടാങ്ക് തുറന്ന് വണ്ടിയൊന്ന് കുലുക്കി നോക്കി. മടങ്ങി വരാനുള്ള പെട്രോൾ കണ്ടേക്കും. അവൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും സങ്കടം അണപ്പൊട്ടി. വണ്ടി ഒതുക്കി. മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അവൾ ചുരിദാറിൻ്റെ ഷാൾ ഉയർത്തി കണ്ണീരൊപ്പി. ആദ്യ വീട്ടു പരിസരം തൂത്ത് വൃത്തിയാക്കുന്നത് കണ്ടുകൊണ്ടാണ് അപ്പുറത്തെ വീട്ടിലെ തങ്കം അങ്ങോട്ട് വന്നത്. ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ. ആദ്യക്കുട്ടി മുറ്റമടിക്കുക. ഞാനീ കാണുന്നത് സത്യം തന്നെയാണോ? ആദ്യ ചൂലുയർത്തി. അതിൻ്റെ പിൻഭാഗം കൈവെള്ളയിൽ കുത്തിക്കൊണ്ട് ഒന്ന് ചിരി വരുത്തി. അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട തങ്കമ്മച്ചി. ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാമെന്ന് മനസ്സിലായല്ലോ. ആയേ, തങ്കമ്മ ഈണത്തിൽ പറഞ്ഞു. അവർ സംസാരിക്കുന്നത് കേട്ട് അടുക്കള ഭാഗത്തു നിന്ന് പത്മവും അങ്ങോട്ട് വന്നു. ഇവിടെ ആകെ ഒരു മാറ്റം പോലെ ഉണ്ടല്ലോ പത്മം. എന്താ കാര്യം? തങ്കമ്മ എല്ലായിടത്തും നോക്കി. മാറ്റം വേണമല്ലോ തങ്കമ്മേ. പത്മം ക്ഷണിച്ചു. വാ, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാം. ഇപ്പം വേണ്ടെന്നേ. ആട്ടെ, ബാങ്കുകാർ ഇങ്ങോട്ട് വരുന്നത് കണ്ടല്ലോ. എന്താ വിഷയം? ലോൺ കുടിശ്ശിക തന്നെ. അയ്യോ, ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും പത്മം? സാരമില്ല, കുറച്ച് പണം ശരിയായിട്ടുണ്ട്. ഞാനും കുഞ്ഞുങ്ങളും നാളെ അത് വാങ്ങാൻ പോവുകയാണ്. അത് കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ ഒരു ബാങ്കുകാരും ഈ മുറ്റത്ത് കാലുകുത്തത്തില്ല. ഹോ, സമാധാനമായി. നിങ്ങളൊന്ന് സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അനിയേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞതേയുള്ളൂ. കുറച്ചു നേരം കൂടി തങ്കമ്മ സംസാരിച്ചിരുന്നിട്ട് പോയി. സന്ധ്യ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി തന്മയെ മടങ്ങിയെത്തി. റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറിയതും അവരുടെ സ്കൂട്ടർ തനിയെ ഓഫായി. ഭാഗ്യം, പെട്രോൾ തീർന്നു. ഏതായാലും വഴിയിൽ കിടക്കേണ്ടി വന്നില്ല, അവൾ മന്ത്രിച്ചു. പത്മവും ആദ്യവും സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. തന്മയെ കൊണ്ടുവന്ന സഞ്ചിയും പ്ലാസ്റ്റിക് കവറുകളും അവർ വാങ്ങി. അരി ഇത്രയും വേണമായിരുന്നോ മോളെ? പത്മ സഞ്ചിയുടെ തൂക്കം കൈക്കൊണ്ട് അളന്നു. ഇരിക്കട്ടെ അമ്മേ, കട്ടപ്പ കുറച്ച് ദിവസമായി പട്ടിണിയിലല്ലേ. ഇന്ന് അവനും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കണം. അവളുടെ സ്വരത്തിന് നല്ല പതർച്ചയുണ്ടായിരുന്നു. മാത്രമല്ല സഞ്ചിയിൽ നിന്ന് കുറച്ച് അരിവാരി അവൾ കോഴിക്കൂടിന് മുമ്പിൽ വിതറുകയും ചെയ്തു. കൂട്ടിൽ കയറിയ കോഴികൾ പോലും ഇറങ്ങി വന്ന് അത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. പത്മവും ആദ്യവും സാധനങ്ങളുമായി അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് എല്ലാം ശരിയാക്കി അടുപ്പത്ത് വെച്ചിട്ട് പത്മവും മക്കളും വന്ന് പഴയ TV മുമ്പിലിരുന്നു. തന്മയെ അത് ഓൺ ചെയ്തു. ശനിയും ഞായറും മാത്രമേ അവർ TV ഉപയോഗിച്ചിരുന്നുള്ളൂ. ആദ്യം നിർബന്ധിച്ചാലും തന്മയെ സമ്മതിച്ചിരുന്നില്ല. പഠിത്തത്തിലെ ശ്രദ്ധ കുറയുമെന്ന് പറയും. TV ഓണായപ്പോൾ ആദ്യം തെളിഞ്ഞത് ന്യൂസ് ചാനലാണ്. ന്യൂസ് റീഡർ ഒരു വാർത്ത വായിച്ചു നിർത്തുകയായിരുന്നു. CI അലക്സാണ്ടറെ ആക്രമിച്ചവരെക്കുറിച്ച് പോലീസിന് ഇതുവരെ യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. അദ്ദേഹം അപകടഘട്ടം തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. പത്മവും മക്കളും പരസ്പരം നോക്കി. നമ്മളെയൊക്കെ സഹായിച്ചതുകൊണ്ടാവാം പാവം CI സാറിനും ഈ ഗതികേട്, പത്മം പറഞ്ഞു. ആദ്യ ചാനൽ മാറ്റി. അതിലൊരു സിനിമ പകുതി പിന്നിട്ടിരുന്നു. മൂവരെ ഒന്നിച്ചിരുന്നത് കണ്ടു. സമയം 9:30. പുറത്ത് കനത്ത കോടമഞ്ഞും കാറ്റും. ചരൽ വാരി വിതറുന്നതുപോലെ ഇലകളിൽ മഞ്ഞു പൊഴിഞ്ഞു. കട്ടപ്പ വരാന്തയിൽ വന്നു നിന്ന് അകത്തേക്ക് തലനീട്ടി ഒരു ശബ്ദമുണ്ടാക്കി. അടുക്കളയിൽ നിന്ന് ചിക്കൻ കറിയുടെ ഗന്ധം അവന് കിട്ടിയിരുന്നു. നിനക്ക് തരാമിടാ. തന്മയ എഴുന്നേറ്റു. 3 പ്ലേറ്റുകൾ നിരത്തി വെച്ച് അവൾ തങ്ങൾക്കുള്ള ചോറ് വിളമ്പി. മറ്റു പാത്രങ്ങളിൽ കറികളും. ബാക്കി ചിക്കൻ കറി ചോറുകാലത്തിലേക്ക് തന്നെ പകർന്ന് അവൾ ഇളക്കി. അതുമായി മുറ്റത്തേക്ക് ചെന്ന് കട്ടപ്പയുടെ പാത്രത്തിൽ ഇട്ടുകൊടുത്തു. ചിക്കൻ കുഴച്ച് ചോറ് കിട്ടിയപ്പോൾ കട്ടപ്പയ്ക്ക് ആർത്തി മൂത്തു. അവൻ തിന്നുന്നത് നോക്കി അവൾ നിന്നു. അവസാനമായപ്പോഴേക്കും അവൻ്റെ തീറ്റയുടെ വേഗത കുറഞ്ഞു. വയറൊരു ചെറുകുടം പോലെയായി. ഒന്നുകൂടി അവനെ തടവിയിട്ട് തന്മയ പിന്തിരിഞ്ഞു. മഞ്ഞിൽ കുളിച്ച പ്രകൃതിയും വീട്ടുവരാന്തയിലുമൊക്കെ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പരതി നടന്നു. ജനിച്ച വീട്, പിച്ച വച്ചും മറിഞ്ഞു വീണും ഓടിക്കളിച്ചും വളർന്ന മുറ്റം. ഇവിടുത്തെ ചെറിയ കൊടികൾക്ക് പോലും തന്നെ അറിയാം. മോളെ, അകത്തു നിന്ന് പത്മം വിളിച്ചു. ദാ വരുന്നമ്മേ. കലവുമായി അവൾ അടുക്കളയിലേക്ക് ചെന്നു. ചോറ് വിളമ്പിയ 2 പാത്രങ്ങൾക്ക് പിന്നിൽ ചമ്മറം പിടഞ്ഞിരിക്കുകയാണ് പത്മവും ആദ്യയും. മൂന്നാമത്തേതിന് മുമ്പിൽ അവളും ഇരുന്നു. പത്മത്തിൻ്റെ അരികിൽ കീടനാശിനിയുടെ ഒരു കുപ്പിയുണ്ടായിരുന്നു. ഒരിക്കൽ കാബേജ് കൃഷി ചെയ്തപ്പോൾ പുഴുക്കളെ തുരുത്താൻ പ്രഭാകരൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്.
അച്ഛനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിച്ചോ മക്കളെ. പത്മ കീടനാശിനിയുടെ കുപ്പി തുറന്നു. അസഹ്യമായ ഒരു ദുർഗന്ധം മുറിയിൽ പരന്നു. തന്മയും ആദ്യം മൂക്ക് പൊത്തി. അതൊന്ന് അടച്ചു വയ്ക്കാമേ. രുചിയോടെ കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇതൊഴിച്ചാൽ മതിയല്ലോ, ആദ്യമാണ് പറഞ്ഞത്. പത്മ മക്കളെ നോക്കി. ഉള്ളിലെ വിങ്ങൽ മറച്ചുകൊണ്ട് അവർ കുപ്പി അടച്ചു വെച്ചു. പിന്നെ മൂവരും കഴിച്ചു തുടങ്ങി. പക്ഷേ തൊണ്ടയിൽ ചോറ് കുരുങ്ങി പോകുന്നത് പോലെ ഇറക്കാൻ കഴിയുന്നില്ല. അമ്മേ, എനിക്കൊരു ഉരുള തരുമോ? ആദ്യ വായി തുറന്നു. ചിക്കൻ ചാറൊഴിച്ച ഒരു ഉരുള ചോറ് അവർ മകളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അമ്മേ, എനിക്കും. തന്മയും വായി തുറന്നു. പത്മം അവർക്കും ഒരു ഉരുള നൽകി. ഇനി മക്കളെ, അമ്മയ്ക്കും കൂടി ഓരോ ഉരുള താ. ആദ്യം തന്മയും പിന്നെ ആദ്യം അമ്മയ്ക്ക് ചോറ് കൊടുത്തു. മൂന്നായി ഭൂമിയിൽ പിറന്നവർ ഒന്നിച്ചുള്ള മടക്കയാത്രയ്ക്കൊരുങ്ങുകയാണ്. മൂവരും അണിഞ്ഞിരുന്നത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രമാണ്. എല്ലാവരുടെയും പാത്രങ്ങളിൽ കുറച്ച് ചോറ് മാത്രം ബാക്കിയായി. നാളെ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം വരുമായിരിക്കും അല്ലേ ചേച്ചി? പെട്ടെന്ന് ഓർത്തതുപോലെ ആദ്യ ചോദിച്ചു. പിന്നെ വരും. ചിലപ്പോൾ നമ്മളെ സ്കൂളിൽ പൊതു ദർശനത്തിന് വയ്ക്കും, തന്മയെ പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൊക്കെ കരയുമായിരിക്കും അല്ലേ? എല്ലാം നമുക്ക് കാണാം മോളെ. ശരീരം മാത്രമല്ലേ പോകുന്നുള്ളൂ. നമ്മുടെ ആത്മാവ് ഒരു പഞ്ഞിത്തുണ്ടു മാതിരി എല്ലാം കണ്ടുകൊണ്ട് ഇവിടെയൊക്കെ കാണും. ആദ്യം ദീർഘമായി നിശ്വസിച്ചു. മക്കളെ, സമയം പോകുന്നു, പത്മം ഓർമ്മപ്പെടുത്തി. ഇനി അത് ഒഴിച്ചാമ്മേ, തന്മയെ പറഞ്ഞു. പത്മ വീണ്ടും കീടനാശിനിയുടെ കുപ്പി തുറന്നു. ഇപ്പോൾ അതിൻ്റെ ദുർഗന്ധം അവർക്ക് അസഹ്യമായി തോന്നിയില്ല. പത്മ മക്കളുടെ ചോറ് കൂടി തൻ്റെ പാത്രത്തിലേക്ക് നീക്കിയിട്ട് അതിൽ വിഷമൊഴിച്ച് ഇളക്കി. മക്കളെ, അമ്മയ്ക്കൊരു ഉമ്മതാ. തന്മയും ആദ്യം ഇരുവശത്തും ഇരുന്ന് പത്മത്തിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുണ്ടുകൾ അമർത്തി. പത്മം തൻ്റെ പാത്രത്തിലെ ചോറ് മൂന്നായി പകുത്തുവെച്ചു. കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയോ വായ് പൊള്ളുകയോ ചെയ്തേക്കാം. എന്നാലും കഴിക്കാതിരിക്കരുത്. കാരണം നമ്മളിൽ ഒരാളെങ്കിലും ബാക്കിയായാൽ അറിയാമല്ലോ, ജീവിതം നരകമായിരിക്കും. ഒരു ഭാഗത്ത് ബാങ്കുകാർ, മറുഭാഗത്ത് നമ്മളെ പിച്ചു ചീന്താൻ തക്കം പാർത്തിരിക്കുന്നവർ. നാളെ വിറങ്ങലിച്ച് കിടക്കുന്ന നമ്മുടെ ശരീരമേ മറ്റുള്ളവർ കാണാവൂ. പത്മം മക്കൾക്ക് അവസാനത്തെ നിർദ്ദേശവും നൽകി. ഇനി ഞാൻ 3 വരെ എണ്ണുമ്പോൾ കഴിച്ചേക്കണം. പത്മം എണ്ണിത്തുടങ്ങി. ചെറുപ്പത്തിൽ ഓണക്കാലത്ത് മിഠായി പെറുക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ കൈനീട്ടി ഇരിക്കുന്നത് പോലെയായിരുന്നു കുട്ടികൾ. പത്മവും അങ്ങനെ തന്നെ. 3 എന്ന് പറഞ്ഞത് മൂവരും ഒരുമിച്ച് ചോറുവാരി വിഴുങ്ങി. നാവ് പൊള്ളുന്നതും തൊണ്ട എരിയുന്നതും അവർ അറിഞ്ഞു. ഒന്നും കാര്യമാക്കിയില്ല. ലക്ഷ്യം ഒന്ന് മാത്രം, മരണം. അജ്ഞാതമായ ഏതോ ലോകത്തേക്ക് എത്തിപ്പെടാനുള്ള അഭിവാഞ്ച. മൂവരും ഒന്നിച്ചാണ് കഴിച്ചു തീർത്തതും. വയറ്റിനുള്ളിൽ കടലിരമ്പ് പോലെ. വെള്ളം കുടിക്കണമെന്ന് തോന്നി തന്മയ്ക്ക്. അവൾ ഗ്ലാസ് എടുത്തു. കുടിക്കല്ലേ മക്കളെ, പത്മം വിലക്കി. മൂവരും വേഗം കൈ കഴുകി. പത്മം പെട്ടെന്ന് വാതിലുകൾ അടച്ച് കൊളുത്തിട്ടു. ഇനി ലൈറ്റ് അണയ്ക്കാം. നമ്മൾ ഛർദ്ദിച്ചെന്നിരിക്കും, നിലവിളിച്ചെന്നിരിക്കും. ആരും എഴുന്നേൽക്കരുത്. പത്മം മുറിയിലെ ലൈറ്റ് കെടുത്തി മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പായയിലേക്ക് വീണു. മരണത്തിൻ്റെ ഇടനാഴിയിലേതുപോലെ അന്ധകാരം. ഇരുളിൽ ആരൊക്കെയോ ഓക്കാനിക്കുകയും പിടയുകയും ഞരങ്ങുകയും ചെയ്യുന്നു. കാലൊച്ച കേട്ടതുപോലെ കട്ടപ്പ കുരച്ചുകൊണ്ട് വീടിന് ചുറ്റും ഓടി. പിന്നെ തിണ്ണയിലേക്ക് ചാടിക്കയറി കതകിൽ മാന്തി. വീണ്ടും വീടിന് ചുറ്റും ഓടി. അപ്പോഴും അകത്ത് പിടച്ചിലുകൾ കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരമായി പട്ടിയുടെ കുര ശ്രദ്ധിച്ചു കിടക്കുകയായിരുന്നു അടുത്ത വീട്ടിലെ തങ്കമ്മ. തക്കതായ കാരണമില്ലാതെ കട്ടപ്പ ഇങ്ങനെ ബഹളം വയ്ക്കാറില്ലല്ലോ എന്ന് അവരോർത്തു. പത്മത്തിൻ്റെ വീടിന് പിന്നിൽ നിന്ന് ചന്ദനം മുറിച്ചു മാറ്റിയ രാത്രിയിലും ഇതേ ബഹളമായിരുന്നു. തങ്കമ്മ സമീപത്ത് കിടന്ന ഭർത്താവിനെ വിളിച്ചുണർത്തി. ദേ, ഒന്ന് എണീറ്റേ. എന്താടി? അനിയന് ദേഷ്യം വന്നു. അപ്പുറത്ത് കട്ടപ്പ ബഹളം വയ്ക്കുന്നത് കേട്ടില്ലേ? പട്ടിയായാൽ കുരയ്ക്കും, അതിന് നിനക്കെന്താടി? തണുപ്പത്ത് എഴുന്നേൽക്കാൻ മടിയായിരുന്നു അനിയന്. അപ്പോഴാണ് മുറ്റത്ത് വന്ന് പട്ടി കുരയ്ക്കുന്നത് അവർ കേട്ടത്. എന്തോ കുഴപ്പമുണ്ട്, എനിക്കുറപ്പാ. തങ്കമ്മ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റിട്ടു. അതോടെ അനിയനും എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ലെന്നായി. തങ്കമ്മ വേഗം ചെന്ന് പുറത്തെ ലൈറ്റ് തെളിച്ചിട്ട് വാതിൽ തുറന്നു. മുന്നിൽ കട്ടപ്പ. അവൻ തങ്കമ്മയെ നോക്കി ഉച്ചത്തിൽ കുരച്ചു. പിന്നെ മുറ്റത്തേക്ക് ചാടി പത്മത്തിൻ്റെ വീട് വരെ ഓടിയിട്ട് തിരിച്ചു വന്നു. ഒന്ന് വേഗം വാനിയേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. ടോർച്ചും എടുത്തുകൊണ്ട് തങ്കമ്മ ആദ്യം ഇറങ്ങി. പിന്നാലെ അനിയനും. കട്ടപ്പ ഓടിച്ചെന്ന് പത്മത്തിൻ്റെ വാതിലിൽ മാന്തി. തങ്കമ്മയോ അനിയനും പരസ്പരം നോക്കി. പിന്നെ തിണ്ണയിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു. പത്മം, മക്കളെ. മറുപടിയില്ല. അകത്തെന്തോ ഞരക്കം കേട്ടതുപോലെ അനിയൻ വാതിലിൽ തട്ടിക്കൊണ്ട് വീണ്ടും വിളിച്ചു. പത്മം, ഇത് ഞങ്ങളാ, വാതിൽ തുറക്ക്. പ്രതികരണമില്ല. അനിയനും തങ്കമ്മയ്ക്കും ആപത്ത് മണത്തു. തങ്കമ്മേ, നീ മറ്റുള്ളവരെ കൂടി ഒന്ന് വിളിക്കേ. തങ്കമ്മ പെട്ടെന്ന് പോയി മറ്റേ അയൽക്കാരെ കൂടി വിളിച്ചുകൊണ്ട് വന്നു. പക്ഷേ വാതിൽ തുറക്കാതെ എങ്ങനെ? ചവിട്ടിപ്പൊളിക്കാം, അല്ലാതെ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട് എന്താ? ചെറുപ്പക്കാരിൽ ആരോ പറഞ്ഞു. പിന്നെ താമസിച്ചില്ല. വാതിൽ ചവിട്ടി തകർത്തു. അനിയൻ അകത്ത് കയറി ടോർച്ചടിച്ച് ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടു. തങ്കമ്മയും മറ്റു സ്ത്രീകളും കൂടി അകത്ത് കയറി. പത്മവും മക്കളും കിടന്നിരുന്ന മുറിയിലെയും ലൈറ്റ് തെളിച്ചു. കണ്ടവർ ഞെട്ടി. വാഴത്തടകൾ ചിതറിക്കിടക്കുന്നത് പോലെ പത്മവും കുട്ടികളും ഛർദ്ദിച്ച് അവശരായി. മുറിയാകെ വിഷത്തിൻ്റെ രൂക്ഷഗന്ധം. ചതിച്ചല്ലോ ഈശ്വര, തങ്കമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. ഇതിനാണോ വെളുപ്പിനെ എങ്ങോട്ടോ പോകുമെന്നോ എല്ലാ കാര്യങ്ങളും ശരിയായെന്നും ഇവിടെ ഇന്നലെ പറഞ്ഞത്? മൂവരും മരിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. ആർക്കും അനക്കമില്ല. ആരോ ഒരാൾ മെമ്പർ സഹദേവനെ ഫോൺ ചെയ്തു. അടുത്തെങ്ങും ആർക്കും കാറോ ജീപ്പോ ഇല്ല.
ആകെയുള്ളത് ശശിയുടെ ട്രാക്ടറാണ്. അനിയൻ അയാളെ വിളിച്ചു. 10 മിനിറ്റിനുള്ളിൽ സഹദേവൻ ബൈക്കിൽ പാഞ്ഞെത്തി. അകത്തെ രംഗം കണ്ട് അയാളും നടങ്ങി. അപ്പോഴേക്കും ശശിയുടെ ട്രാക്ടർ വന്നു. എല്ലാവരും ചേർന്ന് പത്മത്തെയും മക്കളെയും താങ്ങിയെടുത്ത് ട്രാക്ടറിൻ്റെ പെട്ടിയിൽ കിടത്തി. നിങ്ങൾ പിന്നാലെ പോരെ, മറ്റുള്ളവരോടായി പറഞ്ഞിട്ട് സഹദേവൻ മറയൂർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. പത്മത്തിനും പെൺമക്കൾക്കുമൊപ്പം തങ്കമ്മയും മറ്റു 2 സ്ത്രീകളും കയറി. ട്രാക്ടർ കുന്നിറങ്ങി തുടങ്ങി. നേരം പുലർന്നു. അപ്പോഴാണ് സുഖദേവ് വാർത്ത അറിയുന്നത്. പത്മ ചേച്ചിയും മക്കളും. അയാൾ ആരോടും ഒന്നും പറയാതെ പെട്ടെന്നൊരുങ്ങി ബൈക്കിൽ കയറി നേരെ അടിമാലിക്ക്. മഞ്ഞ് തീർത്തും മാറിയിരുന്നില്ല. റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ചന്ദനമരങ്ങൾക്കിടയിലൂടെ ബൈക്ക് പാഞ്ഞു. മറയൂർ ഹോസ്പിറ്റൽ ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം പത്മത്തെയും പെൺമക്കളെയും അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വളരെ ക്രിട്ടിക്കലാണ് അവരുടെ അവസ്ഥയെന്നും അറിഞ്ഞു. അടിമാലി. സുഖദേവ് അവിടെ എത്തുമ്പോൾ തങ്കമ്മയും അനിയനും മെമ്പർ സഹദേവനടക്കം കാന്തല്ലൂർ സ്വദേശികളായ കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു. സുഖദേവ് അനിയനോട് വിവരം തിരക്കി. ഒന്നും അറിയത്തില്ല സാറേ, 3 പേരും ICUവിലാ. വലിയ പ്രതീക്ഷ വേണ്ടെന്ന തരത്തിലാണ് ഡോക്ടർമാർ സംസാരിച്ചത്. സുഖദേവൻ്റെ മനം കലങ്ങി. അയാൾ എന്തോ ചിന്തിച്ചു നിന്നു. സഹദേവൻ്റെ ശബ്ദമാണ് അയാളെ ഉണർത്തിയത്. മറയൂരെ ഡോക്ടർ മാത്യൂസ് തന്മയുടെ ശരീരത്തിൽ നിന്ന് എന്തോ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയെന്നും പറയുന്നു. ഞങ്ങൾ ചോദിച്ചിട്ട് അയാളൊന്നും വ്യക്തമാക്കിയില്ല. ഒക്കെ പോലീസിനോടെ പറയൂന്ന്. സുഖദേവ് ഒന്ന് മൂളി. അയാൾ മെമ്പറേയും കൂട്ടി ICUവിന് അരികിലേക്ക് പോയി. ആ നേരത്ത് ഒരു ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തു വന്നു. പത്മത്തിൻ്റെയും മക്കളുടെയും ബന്ധുക്കൾ ഡോക്ടർ ആരോടുന്നില്ലാതെ തിരക്കി. ഞങ്ങളാ ഡോക്ടറെ. സഹദേവൻ മുന്നോട്ട് ചെന്നു. ഡോക്ടർ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. സോറി, ആ ഇളയ കുട്ടി, അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സുഖദേവൻ്റെ തലയ്ക്കുള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ആദ്യ. പിന്നിൽ തങ്കമ്മയുടെ നിലവിളി, മോളെ. പിന്നെ ഒരു നിശബ്ദത, സകലരും മരവിച്ചതുപോലെ. അതിനിടെ അകലെ എവിടെയോ നിന്ന് സഹദേവൻ ചോദിക്കുന്നത് പോലെ സുഖദേവന് തോന്നി. ഡോക്ടറും മറ്റുള്ളവർ? ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. സുഖദേവ് പിന്നോട്ട് നീങ്ങി. ആശുപത്രി ഭിത്തിയിൽ അയാൾ അള്ളിപ്പിടിച്ചു. ചുറുചുറുക്കോടെ ഓടിച്ചാടി നടന്നിരുന്ന ഒരു 15-കാരിയുടെ രൂപം അയാളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ആദ്യ. വിധിയുടെ ക്രൂരഹസ്തങ്ങൾ ആ കുടുംബത്തെ ഒന്നായി വിഴുങ്ങുകയാണല്ലോ. താലൂക്ക് ആശുപത്രിയിൽ സുഖദേവും മെമ്പർ സഹദേവനും അനിയനുമൊക്കെ കൂടി ആലോചിച്ചു. ആദ്യയുടെ ബോഡിയുമായിട്ട് നമ്മൾ ഇപ്പോഴങ്ങോട്ട് പോയാൽ എങ്ങനെ സാറേ? പത്മവും തന്മയെയും ഇങ്ങനെ കിടക്കുമ്പം. അത് ശരിയാണെന്ന് സുഖദേവനും തോന്നി. തൽക്കാലം ഇവിടെ മോർച്ചറിയിൽ വയ്ക്കുകയേ നല്ലത്. പത്മത്തിൻ്റെയും തന്മയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ, സുഖദേവ് വല്ലവിധേനയും പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് വല്ലീശ്വര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും അധ്യാപകർ ഇറങ്ങി. വിജയ് ബാബു, അഭിലാഷ്, ഹെഡ് മിസ്ട്രസ്, തങ്കമണി ടീച്ചർ, വിദ്യ, പ്രസീത. സുഖദേവിനെ മുന്നിൽ കണ്ട് തങ്കമണി ടീച്ചർ ഒന്ന് വിളറി. മറ്റുള്ളവർ സുഖദേവുമായി സംസാരിച്ചു. ആദ്യയുടെ മൃതശരീരം എല്ലാവരും കണ്ടു. ഒരു പനിനീർ പൂവ് വാടിക്കിടക്കുന്നത് പോലെ. സ്ത്രീകൾ അത് കണ്ട് പൊട്ടിക്കരഞ്ഞു. ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി. തൻ്റെ അഡ്രസ്സിൽ സുഖദേവാണ് ഫോമുകളിൽ ഒപ്പിട്ടു കൊടുത്തത്. ഒരു ദിവസം കൂടി കഴിഞ്ഞു. പത്മത്തിൻ്റെയും തന്മയുടെയും അവസ്ഥ വലിയ മാറ്റമില്ലാതെ തുടരുന്നു. ഇരുവരും ഇപ്പോഴും അബോധാവസ്ഥയിൽ. സുഖദേവ് ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു. കാന്തല്ലൂരിൽ നിന്ന് വന്ന മറ്റുള്ളവരൊക്കെ മടങ്ങി തുടങ്ങി. ചിലർ വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ഇടനാഴികളിൽ ഇരിക്കുകയായിരുന്ന സുഖദേവും അനിയനും തങ്കമ്മയും. മക്കളെ. പെട്ടെന്നൊരു നിലവിളി. മൂവരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. ശിവദാസനും സുചിത്രയും. സുഖദേവൻ്റെ കണ്ണുകളിടുങ്ങി. കാണാതായ ശിവദാസൻ പെട്ടെന്ന് എങ്ങനെ ഇവിടെ വന്നു? എന്നാലും എൻ്റെ പെങ്ങൾക്കും പിള്ളേർക്കും ഈ ഗതി വന്നല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നതിൽ ഒന്നും പറ്റത്തില്ലായിരുന്നേ. ആരെയൊക്കെയോ കേൾപ്പിക്കാൻ എന്നവണ്ണം ഉച്ചത്തിൽ പറയുകയാണ് ശിവദാസൻ. സുഖദേവനെ കണ്ടെങ്കിലും അയാൾ ശ്രദ്ധിച്ചില്ല. ശിവദാസൻ ചേട്ടാ. അനിയൻ എന്തോ പറയാനായി അയാളുടെ അടുത്തേക്ക് ചെന്നു. വേണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങളൊക്കെ അയൽക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്താ അനിയ കാര്യം? എൻ്റെ പെങ്ങളെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മറ്റു പലരുടെയും വാക്കുകൾ കേട്ട് അവളും പിള്ളേരും എന്നെ ആ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി. എന്നിട്ട് എന്താ ഇപ്പോൾ? അല്ലേലും ഇങ്ങനെയേ അനിയ. ആൺതുണയില്ലാത്ത വീടല്ലേ. ചില അവന്മാരൊക്കെ കയറി മേയാൻ നോക്കിക്കോ കാണും. എനിക്ക് ഉറപ്പാ. അതിൽ മനംനൊന്ത എൻ്റെ പെങ്ങളും പിള്ളേരും. സുഖദേവന് മനസ്സിലായി എന്താണ് അയാൾ ഉന്നം വയ്ക്കുന്നതെന്ന്. പഴി മുഴുവൻ തൻ്റെ മേൽ ചാരാനുള്ള ശ്രമമാണ്. ശിവദാസിൻ്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് പലരും അങ്ങോട്ട് ശ്രദ്ധിക്കാനും അടുത്തു വരാനും തുടങ്ങി. നിങ്ങളിനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നഷ്ടമൊക്കെ നമ്മൾക്കല്ലേ? സുചിത്ര ഭർത്താവിനെ ശാസിച്ചു. കുറേ ദണ്ണമുണ്ടടി എനിക്ക്. മരവിച്ച് മോർച്ചറിയിൽ ഇരിക്കുന്നതും അകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുന്നതും എൻ്റെ ചോരയാ. ശിവദാസൻ അലറി. വിടത്തില്ല ഞാൻ ഒരുത്തനെ. എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്നു നിന്നാൽ ആരും സംശയിക്കത്തില്ലെന്ന് കരുതിയോ? ഹോസ്പിറ്റലാണിത്. ഇവിടെ പാലിക്കേണ്ട മാന്യത സുഖദേവനറിയാം. പക്ഷേ ഇനിയും മിണ്ടാതെ നിന്നാൽ ഇയാൾ തലയിൽ കയറുമെന്ന് തോന്നി. ശിവദാസൻ ചേട്ടാ. സുഖദേവ് വിളിച്ചു. വേണ്ട, താൻ എന്നോടൊന്നും പറയണ്ട. ഒരു വാദ്യർ വന്നിരിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരൻ താൻ ഒരുത്തനാ. സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സുഖദേവന്. കൈവലിച്ച് ഒറ്റയടി ശിവദാസിൻ്റെ കരണത്ത്. അയ്യോ. അയാൾ വേച്ച് ഭിത്തിയിലേക്ക് ചാരി. എൻ്റെ കെട്ടിയനെ കൊല്ലുന്നേ. സുചിത്രയെ നിലവിളിച്ചു. ചീ, വായടക്കിടി. മുരണ്ടുകൊണ്ട് സുഖദേവ് കയ്യോങ്ങി. പിടിച്ചു നിർത്തിയതുപോലെ സുചിത്രയുടെ നിലവിളി നിന്നു. സുഖദേവ് ശിവദാസിൻ്റെ നേർക്ക് വെട്ടിത്തിരിഞ്ഞു. ഇനി നീ ഇവിടെ ഷോ കാണിക്കാൻ ശ്രമിച്ചാൽ അറിയാമല്ലോ നിനക്കെന്നെ. ശിവദാസിൻ്റെ മുഖം കുനിഞ്ഞു. പെങ്ങളോടും മക്കളോടും ഒരുപാട് ഉത്തരവാദിത്വവും സങ്കടവുമൊക്കെ താനിപ്പോൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ.
എങ്കിൽ ഇതും കൂടി താൻ പറയണം. പ്രഭാകരൻ ചേട്ടന് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങുമ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ബൈക്കിലേക്ക് പാറ ഉരുട്ടിവിട്ടതാരാ? ശിവദാസൻ വിളറി. മിണ്ടാതെ നിൽക്കരുത്, മറുപടി പറഞ്ഞോണം. സുഖദേവ് കയ്യോങ്ങി. ശിവദാസൻ അനിയനെയും തങ്കമ്മയെയും നോക്കി എല്ലാവരും ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. താൻ പറയുന്നുണ്ടോ? അനിയനെ മുന്നോട്ടെടുത്തു. പറയാം, ഞാനാ. ശിവദാസൻ സമ്മതിച്ചു. കേട്ടവരെല്ലാം ഞെട്ടിപ്പോയി. തൻ്റെ പെങ്ങളുടെ വീടിന് പിന്നിൽ നിന്ന ചന്ദനമരം മുറിച്ചത് തൻ്റെ ബുദ്ധിയല്ലേ? അതിനല്ലേ പത്മം ചേച്ചിയെ മക്കളെ അവിടെ നിന്ന് മാറ്റിയത്? അതെ. ശിവദാസിന് അതും സമ്മതിക്കേണ്ടി വന്നു. പ്രഭാകര ചേട്ടൻ്റെ പശുക്കളെ താൻ എന്താ ചെയ്തത്? അതെനിക്കറിയത്തില്ല. കള്ളം പറയുന്നോടാ. സുഖദേവ അയാളുടെ മുണ്ടിൻ്റെ കുത്തിൽ അടിവയർ ചേർത്തൊന്ന് പിടിച്ചു. ശിവദാസിൻ്റെ കണ്ണു തള്ളി. വിടു സാറേ, പറയാം. താ പറ. പിന്നെ വിടാം. ശിവദാസിൻ്റെ ചുണ്ടനങ്ങുന്നത് നോക്കി മറ്റുള്ളവർ നിന്നു. സുഖദേവിൻ്റെ വിരലുകൾ ശിവദാസിൻ്റെ പൊക്കിളിൽ മുറുകുകയാണ്. അസഹ്യമായ വേദനക്കാരനായ അയാൾ നിന്ന് പുളഞ്ഞു. താൻ പറയുന്നുണ്ടോ അതോ? സുഖദേവിൻ്റെ മുഖം മുറുകി. അനിയനും തങ്കമ്മയുമടക്കം ചുറ്റും നിന്നവരൊക്കെ കാതുകൂർപ്പിച്ചു. ശിവദാസിൻ്റെ പതറിയ ശബ്ദം അവർക്കിടയിലേക്ക് പാറി വീണു. ഞാനാ പശുക്കളെ മോഷ്ടിച്ചത്. മഹാപാപി! തങ്കമ്മ തലയിൽ കൈവച്ചു. അനിയൻ അമ്പരന്ന് നിന്നു. സുചിത്ര തലചരിച്ച് ഭർത്താവിനെ നോക്കി. പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞ് വേഗം പോയി. സുചിത്രേ! ശിവദാസൻ ഭാര്യയെ വിളിച്ചു. പക്ഷെ അവർ നിന്നില്ല. ഇനി ആ പശുക്കളെ എന്ത് ചെയ്തെന്ന് കൂടി പറയടാ. സുഖദേവൻ്റെ സ്വരം കനത്തു. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. ഞാൻ ആ പശുക്കളെ വിറ്റു. ആർക്ക്? മൂന്നാറിൽ ഒരാൾക്ക്. സുഖദേവ് പിടി അയച്ചു. പിന്നെ അനിയനോട് പറഞ്ഞു, ഇവനെ വിടരുത്. ഇല്ല സാറേ, ഇവിടുന്ന് പോകാൻ ശ്രമിച്ചാൽ ഇവൻ്റെ മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കും. സ്വന്തം പെങ്ങളെയും മക്കളെയും വഴിയാതരമാക്കിയ കുലദ്രോഹിയല്ലേ ഇവൻ. അനിയൻ കരുതലോടെ നിന്നു. മറ്റുള്ളവർ വെറുപ്പോടെ ശിവദാസിനെ നോക്കി. അപ്പോൾ സുഖദേവൻ്റെ അടുത്ത ചോദ്യം വന്നു. നമ്മുടെ പ്രഭാകര ചേട്ടനെ കൊന്നവനെ തനിക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ അത് നിൻ്റെ നാവിൽ നിന്ന് തന്നെ ഇവിടെ എല്ലാവരും കേൾക്കണം. പറയടാ. ശിവദാസൻ ശക്തമായി നടുങ്ങി. അയാളുടെ മുഖം കടലാസ് പോലെ വിളറി. ഞാൻ എങ്ങനെ അറിയാൻ? അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? ചോദിച്ചതും ശിവദാസൻ തിരിഞ്ഞൊരോട്ടം. പക്ഷേ കരുതി നിന്നിരുന്ന അനിയൻ ഒരു കുതിപ്പിൽ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് വലിച്ചു. ശിവദാസൻ ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിൽ മലർന്നു വീണു. അനിയൻ കാലുയർത്തി അയാളുടെ നെഞ്ചിൽ ചവിട്ടി. ഞാൻ പറയാനിയാ, പ്രഭാകരൻ അളിയനെ കൊന്നത് കലേഷ, ഡോക്ടർ കലാധരൻ്റെ മകൻ. പിന്നീടാ ഞാൻ വിവരം അറിഞ്ഞത്. സുഖദേവ് ഒഴികെയുള്ളവർ സ്തംഭിച്ചു നിന്നു. അനിയൻ ഞെട്ടി പിന്നോട്ട് മാറി. ശിവദാസൻ പരങ്ങലോടെ എഴുന്നേറ്റു. അനിയൻ പെട്ടെന്ന് അയാളെ പിടിച്ചു നിർത്തി. നീ പോകരുത്. പോയാൽ നിന്നെ ഞാൻ കൊല്ലും. അടുത്ത് കിടന്നിരുന്ന ചാരുബെഞ്ചിൽ അനിയൻ അയാളെ ബലമായി പിടിച്ചിരുത്തി. സുഖദേവ് CI അലക്സാണ്ടർക്ക് ഫോൺ ചെയ്തു. ഏറെ വൈകാതെ മറയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പെത്തി. SI രാഹുൽ രാജും സംഘവും ഇറങ്ങി. സുഖദേവ് കാര്യങ്ങൾ അവരോട് ചുരുക്കി പറഞ്ഞു. രാഹുൽ രാജ് ശിവദാസിൻ്റെ കൈക്ക് പിടിച്ചു. പോകാം. അതിന് ഞാനെന്ത് ചെയ്തെന്നാ സാറേ? ശിവദാസൻ ധൈര്യം സംഭരിച്ചു. രാഹുൽ രാജിന് ദേഷ്യം വന്നു. ചെയ്ത കാര്യമൊക്കെ ഞാൻ വിവരിച്ചു തരാം. സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. അയാൾ ശിവദാസിനെ പോലീസുകാർക്ക് നേരെ തള്ളി. കൊണ്ടുപോയവനെ. പോലീസുകാർക്കിടയിൽ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ശിവദാസൻ തിരിഞ്ഞ് സുഖദേവനെ നോക്കി ചീറി. നീ വിജയിച്ചെന്ന് കരുതല്ലടാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു കെണി. കാതൽ നുള്ളിക്കോട പട്ടി. സുഖദേവ് മിണ്ടിയില്ല. തങ്കമ്മയെയും അനിയനെയും നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആശുപത്രിക്ക് പുറത്ത് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ശിവലിംഗം ഉണ്ടായിരുന്നു. അയാൾ എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ വല്യശ്വരൻ ധർമ്മരാജനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. സമയം 4 മണിയോടടുത്തപ്പോൾ സുഖദേവന് ICUവിലെ അകത്ത് കയറി ഇരുവരെയും കാണാനുള്ള അനുമതി കിട്ടി. അയാൾ ചെല്ലുമ്പോൾ കഴുത്തുവരെ പുതപ്പിൽ മൂടി പത്മവും തന്മയെയും. മുഖമൊക്കെ കരിവാളിച്ച്, ചുണ്ടുകൾ വരണ്ടുപൊട്ടി. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ഇരുവരും ശ്വസിക്കുന്നുണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ 2 മൃതദേഹം കണക്കെ. സുഖദേവിൻ്റെ മനം കലങ്ങി. അറിയാതെ കണ്ണുകളിൽ നിന്ന് 2 ചാലുകൾ കവിളിലൂടെ ഒഴുകി. കൂടുതൽ നേരം അത് കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലാതെ സുഖദേവ് അവിടെ നിന്ന് ഇറങ്ങി. ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തെ ഇടനാഴിയിലേക്ക് കാൽവച്ചതും അയാളൊന്ന് നിന്നു. മുന്നിൽ പോലീസിൻ്റെ ഒരു സംഘം. തങ്കമ്മയും അനിയനും അവരോടെന്തോ സംസാരിക്കുകയായിരുന്നു. സുഖദേവനെ കണ്ടതും പെട്ടെന്ന് സംസാരം മുറിഞ്ഞു. അവർ അതുവരെ കാണാത്ത ഒരു ഭാവത്തിൽ സുഖദേവനെ തുറച്ചു നോക്കി. കാര്യമായ എന്തോ ഉണ്ടെന്ന് സുഖദേവ് തിരിച്ചറിഞ്ഞു. സംശയത്തോടെ അയാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി. മൂന്നാർ DYSP മണിലാലും സംഘവുമായിരുന്നു അത്. അളക്കും മട്ടിൽ DYSP സുഖദേവനെ അടിമുടി ശ്രദ്ധിച്ചു. സാർ അവരെ കണ്ടോ? പരിഹാസസ്വരത്തിൽ DYSP മണിലാൽ തിരക്കി. കണ്ടു. എന്നിട്ട് അവരുടെ ജീവൻ ഉടനെയെങ്ങാനും പോയി കിട്ടുമോ? സാർ, സുഖദേവ് അറിയാതെ ശബ്ദമുയർത്തി. വേണ്ടടോ, കൂടുതൽ ഒച്ചപ്പൊക്കല്ലേ. മണിലാലിൻ്റെ മുന്നറിയിപ്പ്. അല്ല സാർ, നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിന്നെപ്പോലെയുള്ളവരോട് പിന്നെ എങ്ങനെ സംസാരിക്കണം? അവർ മരിച്ചാലും ജീവിച്ചാലും ഇനി നിനക്ക് രക്ഷയില്ല വാദ്യരെ. മണിലാൽ പോക്കറ്റിൽ നിന്ന് ഏതാനും മടക്കിയ പേപ്പറുകളെടുത്തു. ഒരു കുറ്റവാളിക്കും എക്കാലവും രക്ഷപ്പെടാൻ കഴിയില്ലെന്നുള്ള ഈശ്വരൻ്റെ കയ്യൊപ്പ ഇതിൽ. അയാൾ അത് സുഖദേവനെ നീട്ടി. ഒന്ന് വായിച്ചോ. സംശയത്തോടെ സുഖദേവ് അത് വാങ്ങി. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അത് നിവർത്തും. 2 കടലാസുകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ ആ കൈപ്പട തിരിച്ചറിഞ്ഞു. തന്മയുടെ കത്ത്. സുഖദേവനെ പെട്ടെന്ന് നെഞ്ചിടപ്പേറി.
അവളുടെ ആത്മഹത്യക്കുറിപ്പ് അതിലെ അക്ഷരങ്ങളുടെ കണ്ണുകൾ തെന്നി നീങ്ങി. എല്ലാവരും അറിയാൻ, ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് എന്തിനെന്ന് ലോകം അറിയണം. അല്ലെങ്കിൽ ആ നീചൻ ഒന്നും അറിയാത്തതുപോലെ ഇനിയും വിലസി നിറക്കും. പോലീസ് സാർമാരോട് എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയായ ആ നീചന് തക്കതായ ശിക്ഷ കിട്ടണം. അത്രയും വായിച്ചിട്ട് സുഖദേവ് ഞെട്ടലോടെ മണിലാലിനെ നോക്കി. ബാക്കിയും കൂടി വായിക്കടാ. മണിലാൽ വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. പെട്ടെന്ന് അക്ഷരങ്ങൾ മങ്ങുന്നത് പോലെ സുഖദേവന് തോന്നി. കണ്ണുകൾ തിരുമിയിട്ട് അയാൾ വീണ്ടും വായിച്ചു. അനുജത്തിയെയും പോലും വെറുതെ വിട്ടില്ല അവൻ. പറയാൻ തന്നെ വെറുപ്പുണ്ട് സാറുമാരെ. ഞാനും അമ്മയും അനുജത്തിയും ഞങ്ങൾക്കെങ്ങനെ പരസ്പരം നോക്കാൻ പോലും കഴിയും? ഒരു പുരുഷൻ്റെ ക്രൂരമായ മാംസദാഹത്തിന് ഞങ്ങൾ 3 പേരും. ഈ ലോകത്ത് ആർക്കും ഇങ്ങനെ സംഭവിച്ചു കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണിത്, ജീവൻ ഒടുക്കുക. അല്ലെങ്കിൽ അമ്മയും മക്കളും ഒരാളുടെ കുട്ടികളെ പ്രസവിക്കേണ്ടി വന്നാൽ. സുഖദേവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയാണ്. തന്മയോടും കുടുംബത്തോടും ഈ ക്രൂരത ചെയ്തവന് മാപ്പ് കൊടുക്കില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. ഞരമ്പുകളിലൂടെ തലച്ചോറിലേക്ക് രക്തം ഇരമ്പിക്കയറുന്ന ഭാവത്തിൽ സുഖദേവ് ബാക്കി കൂടി വായിച്ചു. കേവലം ഒരു അധ്യാപകനായിട്ട് മാത്രമല്ല ഞങ്ങൾ അയാളെ കണ്ടിരുന്നത്. ഞങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരനുമൊക്കെ ആയിട്ടാണ്. കുറച്ച് പണം തന്ന് സഹായിച്ചപ്പോൾ അയാൾക്ക് ഇങ്ങനെയൊരു മോഹമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സുഖദേവൻ്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു പിടച്ചിൽ. ആരെക്കുറിച്ചാണ് തന്മയെ പറയുന്നത്? തൻ്റെ ഹൃദയം ഇപ്പോൾ വീർത്ത് പൊട്ടുമെന്ന് അയാൾക്ക് തോന്നി. ബാക്കി വായിക്കുക ചെങ്കുത്തായ ഒരു കുന്നു കയറുന്നതുപോലെ പ്രയാസമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മറ്റാരുമല്ല അയാൾ, ഞങ്ങളുടെ സ്കൂളിലെ സുഖദേവ് സാറാണ് ആ നീചൻ. തന്ന പണം ഉടൻ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ അനുസരിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ലായിരുന്നു. ബാക്കി വായിക്കാൻ കഴിഞ്ഞില്ല സുഖദേവന്. തലയ്ക്കുള്ളിൽ ഒരു മിന്നൽ. സുഖദേവ് കൊഴിഞ്ഞു വീഴാൻ ഭാവിച്ചതും മണിലാൽ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നിർത്തി. കൂടുതൽ അഭിനയിക്കല്ലേടാ, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. സുഖദേവ് പണിപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് അപരിചിത ഭാവത്തിൽ അയാളെ നോക്കി. എവിടെ നിന്നോ ഉള്ള അശരീരി പോലെ DYSPയുടെ ശബ്ദം കേട്ടു. കാശ് കൊടുത്ത് കെണിയിലാക്കുന്ന നിന്റെ വിദ്യ കൊള്ളാം. ഇങ്ങനെ എത്ര പേരെ നീ അകപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ല ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നടക്കടാ അങ്ങോട്ട്. മണിലാൽ അയാളെ പോലീസുകാർക്ക് കൈമാറി. ഒന്നും മിണ്ടാനായില്ല സുഖദേവന്. പോലീസുകാർക്കൊപ്പം വെച്ച് നടക്കുന്നതിനിടയിൽ അയാൾ പണിപ്പെട്ട് തിരിഞ്ഞ് തങ്കമ്മയെയും അനിയനെയും ഒന്ന് നോക്കു മാത്രം ചെയ്തു. അപ്പോഴേക്കും താലൂക്ക് ആശുപത്രിയുടെ ഇടനാഴിയിലും മുറ്റത്തും പരിസരത്തുമെല്ലാം ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ പീഡിപ്പിച്ചവനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്ത ആരോ പ്രചരിപ്പിച്ചിരുന്നു. മുറ്റത്തെത്തിയപ്പോഴേക്കും OB വാൻ അടക്കം ചാനലുകാർ പാഞ്ഞെത്തി. ക്യാമറകൾ സുഖദേവനെ പൊതിഞ്ഞു. കണ്ടുനിന്ന് ജനങ്ങൾ കൂക്കി വിളിച്ചു. കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചുകൊണ്ട് ചിലർ ആക്രോശിച്ചു. മറ്റു ചിലർ ആക്രമിക്കാനായി വന്നു. അവരെ അകറ്റുവാൻ പോലീസ് നന്നേ പാടുപെടേണ്ടി വന്നു. അവസാനം വല്ലവിധേനയും പോലീസ് അയാളെ ജീപ്പിൽ കയറ്റി. സുഖദേവ് ഒന്നും അറിഞ്ഞില്ല. മനസ്സിൽ ഇരുട്ടായിരുന്നു, ശരീരത്തിൽ മരവിപ്പും. സുഖദേവുമായി ജീപ്പ് താലൂക്ക് ആശുപത്രിയുടെ ഗേറ്റ് കടക്കുമ്പോഴും ചാനൽ ക്യാമറമാരും ജനങ്ങളും പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. ശിരസ് കൈവെള്ളയിലേക്ക് കുനിച്ചു താങ്ങി അങ്ങനെ ഇരുന്നു സുഖദേവ്. നടന്നതൊന്നും ഇപ്പോഴും മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മഹാശൂന്യത നിറഞ്ഞ ഒരു ഇരുണ്ട ഗർത്തത്തിലേക്ക് താഴുന്നതുപോലെ അയാൾക്ക് തോന്നി. ജീപ്പിൻ്റെ മുൻ സീറ്റിൽ നിന്ന് പിന്നോട്ട് തിരിഞ്ഞ് DYSP മണിലാൽ അയാളെ പരിഹസിച്ചു. നിന്നെപ്പോലെയുള്ളവർ അധ്യാപകരായാൽ ഈ നാട് പിന്നെ എങ്ങനെ നന്നാവാനാടാ? നനഞ്ഞ കണ്ണുകളുയർത്തി സുഖദേവ് അയാളൊന്ന് നോക്കി. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്നെ സാറ് ബലിയാടാക്കുന്നത് മറ്റാർക്കോ വേണ്ടിയാണ്, എനിക്കറിയാം. പക്ഷേ ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ടെങ്കിൽ സത്യം തെളിയുക തന്നെ ചെയ്യും സാർ. പാ. മണിലാൽ വിളിച്ചത് ഒരു പുഴുത്ത തെറിയാണ്. ചാകാൻ കിടക്കുന്ന പെങ്കൊച്ച് എഴുതി വെച്ചതുപോലും കള്ളമാണോടാ? സ്റ്റേഷനിലേക്ക് ചെന്നോട്ടെ, നീ പറഞ്ഞു തരും വള്ളി പുള്ളി തെറ്റാതെ. മണിലാൽ ക്രൂരമായി ചിരിച്ചു. സുഖദേവ് മിണ്ടാതെ വീണ്ടും മുഖം കൈക്കുമ്പിളിൽ ഒളിപ്പിച്ചു. ചാനലുകളിൽ അപ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസായി ആ സംഭവം പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീ പീഡനം, അധ്യാപകൻ അറസ്റ്റിൽ. അമ്മേ. TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ദീപ്തിയുടെ നിലവിളി പോലെയുള്ള ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് സതി ഓടി വന്നു. അമ്മേ, ഏട്ടൻ. TV സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ദീപ്തി വിങ്ങിപ്പൊട്ടി. വാർത്ത കണ്ട സതി നടുങ്ങിപ്പോയി. ഈശ്വരാ. അവർ നെഞ്ചത്തൊന്നടിച്ചു. പിന്നെ വിലപിച്ചു. കള്ളമായത്, പച്ചക്കള്ളം. ആരോ എൻ്റെ കുഞ്ഞിനെ ചതിച്ചതാ. നിലവിളി കേട്ടും TV വാർത്തയറിഞ്ഞ് അടുത്ത വീട്ടുകാർ അങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മറയൂർ പോലീസ് സ്റ്റേഷനിൽ വീൽ ചെയറിലിരിക്കുകയായിരുന്ന CI അലക്സാണ്ടർ. TV വാർത്ത അയാളെയും ഞെട്ടിച്ചു. രാഹുൽ. ശബ്ദമുയർത്തി അലക്സാണ്ടർ വിളിച്ചു. സാർ. അപ്പുറത്ത് ശിവദാസിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്ന ASI വേഗം വന്നു. താൻ ആ ന്യൂസ് കണ്ടോ? കണ്ടതേയുള്ളൂ. അപ്പോഴാണ് സാർ വിളിച്ചത്. തനിക്ക് എന്ത് തോന്നുന്നു? സുഖദേവ് അങ്ങനെ ചെയ്യുമോ? ഒരിക്കലുമില്ല സാർ. രാഹുൽ രാജിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അലക്സാണ്ടറുടെ പുരികം ചുളിഞ്ഞു. അയാൾ നെറ്റിയിലൂടെ വിരലോടിച്ചു. രാഹുലേ. സാർ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം എന്ന നിലയ്ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടിരുന്നത് നമുക്കാണല്ലോ. അതെ സാർ. അലക്സാണ്ടർ അമർത്തി മൂളി. മണിലാൽ സാറിൻ്റെ കയ്യിൽ തന്നെ ഡോക്ടർ മാത്യൂസ് ആ ലെറ്റർ കൊടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്, ഒരു പ്രേരക ശക്തി. താൻ ആ ഫോണെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിക്ക്. സാർ. ASI രാഹുൽ രാജ് ലാൻഡ് ഫോണിൽ മറയൂർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ രാഹുൽ രാജ് റിസീവർ അലക്സാണ്ടർക്ക് നീട്ടി. അയാളത് കാതിൽ അമർത്തുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് സ്വരം കേട്ടു. യെസ്, ഡോക്ടർ മാത്യൂസ്.
ഞാൻ CI അലക്സാണ്ടർ. അപ്പുറത്ത് പെട്ടെന്നൊരു പരുങ്ങൽ ഉണ്ടായതുപോലെ തോന്നി. പിന്നെ ചോദ്യം. എന്താണ് സാർ? താങ്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം? ഇല്ല, വിളിച്ചത് മറ്റൊരു കാര്യം അറിയാനാ. കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച നിലയിൽ ഒരമ്മയും 2 പെൺമക്കളെയും അവിടെ കൊണ്ടുവന്നിരുന്നല്ലോ. കുറച്ചു കഴിഞ്ഞ് താങ്കൾ അവരെ അടിമാലിക്ക് അയക്കുകയും ചെയ്തു. ശരിയാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. മൂത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ആത്മഹത്യക്കുറിപ്പ് കിട്ടിയില്ലേ? കിട്ടി. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അക്കാര്യം ഞങ്ങളിൽ നിന്നും നിങ്ങൾ മറച്ചുവെക്കുകയും DYSP സാറിന് കൊടുക്കുകയും ചെയ്തത് എന്തിനാ? സാർ, അത് ഞാൻ... അപ്പുറത്ത് പരുങ്ങൽ വ്യക്തം. എന്തോ ആവശ്യത്തിന് മണിലാൽ സാർ ഈ വഴി വന്നപ്പോൾ ഞാൻ... മിസ്റ്റർ മാത്യൂസ്, അലക്സാണ്ടറുടെ ശബ്ദം കനത്തു. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ CBI വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് വിളിച്ചത്. അലക്സാണ്ടർ ശക്തമായി റിസീവർ ക്രാഡിലേക്കിട്ടു. പിന്നെ കടപ്പല്ലമർത്തി. ആർക്കോ വേണ്ടി അവൻ ചെയ്ത പണിയത് സുഖദേവനെ കൊടുക്കാൻ. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തതിൽ അലക്സാണ്ടർക്ക് ഇപ്പോഴാണ് പ്രയാസം തോന്നിയത്. മണിലാൽ സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ. കണ്ണിൽ ചോരയില്ലാതെ എന്തു ചെയ്തു കളയും. പാവം സുഖദേവ് സാർ. രാഹുൽ രാജ് പറഞ്ഞു. അത് ശരിയാണെന്ന് അലക്സാണ്ടർക്കും അറിയാം. തിരുവനന്തപുരം കാട്ടക്കടയിൽ ഒരു പ്രതിയെ ഉരുട്ടിക്കൊന്ന കേസിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടാണ് മണിലാൽ ഇവിടെ എത്തിയിരിക്കുന്നത്. സുഖദേവനെ രക്ഷിക്കണം. അലക്സാണ്ടറുടെ തല പുകഞ്ഞു. നേരെ സന്ധ്യയാകുന്നു. DYSP മണിലാൽ സുഖദേവനെ ആദ്യം മൂന്നാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. അയാളെ ജീപ്പിൽ തന്നെ ഇരുത്തി നഗരത്തിലെ പതിവ് റോന്തു ചുറ്റൽ നടത്തിയ ശേഷമാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. അവനെ കൊണ്ടുവാ പറഞ്ഞിട്ട് മണിലാൽ ജീപ്പിൽ നിന്നിറങ്ങി അകത്തേക്ക് പോയി. ഇങ്ങോട്ട് ഇറങ്ങടാ. പോലീസുകാർ സുഖദേവനെ വലിച്ചിറക്കി. സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സുഖദേവ് പറഞ്ഞു നോക്കി. അതൊക്കെ മണിലാൽ സാറിനോട് പറഞ്ഞാൽ മതി. നേരം ഇത്രയും ആയ സ്ഥിതിക്ക് മിണ്ടിയും പറഞ്ഞു പിരിക്കാൻ പുലരുവോളം സമയമുണ്ടല്ലോ. പോലീസുകാർ ചിരിച്ചു. സുഖദേവിൻ്റെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി. കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം അയാളുടെ ഓർമ്മയിലേക്ക് വന്നു. പോലീസ് പ്രതിയെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയവനെ പിറ്റേന്ന് കാണുന്നത് ജഡമായിട്ട്. പോലീസുകാർ സുഖദേവിനെ DYSPക്ക് മുന്നിൽ കൊണ്ടു നിർത്തി. അപ്പോഴെങ്ങനെ സുഖദേവ? മാന്യമായിട്ട് കാര്യം ഡീൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നാളെ കോടതിയിൽ ഹാജരാക്കും. അതല്ല, താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന പഴയ പല്ലവിയിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് പണിയാകും. ആ പെങ്കൊച്ചിൻ്റെ ആത്മഹത്യക്കുറിപ്പ് ഉള്ളിടത്തോളം തനിക്ക് രക്ഷയില്ല. മണിലാൽ പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. പിന്നെ ലൈറ്റർ തപ്പിയപ്പോൾ ഇല്ല. സാർ, ഒരു പോലീസുകാരൻ ലൈറ്റർ നീട്ടി. മണിലാൽ അത് വാങ്ങി സിഗരറ്റിൽ തീ പിടിപ്പിച്ച് 2 കവിൾ പുകയൂതി. താൻ അവർക്ക് എത്ര ലക്ഷം രൂപയെ കൊടുത്തത്? 3.5 അതോ 4? സുഖദേവൻ്റെ മുഖം കുനിഞ്ഞു. എന്തായാലും താൻ കാന പുള്ളി തന്നെ. 3 പേരെ ജീവിതകാലം മുഴുവൻ കീപ്പാക്കി വയ്ക്കാനുള്ള ബുദ്ധി. മണിലാൽ ചിരിച്ചപ്പോൾ പോലീസുകാരും അതിൽ പങ്കുചേർന്നു. സുഖദേവ് അസ്വസ്ഥനായി. സാർ പ്ലീസ്, ഞാൻ ആ കുട്ടികളുടെ ടീച്ചറാണ്. ഫാ, എന്നിട്ടാണോടാ നീ ഇത്ര തെമ്മാടിത്തരം കാണിച്ചത്? അലറിക്കൊണ്ട് മണിലാൽ ചാടി എഴുന്നേറ്റു. കസേര പിന്നോട്ട് തള്ളി മുന്നോട്ടാഞ്ഞതും ഒറ്റയടി സുഖദേവിൻ്റെ കരണത്ത്. അയാൾ വേച്ച് മേശയിലേക്ക് പിടിച്ചു. ഒരു കുടുംബം മുഴുവൻ നശിപ്പിച്ചിട്ട് പിന്നെയും ന്യായം പറയുന്നോടാ? സുഖദേവനെ വലിച്ചുയർത്തി മണിലാൽ വീണ്ടും അടിക്കാനാഞ്ഞു. ആ ക്ഷണം അയാളുടെ ഫോൺ ശബ്ദിച്ചു. നാശം. അയാൾ ഫോണെടുത്ത് നോക്കി. IG കോളിംഗ്. ഈ നേരത്ത് തന്നെ ഇങ്ങേർക്ക് വിളിക്കണോ? പിറുപ്പുറത്തുകൊണ്ട് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. സാർ. മണിലാൽ. IG-യുടെ കനത്ത ശബ്ദം. ഇന്ന് നിങ്ങളൊരു അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തോ? ഒരു സൂയിസൈഡ് കേസുമായി ബന്ധപ്പെട്ട്? സാർ, എടുത്തു. അയാളെ കോടതിയിൽ ഹാജരാക്കിയോ? ഇല്ല സാർ. നേരെ ഇത്രയുമായ സ്ഥിതിക്ക്. മാത്രമല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തുമില്ല. പറയുമ്പോൾ മണിലാലിൻ്റെ രൂക്ഷമായ നോട്ടം സുഖദേവൻ്റെ മുഖത്തായിരുന്നു. കാട്ടക്കടയിലെ തൻ്റെ സ്വഭാവമൊന്നും അയാളോട് കാണിച്ചേക്കരുത്. നോ സാർ. മറയൂർ CI അന്വേഷിക്കേണ്ട കേസിൽ എന്തിൻ്റെ പേരാണ് താൻ പെട്ടെന്നിടപെട്ടത്? സാർ, അത്... മണിലാൽ ഒന്ന് പരുങ്ങി. CI അലക്സാണ്ടർക്ക് സുഖമില്ലാത്തതിനാൽ? ഓ, കേസിനോടുള്ള തൻ്റെ ആത്മാർത്ഥത. പക്ഷേ അലക്സാണ്ടർ ഇതുവരെ ലീവ് എടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല, ഒരു സബോർഡിനേറ്റിനെ ആരോ ആക്രമിച്ചിട്ട് കുറ്റവാളികളെ കണ്ടെത്താനുള്ള യാതൊരു ശ്രമവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും ഞാൻ അറിഞ്ഞു. സാർ, മണിലാൽ വിളറി. തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മതി. അതുവരെ അയാളെ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചോളൂ. പക്ഷേ അയാളുടെ ശരീരത്തിൽ ഒരടി വീണാൽ... ഇല്ല സാർ. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. അമർഷത്തോടെ മണിലാൽ ഫോൺ മേശയിലേക്ക് എറിഞ്ഞു. ശേഷം സുഖദേവനോട് ചീറി. നിന്നെ കസ്റ്റഡിയിലെടുത്തതിൽ ആർക്കാട് എത്ര ചൊറിച്ചിൽ? അയാൾ സുഖദേവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ആരുടെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നീ ഈ ഭൂമിയിൽ കാണില്ല. മണിലാൽ സുഖദേവനെ പിന്നോട്ട് തള്ളി. തുടർന്ന് പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ലോക്കപ്പ് ചെയ്തേരുവനെ. പച്ചവെള്ളം പോലും കൊടുക്കണ്ട. അവർ സുഖദേവനെ ലോക്കപ്പിലേക്ക് നടത്തി. അപ്പോൾ മറയൂർ പോലീസ് സ്റ്റേഷനിൽ അലക്സാണ്ടറും രാഹുൽ രാജും ഗൗരവമായ ചർച്ചയിലായിരുന്നു. രാഹുലേ, ഈ രാത്രിയും നാളെ പകലും നമ്മുടെ മുന്നിലുണ്ട്. അതിനുള്ളിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുവരെ സുഖദേവന് ഒന്നും സംഭവിക്കില്ല എന്നുറപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ASI തലയാട്ടി. നമ്മളവിടെ തുടങ്ങണം സാർ. അലക്സാണ്ടർ ചിരിച്ചു. തുടങ്ങാനുള്ളത് നമ്മുടെ അരികിൽ തന്നെയുണ്ടല്ലോ ശിവദാസൻ. ഇക്കാര്യത്തിൽ അവൻ എന്തെങ്കിലും അറിയാതിരിക്കില്ല. രാഹുൽ രാജിൻ്റെ മുഖം തെളിഞ്ഞു. അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ സാർ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അലക്സാണ്ടർ വീൽചെയർ ഉരുട്ടി പുറത്തെ മുറിയിലേക്ക് വന്നു.
അവിടെ മൂലയിലുണ്ടായിരുന്ന ശിവദാസൻ. അലക്സാണ്ടർ തൻ്റെ സർവീസ് റിവോൾവർ എടുത്ത് തൊട്ടടുത്ത മേശപ്പുറത്തേക്ക് വയ്ക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ശിവദാസ! റിവോൾവർ ചൂണ്ടിക്കൊണ്ട് മൂർച്ചയുള്ള ശബ്ദത്തിൽ CI അലക്സാണ്ടർ വിളിച്ചു. ശിവദാസൻ വിറച്ചുകൊണ്ട് അലക്സാണ്ടറെ നോക്കി. എനിക്ക് തന്നോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. മറുപടി കള്ളമാണെന്ന് തോന്നിയാൽ ആ നിമിഷം തന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും. എന്നിട്ട് താൻ എന്നെ ആക്രമിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ടും എഴുതും. അത് വേണോ? വേണ്ട സാർ. ശിവദാസൻ്റെ ശബ്ദം പോലും വിറച്ചു. ഒളിവിൽ കഴിഞ്ഞിരുന്ന നീ എന്തിനാ പത്മത്തിൻ്റെ വീട്ടിൽ കയറി തന്മയുടെ നോട്ട് ബുക്കുകൾ എടുത്തുകൊണ്ട് പോയത്? ശിവദാസൻ വിയർത്തു. ധർമ്മരാജ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ നോട്ട് ബുക്കുകൾ എടുത്തത്. അയാൾക്കത് എന്തിനാ? അതെന്നോട് പറഞ്ഞില്ല. കൈവീശി അലക്സാണ്ടർ അയാളുടെ മുഖമടച്ചു ഒന്ന് കൊടുത്തു. ഒന്നും അറിയാഞ്ഞിട്ടാണോടാ ഇന്ന് നീ ഹോസ്പിറ്റലിൽ വെച്ച് സുഖദേവനെ ഭീഷണിപ്പെടുത്തിയത്? ശിവദാസൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീണിരുന്നു. രാഹുൽ രാജ് പിന്നെയും അയാളെ പിടിച്ച് മുട്ടുകാലിൽ നിർത്തി. അലക്സാണ്ടർ വീൽ ചെയറിൽ മുന്നോട്ടാഞ്ഞിരുന്നു. നോട്ട്ബുക്കിൻ്റെ ആവശ്യം അയാൾക്ക് എന്തിനായിരുന്നടാ? സത്യമാ സാറേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സുഖദേവ് സാറിന് ഒരു പണി കൊടുക്കാനാണെന്നേ എന്നോട് പറഞ്ഞുള്ളൂ. അലക്സാണ്ടർ ഒരു നിമിഷം ചിന്താധീനനായി. തന്മയ എഴുതിയെന്ന് പറയപ്പെടുന്ന കത്ത് അവളുടേത് തന്നെയായിരുന്നോ? ആ കൈപ്പട ആരെങ്കിലും അതേപടി അനുകരിച്ചതാണെങ്കിലോ? അലക്സാണ്ടർ രാഹുൽ രാജിനെയും വിളിച്ച് വീൽ ചെയർ ഉരുട്ടി വീണ്ടും തൻ്റെ ക്യാബിനിൽ കയറി. രാഹുലിന് എന്ത് തോന്നുന്നു? ആ കത്തിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് സാർ. വന്യശ്വരൻ ധർമ്മരാജിനെ പൊക്കിയാൽ സത്യം തെളിയിക്കാം. അത് പക്ഷേ വ്യക്തമായ തെളിവുകളോടെ ആയിരിക്കണം. അതിനു മുമ്പ് വേറെ ചിലർക്ക് നമ്മൾ കെണിയൊരുക്കണം. ഡോക്ടർ മാത്യൂസ്, പിന്നെ ഗുണ്ട ശിവലിംഗം. തുറന്നു കിടന്ന ജനാലയിലൂടെ പുറത്തെ ഇരുളിലേക്ക് നോക്കിക്കൊണ്ടാണ് അലക്സാണ്ടർ സംസാരിച്ചത്. എന്തു വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെയുണ്ട്. രാഹുൽ രാജ് എന്തിനു സന്നദ്ധനായി. എങ്കിൽ ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല. അലക്സാണ്ടർ തൻ്റെ ആശയം വ്യക്തമാക്കി. രാഹുൽ രാജ് സമ്മതിച്ചു. ഉടനെ ജീപ്പ് ഇറക്കാൻ പറ. ഈ അവസ്ഥയിൽ സാറ് വരണ്ട, ഞങ്ങൾ തന്നെ ധാരാളം. അതുപോലെ രാഹുലേ. അലക്സാണ്ടർ റിവോൾവർ എടുത്ത് ഇടുപ്പിൽ തിരുകി. രാഹുൽ രാജിൻ്റെ നിർദ്ദേശാനുസരണം പോലീസ് ഡ്രൈവർ ജീപ്പ് ഇറക്കി. അതിനരികിൽ വരെ വീൽ ചെയറിൽ പോയ അലക്സാണ്ടർ കമ്പിയിൽ പിടിച്ച് മുൻസീറ്റിൽ കയറി. വീൽ ചെയർ പിന്നിൽ കയറ്റി രാഹുൽ രാജ് അടക്കം 3 പേരും കയറി. ജീപ്പ് മറയൂർ ടൗണിലേക്ക് നീങ്ങി. ഹോസ്പിറ്റൽ. ഡോക്ടർ മാത്യൂസ് അന്നും നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു. തൻ്റെ ക്യാബിനിൽ ഒരു നഴ്സുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽക്കൽ ഒരു വീൽ ചെയർ ഉരുളുന്ന ശബ്ദം അയാൾ കേട്ടത്. മാത്യൂസ് തിരിഞ്ഞു നോക്കി. വീൽ ചെയറിൽ അലക്സാണ്ടറെ കണ്ടതും അയാളൊന്ന് വിളറി. അകത്തേക്ക് വരാമോ ഡോക്ടർ? അലക്സാണ്ടർ തിരക്കി. പിന്നെന്താ, വരൂ. മാത്യൂസ് പെട്ടെന്ന് എഴുന്നേറ്റു. പുറത്തേക്ക് പോയിക്കളാൻ നഴ്സിനെ ആംഗ്യം കാട്ടി. അവൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അലക്സാണ്ടർ ടേബിളിനരികിലേക്ക് വീൽ ചെയറിൽ ഉരുട്ടി വന്നു. ഡോക്ടർ ഇരിക്കെ. സംശയത്തോടെ CIയെ നോക്കിക്കൊണ്ട് മാത്യൂസ് ഇരുന്നു. പൊടുന്നനെ വാതിൽക്കൽ രാഹുൽ രാജും മറ്റു പോലീസുകാരും നിരുന്നു. ഡോക്ടർക്ക് അപകടം ബോധ്യമായി. എങ്കിലും അത് പുറത്തു കാട്ടിയില്ല. നിരപരാധിയായ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ DYSPയുടെ കസ്റ്റഡിയിലാണ്. ഡോക്ടർക്കറിയാമല്ലോ സുഖദേവിനെ. മറുപടി പറയുന്നത് സൂക്ഷിച്ചു വേണമെന്ന് മാത്യൂസിന് മനസ്സിലായി. അറിയാം. അലക്സാണ്ടർ തിരിഞ്ഞ് രാഹുൽ രാജിനെ നോക്കി. അയാളും അകത്തേക്ക് കടന്നു. ശേഷം വാതിലടച്ചു. പുറത്ത് പോലീസുകാർ കാവൽ നിന്നു. മാത്യൂസിന് പരിഭ്രമമേറി. എന്തിനാ വാതിലടച്ചത്? അല്ലെങ്കിൽ നീ നിലവിളിക്കുന്നത് കേട്ട് മറ്റുള്ളവർ ഓടി വന്നാലോ? ഏയ് അലക്സാണ്ടർ, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. മാത്യൂസിൻ്റെ ഭാവം മാറി തുടങ്ങി. സൂക്ഷിച്ചില്ല നീ എന്ത് ചെയ്യുമടാ? രാഹുൽ രാജ് മുന്നോട്ടാഞ്ഞ് മാത്യൂസിൻ്റെ കൈ പിടിച്ചൊന്ന് തിരിച്ചു. ഹാ! തോൾപ്പലക പൊട്ടിപ്പോകും വിധം വേദന തോന്നി മാത്യൂസിന്. അയാൾ നിലവിളിക്കാൻ ഭാവിച്ചതും അലക്സാണ്ടർ തടഞ്ഞു. മിണ്ടിപ്പോകരുത്. നിന്റെ നാക്കു ഞാനങ്ങ് പിഴുതെടുക്കും. നടക്കാൻ വയ്യാത്ത ഞാൻ വന്ന് നിന്നെ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. എന്നെ വിടാൻ പറ സാർ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഡോക്ടറുടെ ശബ്ദം യാചനയുടേതായി. നീ സത്യം പറ. തന്മയുടെ ആത്മഹത്യക്കുറിപ്പ് എവിടെ നിന്നാണ് കിട്ടിയത്? അവളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ ഞരങ്ങി. വിഷം കഴിച്ചിട്ട് വന്ന പെങ്കൊച്ചിൻ്റെ വസ്ത്രം അഴിച്ചെന്തിനാണ് നീ നോക്കിയത്? ഡോക്ടർക്ക് ഉത്തരം മുട്ടി. മാത്രമല്ല ഞങ്ങൾക്ക് ആ ലെറ്റർ നീ തന്നുമില്ല. അതാര് പറഞ്ഞിട്ടാ? ഡോക്ടർ നിശബ്ദനായി. രാഹുലേ, ഇവൻ്റെ കൈയങ്ങ് പിരിച്ചോടിച്ചേര്, അലക്സാണ്ടർ നിർദ്ദേശിച്ചു. രാഹുൽ രാജ് ഒന്നുകൂടി പിടിമുറുക്കി. ഹാ! വേദന കൊണ്ട് മാത്യൂസ് വായ തുറന്നു. ഞാൻ പറയാം. ധർമ്മരാജ് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഇക്കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ നിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണമല്ലോ. ധർമ്മരാജാണോ ആ കത്ത് നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്? അല്ല. പിന്നെ? ഒരു സുധീറ വട്ടവടയിലുള്ള അയാളാണോ ആ കത്ത് തയ്യാറാക്കിയത്? അതെനിക്കറിയില്ല. രാഹുലേ, ഇവനെ വിട്. എന്നിട്ട് കൂട്ടിക്കൊണ്ടുവാ. ഒരു ഡോക്ടറൊക്കെ നമ്മുടെ ലോക്കപ്പിൽ കിടന്നിട്ട് കാലം എത്രയായി? മാത്യൂസ് നടുങ്ങിപ്പോയി. അതിന് ഞാനെന്ത് ചെയ്തെന്നാ? ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നീ ചെയ്തതും ഒരു വലിയ തെറ്റാ മാത്യൂസേ. വിശദ വിവരങ്ങൾ പിന്നെ പറയാം. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മാത്യൂസ് പെട്ടെന്ന് സെൽഫോൺ എടുത്തു. എന്തിനാടാ? ഭാര്യയോട് യാത്ര പറയാനാണോ? അലക്സാണ്ടർ പരിഹസിച്ചു. രാഹുൽ രാജ് ബലമായി ആ ഫോൺ വാങ്ങി സ്വന്തം പോക്കറ്റിലിട്ടു. അപ്പോൾ പോകാം. അലക്സാണ്ടർ വീൽ ചെയർ തിരിച്ചു. സാർ, ഞാൻ മാപ്പ് പറയാം. എന്നെ രക്ഷിക്കണം.
മാത്യൂസ് പെട്ടെന്ന് അയാളെ തൊഴുതു. അലക്സാണ്ടർ അത് ശ്രദ്ധിച്ചില്ല. രാഹുൽ രാജ് വാതിലിൻ്റെ കൊളുത്തു മാറ്റി. വീൽ ചെയറിൽ അലക്സാണ്ടർ മുമ്പിലും പിന്നിൽ ഡോക്ടറുടെ കൈ പിടിച്ച് രാഹുൽ രാജും പുറത്തിറങ്ങി. തുടർന്ന് പോലീസുകാർ ഡോക്ടറെ ജീപ്പിലേക്ക് ആനയിച്ചു. നഴ്സുമാരും മറ്റു ഹോസ്പിറ്റൽ ജീവനക്കാരും കാര്യമറിയാതെ അമ്പരന്ന് നിന്നു. വട്ടവട. സമയം രാത്രി 12:30. സുധീറിൻ്റെ ബൈക്ക് കുന്നുകയറി വന്ന് മുറ്റത്ത് നിന്നു. സാമാന്യം നല്ല ഒരു വീടായിരുന്നു അത്. ബൈക്കിൽ നിന്ന് അയാൾ ഇറങ്ങിയപ്പോൾ ഒന്ന് വേച്ചു. നന്നായി മദ്യപിച്ചിരുന്നു സുധീർ. സുഖദേവനെ കുടുക്കിയതിൻ്റെ പേരിൽ വല്ലീശ്വരൻ ധർമ്മരാജ് നടത്തിയ പാർട്ടി കഴിഞ്ഞുള്ള വരവായിരുന്നു അത്. വീടിനുള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു. അവൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ചിന്തിച്ചുകൊണ്ട് അയാൾ വാതിലിൽ മുട്ടി. തുറക്കടി. വളരെ പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. കതകിന് പിന്നിൽ ഭാര്യ. അവളുടെ മുഖം വിളറിയിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോൺ ചെയ്തിട്ടെന്താടി എടുക്കാതിരുന്നത്? അവർ മിണ്ടാതെ ഒരു വശത്തേക്ക് മാറി. സുധീർ അകത്തേക്ക് കടന്നു. ഞാനിത്തിരി മദ്യപിച്ചതിനാണോടി നീ മുഖം വീർപ്പിക്കുന്നത്? ചോദിക്കുന്നതിനിടയിൽ അയാൾ കണ്ടു കസേരയിൽ ആരോ പുറം തിരിഞ്ഞിരിക്കുന്നു. ശാന്തമ്മേ, ആരടി അത്? ഞാനാ സുധീറെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റു. ഒരു കാക്കിധാരി. ഞെട്ടിപ്പോയി സുധീർ. ASI രാഹുൽ രാജ്. സുധീറിന് കഴിച്ച മദ്യം പെട്ടെന്ന് ആവിയായി പോയതുപോലെയായി. എന്തിനാ സാറേ ഈ രാത്രിയിൽ? നീ സ്റ്റേഷനിലേക്കൊന്ന് വരണം. CI സാറ് കാത്തിരിക്കുകയാ. നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അല്ല സാറേ, ഞാനവിടെ വന്നിട്ട്? അയാൾക്ക് സന്ദേഹം മണത്തു. ഒന്നുമില്ല, സാറിന് ഒരാളുടെ കൈപ്പിട അതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കണം. തിരക്കിയപ്പം നീ അതിന് വിദഗ്ധനാണെന്നറിഞ്ഞു. സുധീറിന് ആപത്ത് ബോധ്യമായി. അയാൾ പിൻവലിഞ്ഞ് പുറത്തേക്ക് ഓടാൻ ഭാവിച്ചു. പക്ഷേ പെട്ടെന്ന് അവിടെ 2 കാക്കിധാരികളെ കണ്ടു. ഒരു ജീപ്പ് ഇരമ്പി വന്ന മുറ്റത്ത് നിന്നു. സുധീറിനെ അതിൽ പിടിച്ചു കയറ്റി പോലീസ് സംഘം പോയി. ശാന്തമ്മ മിഴിച്ചു നിന്നു. സുധീറിനെയും കയറ്റിക്കൊണ്ടുവന്ന പോലീസ് ജീപ്പ് മറയൂർ ടൗണിലെത്തി. ആ സമയം രാഹുൽ രാജിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. CI അലക്സാണ്ടർ. വേഗം കോൾ അറ്റൻഡ് ചെയ്തു. സാർ, നിങ്ങൾ എവിടെ എത്തി? 2 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിലെത്തും സാർ. ഓക്കെ, വേഗം വാ. തക്കതായ എന്തോ കാര്യമുണ്ടെന്ന് രാഹുൽ രാജിന് തോന്നി. ഡ്രൈവറോട് വേഗത വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് ഒരു ബൊലേറോയിൽ CI അലക്സാണ്ടറും സംഘവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ രാജ് ജീപ്പിൽ നിന്നിറങ്ങി തിടുക്കത്തിൽ CIയുടെ അരികിലെത്തി. അവനെ കൂടി സെല്ലിൽ അടച്ചിട്ട് ഞങ്ങളുടെ പിന്നാലെ പോര്. അലക്സാണ്ടർ തിടുക്കപ്പെട്ടു. സാർ, ഡോക്ടർ മാത്യൂസും ശിവദാസനും ഒരേ സെല്ലിലുണ്ടായിരുന്നു. സുധീറിനെ കൂടി അതിനുള്ളിൽ കയറ്റി ലോക്ക് ചെയ്തു. കുരുക്കുകൾ കൂടുതൽ മുറുക്കുകയാണെന്ന് 3 പേർക്കും തോന്നി. ബാക്കിയൊക്കെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട്. മൂവരെയും നോക്കി രാഹുൽ രാജ് പല്ലിറുമി. ആരും മറുപടി പറഞ്ഞില്ല. മുറ്റത്ത് ബൊലേറോ സ്റ്റാർട്ടായി കഴിഞ്ഞു. രാഹുൽ രാജും ഒപ്പമുണ്ടായിരുന്നവരും പോലീസ് ജീപ്പിലും കയറി. 2 വാഹനങ്ങളും കാന്തല്ലൂർ ഭാഗത്തേക്ക് പാഞ്ഞുപോയി. കോവിൽക്കടവ് വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തെത്തി ബൊലേറോ നിന്നു. തൊട്ടു പിന്നിൽ ജീപ്പും. ബൊലേറോയിൽ നിന്ന് ഹെഡ് കോൺസ്റ്റബിൾ വിജയൻ വീൽ ചെയർ എടുത്ത് അലക്സാണ്ടർ ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഡോർ തുറന്നു പിടിച്ചു. അലക്സാണ്ടർ ശ്രദ്ധയോടെ വീൽ ചെയറിലേക്ക് ഇറങ്ങിയിരുന്നു. വിജയൻ വീൽ ചെയർ സ്കൂൾ ഗേറ്റിനടുത്തേക്ക് തള്ളി. വാച്ചർ ഗേറ്റിലേക്ക് ഓടിയെത്തി. തൊട്ടു മുമ്പിൽ പോലീസാണെന്ന് അറിഞ്ഞതും തീപ്പൊള്ളലേറ്റതുപോലെ അയാൾ നിന്നു. ഗേറ്റ് തുറക്കടാ, അലക്സാണ്ടർ പറഞ്ഞു. അത് സാർ. വാച്ചർ പരുങ്ങി. രാത്രിയിൽ ആര് വന്നാലും ഗേറ്റ് തുറക്കരുതെന്നാണ് ധർമ്മരാജ് സാർ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ രാജ് ഗേറ്റിനരികിൽ കുതിച്ചെത്തി. കമ്പികൾക്കിടയിലൂടെ കൈക്കടത്തി വാച്ചറുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. നീ തുറക്കുന്നോ അതോ ഞാൻ പോലീസിൻ്റെ സ്വഭാവം എടുക്കണോ? തുറക്കാം സാർ. രാഹുൽ രാജ് പിടിവിട്ടു. വാച്ചർ ഗേറ്റ് തുറന്നു. വണ്ടികൾ 2ഉം ഇവിടെ ഇട്ടാൽ മതി. ശബ്ദം കേട്ട് അകത്തുള്ളവർ ഓടിപ്പോകണ്ട, അലക്സാണ്ടർ നിർദ്ദേശിച്ചു. പിന്നെ വാച്ചറെ നോക്കി. സ്കൂളിൻ്റെ താക്കോൽ നിൻ്റെ കൈവശമുണ്ടെന്നറിയാം. അതങ്ങോട്ട് കൊടുത്തേരെ. അല്ല സാർ. അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് രാഹുൽ രാജിൻ്റെ കൈത്തലം കവിളത്ത് പതിച്ചു. തല്ലല്ലേ സാർ. വാച്ചർ പെട്ടെന്ന് താക്കോൽ എടുത്തു കൊടുത്തു. നീ ഇവിടെ നിന്ന് അനങ്ങാനോ ഫോൺ എടുക്കാനോ പാടില്ല. വാച്ചർക്കുള്ള താക്കീത്. ആ നിമിഷം വാച്ചറുടെ ഫോൺ ശബ്ദിച്ചു. അതിങ്ങ് താടാ. അലക്സാണ്ടർ കൈനീട്ടി. വാച്ചർ നിസ്സഹായതയോടെ ഫോൺ നൽകി. CI ഡിസ്പ്ലേയിലേക്ക് നോക്കി. ശിവലിംഗം. ഇവിടെ വന്നത് ആരെന്നറിയാനായിരിക്കും അവൻ വിളിക്കുന്നത്. യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ സംസാരിച്ചോണം. വാച്ചറോട് പറഞ്ഞിട്ട് റിസീവറെ ബട്ടൺ അമർത്തി ഫോൺ സ്പീക്കർ മോഡിലാക്കി CI തിരിച്ചേൽപ്പിച്ചു. പ്രതീക്ഷിച്ചത് പോലെ അപ്പുറത്ത് നിന്ന് ശിവലിംഗത്തിൻ്റെ ചോദ്യം കേട്ടു. ആരാടാ അവിടെ വന്നത്? വാച്ചർ CIയെ നോക്കി. CI ഒരു പിസ്റ്റൾ എടുത്ത് മടിയിൽ വെച്ചു. വാച്ചർ പെട്ടെന്ന് മറുപടി നൽകി. കാന്തല്ലൂരിന് പോകുന്നവരെ വഴി ചോദിക്കാൻ നിർത്തിയതാ. ആ ശരി. ഇനി വഴി പറഞ്ഞു കൊടുക്കാൻ നീ അവിടെ നിൽക്കണ്ട, ഇങ്ങ് പോര്. ശരി. CI ഫോൺ വാങ്ങി കട്ട് ചെയ്ത് തൻ്റെ കയ്യിൽ വെച്ചു. രാഹുൽ രാജു സംഘവും താക്കോലുമായി സ്കൂളിൻ്റെ വാതിൽക്കലെത്തി. അവിടെ ഒരു ടിപ്പർ ലോറി കിടപ്പുണ്ടായിരുന്നു. സ്കൂളിനുള്ളിൽ സ്റ്റോർ റൂമിൽ നിന്ന് വലിയ പോളിത്തീൻ പാക്കറ്റുകൾ ചുമന്നുകൊണ്ടുവന്ന് വാതിലിനരികിൽ വയ്ക്കുകയാണ് ചിലർ. അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ശിവലിംഗവും. ഏകദേശം ഒരു ലോറിയിൽ കയറ്റാൻ കഴിയുന്നത്ര പാക്കറ്റുകളും ഉണ്ടായിരുന്നു. ഇനി ഇതും കൂടിയേ ഉള്ളൂ. അവസാന പാക്കറ്റും അവിടെ കൊണ്ടുവച്ച ചുമട്ടുകാരൻ പറഞ്ഞു. ഇപ്പോൾ ആ വാച്ചർ വാതിൽ തുറക്കും. വളരെ പെട്ടെന്ന് വേണം ലോറിയിൽ കയറ്റാൻ.
ചിന്നാർ ചെക്ക് പോസ്റ്റ് കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു. നടക്കാൻ വയ്യെങ്കിലും ആ അലക്സാണ്ടർ നമ്മളെ തപ്പിക്കൊണ്ടിരിക്കുക. ശിവലിംഗത്തിൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ സ്കൂൾ വാതിൽ തുറക്കപ്പെട്ടു. ടോർച്ചിൻ്റെ കട്ടി വെളിച്ചം അകത്തേക്ക് വന്നു. ലൈറ്റ് അണക്കട പുല്ലേ. വാച്ചറാണെന്ന് കരുതി ശിവലിംഗം ചീറി. പെട്ടെന്ന് വെളിച്ചം അയാളുടെ കണ്ണിലേക്ക് അടിച്ചു കയറി. അതിനിടെ ഒപ്പമുള്ളവരുടെ വിലാപം പോലെ ഒരു ശബ്ദവും കേട്ടു. പോലീസ്. നടുങ്ങിപ്പോയി ശിവലിംഗം. ഓടിക്കോടാ പറഞ്ഞതും മുമ്പിലെ പോലീസ് സംഘത്തെ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ പുറത്തേക്ക് പാഞ്ഞു. മറ്റുള്ളവരും ചിതറിയോടി. ആ ക്ഷണം അവിടുത്തെ നിശബ്ദതയെ തകർത്തുകൊണ്ട് ഒരു വെടിയൊച്ചയുയർന്നു. ആ കാൽമുട്ടിലേക്ക് ഒരു തീയുണ്ട പാഞ്ഞു കരയതുപോലെ ശിവലിംഗം മുൻപോട്ട് കമന്നു വീണു. ഇതിനിടയിൽ രാഹുൽ രാജ് പെട്ടെന്ന് ഗേറ്റ് അടച്ച് ലോക്കിട്ടു, അകത്തുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ. അടുത്ത നിമിഷം ശിവലിംഗത്തിൻ്റെ മുമ്പിലേക്ക് ഒരു വീൽ ചെയർ ഉരുണ്ടു ചെന്നു. തലയുയർത്തി നോക്കിയ ശിവലിംഗം നടുങ്ങി. തൻ്റെ ശിരസിന് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന പിസ്റ്റളാണ് ആദ്യം കണ്ടത്. അതിന് പിന്നിൽ അലക്സാണ്ടറുടെ തീ പിടിച്ച മുഖം. കാല് തല്ലിയൊടിച്ചാൽ ഞാൻ കിടന്നു പോകുമെന്ന് കരുതിയോടാ നീ? അലക്സാണ്ടർ ചിരിച്ചു. ശിവലിംഗം മിണ്ടിയില്ല. മണ്ണിലേക്ക് മുഖമമർത്തി അയാൾ കിടന്നു. സ്കൂൾ വളപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ മുഴുവൻ പോലീസ് പിടികൂടി. അതിനുശേഷമാണ് ആ പാക്കറ്റുകൾ പൊട്ടിച്ചു നോക്കിയത്. അതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ടേപ്പ് പൊട്ടിച്ച നിലയിൽ ഉണക്കച്ചെടി പോലെ എന്തോ ഉണ്ടായിരുന്നു. രാഹുൽ രാജ് പ്ലാസ്റ്റിക് വലിച്ചു കയറി. പൊടുന്നനെ അവിടെ കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം പരന്നു. സ്കൂളിനുള്ളിൽ കഞ്ചാവ് ഒളിപ്പിച്ചാൽ ആരും കണ്ടുപിടിക്കില്ലെന്ന് നീയൊക്കെ കരുതി അല്ലടാ? ഹെഡ് കോൺസ്റ്റബിൾ വിജയൻ്റെ ചോദ്യവും അടിയും ഒന്നിച്ചായിരുന്നു. അവിടെയുണ്ടായിരുന്ന 5 പേരെയും പോലീസ് കൈകാര്യം ചെയ്തു. പിന്നെ അവരുടെയും കഞ്ചാവിൻ്റെയും ഫോട്ടോ എടുത്തതിന് ശേഷം ഒടുവിൽ അവരെ കൊണ്ട് തന്നെ അത് ലോറിയിൽ കയറ്റിക്കുകയും ചെയ്തു. രാഹുൽ രാജ് ചെന്ന് ശിവലിംഗത്തെ വിലങ്ങിട്ടു. പുലർച്ചെ 4 മണിയായപ്പോൾ തൊണ്ടി മുതലും പ്രതികളുമായി പോലീസ് സംഘം മടങ്ങി. വട്ടവട ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന വല്ലീശ്വരൻ ധർമ്മരാജ് ഫോണെടുത്ത് സമയം നോക്കി. ശിവലിംഗം ഇതുവരെ വിളിച്ചില്ലല്ലോ. സാധനം ചിന്നാർ കടന്നു പോകേണ്ട നേരം കഴിഞ്ഞല്ലോ. അയാൾ ചിന്നാർ ചെക്ക് പോസ്റ്റിലുള്ള തൻ്റെ സഹായിക്ക് ഫോൺ ചെയ്തു. ലോറി ഇതുവരെ അവിടെ എത്തിയിട്ടില്ലെന്ന് വിവരം കിട്ടി. ധർമ്മരാജ് ഉടൻ ശിവലിംഗത്തെ വിളിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. സാർ. ശിവലിംഗത്തിൻ്റെ ശബ്ദം. നീയൊക്കെ അവിടെ എന്തെടുക്കുകയാടാ? നേരം വെളുക്കുന്നതിന് മുമ്പ് സംഗതി തമിഴ്നാട്ടിലെത്തുമോ? ബുദ്ധിമുട്ടാ സാറേ. ധർമ്മരാജ് അമ്പരന്നു. അതെന്താടാ? സാധനം ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. ധർമ്മരാജ് ഞെട്ടി. എൻ്റെ വീട്ടിലേക്കോ? നിനക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? സാറിങ്ങോട്ട് വാ, ഗേറ്റിനടുത്തേക്ക്, ഞങ്ങളിവിടെ ഉണ്ട്. ശിവലിംഗത്തെ ഒരു പൊഴുത്തത്തിരി വിളിച്ചുകൊണ്ട് ധർമ്മരാജ് ചാടി എണീറ്റു. സമീപം കിടന്നിരുന്ന അനിത അയാളെ തുറച്ചു നോക്കി. മുണ്ട് ഒന്ന് അഴിച്ചെടുത്തുകൊണ്ട് ധർമ്മരാജ് കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു. വാതിൽ തുറക്കുമ്പോഴേ കണ്ടു ഗേറ്റിങ്കിൽ കിടക്കുന്നു ടിപ്പർ ലോറി. അയാൾ അവിടേക്ക് ചെന്നു. എന്ത് പണിയാടാ കഴിവോടെ മക്കളെ നെയ്യൊക്കെ കാണിച്ചത്? ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ അയാൾ അലറി. വല്ലവനും പിടിച്ചാൽ ഞാൻ മറുപടി പറയണ്ടായോ? അതേതായാലും വേണം. പെട്ടെന്ന് ഒരു അപരിചിത ശബ്ദം. ധർമ്മരാജ് വെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോൾ കൈ വിലങ്ങോടുകൂടി ഒരാൾ അയാളുടെ കാൽക്കൽ വന്നു വീണു. ധർമ്മരാജ് ഒരടി പിന്നോട്ട് മാറി. കാൽക്കൽ കിടക്കുന്നത് ശിവലിംഗമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ശിവലിംഗത്തോട് അയാൾ എന്തെങ്കിലും ചോദിക്കും മുമ്പ് ലോറിയുടെ മറവിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു. ASI രാഹുൽ രാജ്. അപ്പം നമുക്ക് പോയേക്കാം അല്ലേ സാറേ? എടാ. ധർമ്മരാജ് തിരിഞ്ഞോടാൻ ഭാവിച്ചു. അപ്പോൾ ലോറിയുടെ മറുഭാഗത്തുകൂടി ഒരു വീൽ ചെയർ വന്നു. ഓടിയാൽ നിന്നെ ഞാൻ വെടിവയ്ക്കും ധർമ്മരാജെ. അലക്സാണ്ടറുടെ പൊള്ളിക്കുന്ന ശബ്ദം. ധർമ്മരാജിൻ്റെ കാലുകൾ നിശ്ചലമായി. തൻ്റെ നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന പിസ്റ്റൾ അയാൾ കണ്ടു. ഉടുമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് നിങ്ങളെ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ധർമ്മരാജ് മുമ്പോട്ട് ചെന്ന് ധർമ്മരാജിൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. നേരം പുലർന്നതോടെ മറയൂരിൽ കാറ്റിൻ്റെ വേഗത്തിൽ വാർത്ത പരന്നു. ധർമ്മരാജിനെ കഞ്ചാവ് സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സ്കൂളിൽ. വിവരമറിഞ്ഞപ്പോൾ ജനക്കൂട്ടം മറയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. സ്റ്റേഷൻ മുറ്റത്ത് വിവിധ ചാനലുകാരുടെ വാഹനങ്ങൾ കണ്ടു. ജനം ഗേറ്റിന് മതിലിന് മുകളിലൂടെ എത്തി നോക്കുകയാണ്. അകത്ത് ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു ശിവദാസനും ഡോക്ടർ മാത്യൂസും സുധീറും ശിവലിംഗവും. എല്ലാവരുടെയും വാക്കുകൾ അവസാനം ചെന്നെത്തിയത് വല്ലീശ്വരൻ ധർമ്മരാജിൽ. എല്ലാത്തിനും പിന്നിൽ അയാളാണെന്ന് പോലീസിനും മാധ്യമങ്ങൾക്കും മനസ്സിലായി. മറ്റുള്ളവരെ വീണ്ടും സെല്ലിലേക്ക് മാറ്റിയിട്ട് പോലീസ് ധർമ്മരാജിനെ ക്യാമറകൾക്ക് മുമ്പിലെത്തിച്ചു. എല്ലാം നോക്കിക്കൊണ്ട് വീൽ ചെയറിൽ ഇരിക്കുകയാണ് CI അലക്സാണ്ടർ. എനിക്ക് നിന്നോടൊന്നും ഒരു കോപ്പും പറയാനില്ല. ധർമ്മരാജിൻ്റെ രോഷം ചാനലുകാരോടായി. വെളുപ്പിന് കട്ടിലേന്ന് തന്നെ ഈ രൂപത്തിൽ പിടിച്ചുകൊണ്ട് വന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഇവന്മാരോട് ചോദിക്കാനില്ലേ? തറ ചവിട്ടിക്കുലുക്കി ധർമ്മരാജ് സെല്ലിലേക്ക് നടന്നുപോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ CI അലക്സാണ്ടർ AGയുമായി ഫോണിൽ സംസാരിച്ചു. ഇനി സുഖദേവനെ വിട്ടയക്കുന്നതിന് കുഴപ്പമില്ലല്ലോ സാർ? അലക്സാണ്ടർ ചോദിച്ചു. ഞാൻ DYSP മണിലാലുമായി സംസാരിക്കാം. പിന്നെ മരണപ്പെട്ട ആ പെൺകുട്ടിയുണ്ടല്ലോ ആദ്യ, അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ലൈംഗികമായി ആ കുട്ടിയെ ആരും ചൂഷണം ചെയ്തിട്ടില്ല. അതും സുഖദേവിന് അനുകൂല ഘടകമാണ്, AG പറഞ്ഞു. താങ്ക് യു സാർ. അയാൾ കോൾ കട്ട് ചെയ്ത് ഉടൻ ലാൻഡ് ഫോണിൽ ശബ്ദിച്ചു. രാഹുൽ രാജാണ് അറ്റൻഡ് ചെയ്തത്. 1/2 മിനിറ്റ് നേരത്തെ സംസാരം. രാഹുലിൻ്റെ മുഖം വിളറുന്നത് CI കണ്ടു. റിസീവർ വച്ചിട്ട്
വിലാപം പോലെ രാഹുൽ രാജ് പറഞ്ഞു. സാർ, സുഖദേവ് സാർ. അലക്സാണ്ടറുടെ തലയ്ക്കുള്ളിൽ ഒരു ഇടിവെട്ടി. എന്താ സുഖദേവൻ, എന്തു പറ്റി? അലറുകയായിരുന്നു CI അലക്സാണ്ടർ. രാഹുൽ രാജിൻ്റെ ശബ്ദം പതിഞ്ഞു. സൂയിസൈഡ് അറ്റംപ്റ്റ്. ഭാഗ്യമെന്ന് പറയാം, ഈ നിമിഷം വരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അലക്സാണ്ടർ ഒന്ന് നിശ്വസിച്ചു. ഓ ജീസസ്. പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു. ബൊലേറോയിൽ അലക്സാണ്ടറും രാഹുൽ രാജും അടങ്ങുന്ന സംഘം മൂന്നാറിലേക്ക് തിരിച്ചു. ജീപ്പിലിരുന്നു കൊണ്ട് അലക്സാണ്ടർ മൂന്നാർ SIയെ വിളിച്ച് കാര്യം വിശദമായി തിരക്കി. SIയുടെ മറുപടി: സാർ, വെളുപ്പിനായിരുന്നു സംഭവം. സെല്ലിനുള്ളിൽ എന്തോ ശബ്ദം കേട്ട് ഓടിയെത്തിയ സിവിൽ പോലീസ് ഓഫീസർ വരദരാജനാണ് രംഗം കണ്ടത്. സെല്ലിലെ വെന്റിലേഷനിൽ തൂങ്ങി സുഖദേവ് പിടയുകയായിരുന്നു. വരദരാജൻ മറ്റുള്ളവരെ കൂടി വിളിച്ച് ഒരു വിധത്തിൽ അഴിച്ചിറക്കി. അപ്പോഴേക്കും സുഖദേവിന് ബോധം പോയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അലക്സാണ്ടറെ നെറ്റി ചുളിഞ്ഞു. എന്തിലാ അയാൾ തൂങ്ങിയത്? ബെൽറ്റിൽ. അതിൽ കുടുക്കുണ്ടാക്കി വെന്റിലേഷൻ്റെ കമ്പിയിൽ പിടിപ്പിക്കുകയായിരുന്നു. CI അമർത്തി മൂളി. പിന്നെ ഫോൺ കട്ട് ചെയ്ത് IGയെ വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ ഫോൺ എടുത്തില്ല. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചന്ദനമരങ്ങൾക്കിടയിലൂടെ ബൊലേറോ ഓടിക്കൊണ്ടിരുന്നു. പിന്നീട് റോഡിന് വലതു ഭാഗത്ത് തേയിലത്തോട്ടം കണ്ടു തുടങ്ങി. 2 കൂറ്റൻ കാട്ടുപോത്തുകൾ അതിനുള്ളിൽ മേയുന്നുണ്ടായിരുന്നു. പോത്തുകൾ തേയില തിന്നാറില്ലല്ലോ എന്ന് അലക്സാണ്ടർ ഓർത്തു. അല്പം കഴിഞ്ഞപ്പോൾ IG ഇങ്ങോട്ട് വിളിച്ചു. അലക്സേ, കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. TV-യിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മൂന്നാറിലെത്തും മുമ്പ് DYSP മണിലാലിന് സസ്പെൻഷൻ ഓർഡർ കിട്ടിയിരിക്കും. സാർ. IG ഒന്ന് ചിരിച്ചു. കോൾ കട്ട് ചെയ്തിട്ട് CI രാഹുൽ രാജിനെ നോക്കി. മണിലാലിൻ്റെ തൊപ്പിപ്പോയി, കണക്കായിപ്പോയി, രാഹുൽ രാജ് മന്ത്രിച്ചു. ഹോസ്പിറ്റൽ. പത്മത്തെയും തന്മയെയും അഡ്മിറ്റ് ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു സുഖദേവിനെയും അഡ്മിറ്റ് ചെയ്തത്. റൂമിന് മുമ്പിൽ 2 പോലീസുകാർ കാവലുണ്ടായിരുന്നു. CI അലക്സാണ്ടർ വീൽചെയറിൽ അവിടെ എത്തി. പോലീസുകാർ സല്യൂട്ട് ചെയ്ത് മാറി. രാഹുൽ രാജ് വീൽചെയർ അകത്തേക്ക് മെല്ലെ തള്ളി. അകത്ത് ബെഡിൽ കണ്ണു തുറന്ന് വേഗത കുറഞ്ഞു കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു സുഖദേവ്. CIയെ കണ്ടതും ആ മുഖം വിളറി. വീൽചെയറിൽ നിന്ന് അലക്സാണ്ടർ കിടക്കയിലേക്ക് കയറിയിരുന്നു. പിന്നെ സുഹൃത്തിൻ്റെ കരം കവർന്നു. നിന്റെ മനസ്സിൻ്റെ ധൈര്യമൊക്കെ പോയോടാ? അലക്സാണ്ടർ സുഖദേവിൻ്റെ വിരലിലൊന്ന് അമർത്തി. അയാളുടെ കണ്ണുകളിൽ പൊടുന്നതിന് ഒരു നനവുണ്ടായി. ചുണ്ടുകൾ വിതുമ്പി. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന് പ്രചരിപ്പിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താണ് അർത്ഥം? സുഖദേവിൻ്റെ ശബ്ദം മുറിഞ്ഞു. മീഡിയക്കാർ എല്ലാം ആഘോഷിക്കുകയല്ലേ? അലക്സാണ്ടർ സുഹൃത്തിൻ്റെ കവിളിൽ തലോടി. അതേ മീഡിയക്കാർ തന്നെ എല്ലാം തിരുത്തി പറഞ്ഞതാ. നീ നിരപരാധിയാണെന്ന് സാക്ഷികൾ മീഡിയയ്ക്ക് മുമ്പിൽ സമ്മതിച്ചു. എന്തിന്? നിന്നെ കസ്റ്റഡിയിലെടുത്ത മണിലാലിൻ്റെ തൊപ്പി പോലും തെറിച്ചു. അലക്സാണ്ടർ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞു. സുഖദേവൻ്റെ മുഖത്ത് അവിശ്വാസം നിഴലിച്ചു. പെട്ടെന്ന് ഹെഡ് കോൺസ്റ്റബിൾ വിജയൻ മുറിയിലേക്ക് വന്നു. സാർ. അലക്സാണ്ടർ മുഖം തിരിച്ചു നോക്കി. ആ പെൺകുട്ടിക്ക് ബോധം വീണു. തന്മയ്ക്ക്. സുഖദേവിന് അലക്സാണ്ടർക്കും സന്തോഷമായി. അവളുടെ അമ്മയ്ക്കോ? സുഖദേവാണ് ചോദിച്ചത്. രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞു. ആദ്യയുടെ മരണം ഇപ്പോൾ അവരോട് പറയരുതേ. അവർ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതുവരെ അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. അപേക്ഷ പോലെയായിരുന്നു സുഖദേവിൻ്റെ ശബ്ദം. അക്കാര്യത്തിൽ അലക്സാണ്ടർ അയാൾക്ക് ഉറപ്പ് കൊടുത്തു. അടുത്ത ദിവസം സുഖദേവ് ആശുപത്രി വിട്ടു. പത്മത്തിനും പിറ്റേന്ന് ബോധം തിരിച്ചു കിട്ടി. അന്നാണ് ആദ്യയെ സംസ്കരിക്കാനും തീരുമാനിച്ചിരുന്നത്. കുണ്ടക്കാട്ട് നിന്നും കാന്തല്ലൂരിൽ നിന്നും നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു മോർച്ചറിക്ക് മുമ്പിൽ. ബോഡി കൊണ്ടുപോകാൻ ആംബുലൻസുമായി എത്തിയ നേരത്താണ് പത്മത്തിന് ബോധം വീണ്ടും കിട്ടിയ കാര്യം സുഖദേവ് പറഞ്ഞത്. ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. മെമ്പർ സഹദേവനോട് പറഞ്ഞിട്ട് സുഖദേവ് ICUവിലെത്തി. തന്മയ അയാളെ നോക്കി വിഷാദത്തിലൊന്ന് ചിരിച്ചു. ആരാ സാറേ ഞങ്ങളെ രക്ഷിച്ചത്? എന്തിനാ ഞങ്ങളോട് ഈ ക്രൂരത കാട്ടിയേ? സുഖദേവന് മിണ്ടാനായില്ല. അയാൾ പത്മത്തിൻ്റെ നേർക്ക് നോട്ടം മാറ്റി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നു. പതറിയ ചില അക്ഷരങ്ങൾ അവരുടെ ചുണ്ടിൽ നിന്ന് അടർന്നു. സാറേ, എൻ്റെ ആദ്യമോൾ എന്തിയേ? ഇവിടെ അവളെ കാണുന്നില്ലല്ലോ. സുഖദേവൻ്റെ മനസ്സ് മുറിഞ്ഞു. എന്തു മറുപടി നൽകും? ICUവിലെ AC-യുടെ തണുപ്പിലും അയാൾ വിയർക്കാൻ തുടങ്ങി. എനിക്കറിയാം സാറേ. അയാളുടെ മൗനത്തെ മുറിച്ചുകൊണ്ട് പത്മത്തിൻ്റെ ശബ്ദം കേട്ടു. സാറ് പറയണ്ട, എനിക്ക് ഊഹിക്കാൻ കഴിയും. എൻ്റെ കുഞ്ഞ് ഞങ്ങളെ വിട്ടുപോയി കാണും. വിങ്ങിപ്പൊട്ടുകയാണ് പത്മം. കട കയറി വീട് പോലും ഇല്ലാതാകുന്ന അവസ്ഥ വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് ആദ്യം പറഞ്ഞത് നമുക്ക് മരിച്ചേക്കാമെന്ന്. അവൾ വാക്കുപാലിച്ചു അല്ലേ സാറേ? സുഖദേവ് നിന്നുരുകി. തന്മയെയും പറഞ്ഞു. ആർക്കും വേണ്ടാത്തവരായി ഇനിയും ഈ ഭൂമിയിൽ നരകിക്കാനാണോ സാറേ ഞങ്ങളുടെ വിധി? അതിന് മാത്രം എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത്? ഒന്നിനും ഉത്തരമില്ല സുഖദേവന്. തന്മയുടെ മുടിയിൽ അയാൾ മെല്ലെ തടവി. കാലം ഓരോരുത്തർക്കും എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് പ്രവചിക്കാൻ കഴിയില്ലല്ലോ കുട്ടി. ആ, പറയാൻ മറന്നു. നിങ്ങളുടെ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോയത് ശിവദാസനാണ്. ഇവിടെ മൂന്നാറിൽ അവയെ ആർക്കോ വിറ്റുപോലും. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നിങ്ങൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ പശുക്കൾ അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ പത്മത്തെയോ മക്കളെയോ സന്തോഷിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല ആ വാക്കുകൾ. ഞാൻ വരാം ഇരുവരോടും അത്രമാത്രം പറഞ്ഞിട്ട് സുഖദേവ് പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. ഉച്ച കഴിഞ്ഞു. വൻ ജനാവലിയുടെ അകമ്പടിയുടെ ആദ്യയുടെ ശരീരം വീടിൻ്റെ തെക്കുപുറത്ത് അടക്കം ചെയ്തു. സാധാരണ ആര് വന്നാലും കുറച്ച് ബഹളം വയ്ക്കുന്ന കട്ടപ്പ എല്ലാം മനസ്സിലാക്കിയതുപോലെ കൂട്ടിൽ അനങ്ങാതെ കിടന്നു. പത്മാവും മക്കളും ആശുപത്രിയിലായ ശേഷം തങ്കമ്മ ദിവസവും കട്ടപ്പയുടെ പാത്രത്തിൽ ചോറ് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിരുന്നു. അവൻ പക്ഷെ അതിലേക്ക് നോക്കുകൂടി ചെയ്തില്ല.
2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. മാനേജർ റിമാൻഡിലാണെങ്കിലും സുഖദേവിനെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഹെഡ്മിസ്ട്രസിന് കഴിഞ്ഞില്ല. അയാൾ വീണ്ടും സ്കൂളിലെത്തി. വിദ്യ ടീച്ചർ ഓടി അടുത്തു വന്നു. സാറേ, സാറിനെ ശരിക്കും അറിയാമായിരുന്നെങ്കിലും ഞങ്ങൾ പോലും തെറ്റിദ്ധരിച്ചു പോയി. ക്ഷമിക്കണം കേട്ടോ. സുഖദേവ് പുഞ്ചിരിച്ചു. ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തില്ല ടീച്ചറെ, പ്രത്യേകിച്ചും അധ്യാപകരെ. എൻ്റെ വിശ്വാസമാണോ എന്നറിയില്ല. സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയാൽ ഉള്ളിൽ സന്തോഷിച്ച് അവരെ ഒറ്റപ്പെടുത്തുന്നവരാ നമ്മുടെ കൂട്ടർ. മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും സഹപ്രവർത്തകർക്കൊപ്പം നിൽക്കും. അത് കേട്ടുകൊണ്ടാണ് അഭിലാഷ് സാർ അങ്ങോട്ട് വന്നത്. അത് പിന്നെ സാറേ, ഇത് എയ്ഡഡ് സ്കൂളല്ലേ, മാനേജർക്ക് ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നിന്നാൽ. എന്നിട്ടിപ്പോൾ ആ മാനേജർ എവിടെ സാറേ? വിദ്യ ടീച്ചർ ചീറി. എനിക്കുറപ്പുണ്ട്, സുഖദേവ് സാറ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ സ്കൂൾ കഞ്ചാവിൻ്റെ ഗോഡൗൺ ആക്കില്ലായിരുന്നു. അഭിലാഷ് ഒന്ന് വിളറി. വിദ്യ തുടർന്നു. സുഖദേവ് സാർ തന്നെയാണ് ശരി. അഭിലാഷ് സാറ് മാനേജറിൻ്റെ പ്രീതിക്ക് വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നറിയാം. എന്നിട്ടിപ്പോൾ എന്തായി? പിള്ളേർ നിങ്ങളെയൊക്കെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കഞ്ചാവ് സാറുമാരെന്ന്. അഭിലാഷിൻ്റെ തല കുനിഞ്ഞു. അപ്പോഴേക്കും NCC കേഡറ്റുകൾ സുഖദേവൻ്റെ അരികിൽ ഓടിയെത്തി. മറ്റെല്ലാം വിസ്മരിച്ച് അയാൾ അവർക്കൊപ്പം പോയി. ഒരാഴ്ച കഴിഞ്ഞു. പത്മത്തെയും തന്മയെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഒരു ടാക്സി കാറുമായി സുഖദേവ് അവിടെ എത്തി. റൂമിൽ നിന്നിറങ്ങുമ്പോൾ അമ്മയും മകളും ചുറ്റുപാട് നോക്കി എന്തോ സംശയിച്ചു നിന്നു. എന്താ ചേച്ചി? സുഖദേവ് തിരക്കി. വരില്ലെന്നറിയാം സാർ, എന്നാലും നോക്കി പോകുക. അമ്മയെന്ന് വിളിച്ച് ആദ്യം മോള് ഓടി വരുന്നുണ്ടോ എന്ന്. സുഖദേവ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശേഷം പറഞ്ഞു, പോകാം. കാറിൽ കയറുമ്പോഴും തന്മയും പത്മവും ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. തങ്കമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു സുഖദേവൻ്റെ കൂടെ. തന്മയ തങ്കമ്മയുടെ തോളിലേക്ക് തലചായ്ച്ചിരുന്നു. കുണ്ടാക്കാട് വീടിന് മുമ്പിൽ കാർ നിർത്തിയിറങ്ങുമ്പോൾ കട്ടപ്പോ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടി വന്നു. അവൻ പത്മത്തിൻ്റെയും തന്മയുടെയും ശരീരത്തിൽ ചാടിക്കയറി, എന്തോ ഉദ്വേഗത്തോടെ പറയുന്നത് പോലെ. പിന്നെ തിരിഞ്ഞ് തെക്കുഭാഗത്തേക്ക് ഓടി. അവിടെ നീളത്തിലുള്ള പച്ച മൺകൂനയുടെ അടുത്തേക്ക്. മൺകൂനയ്ക്ക് മുമ്പിൽ നിന്ന് അവൻ ദയനീയമായി കുരച്ചു. പിന്നെ അവിടെ ചുരുണ്ടുകൂടി കിടന്നു. പിടിച്ചു നിൽക്കാനായില്ല പത്മത്തിനും തന്മയ്ക്കും. നിലവിളിച്ചുകൊണ്ട് ഇരുവരും ആദ്യം സംസ്കരിച്ച ഭാഗത്തേക്ക് ഓടി. മോളെ, പൊന്നുമോളെ. മൺകൂനയിൽ കൈയിട്ടടിച്ച ഇരുവരും വിലപിക്കുകയാണ്. കരയട്ടെ, കരഞ്ഞ് കരഞ്ഞ് സങ്കടം കുറേയെങ്കിലും തീരട്ടെ. സുഖദേവ് പിന്തിരിഞ്ഞു. അപ്പോഴേക്കും അയാളുടെ കണ്ണുകളിലും 2 ഉറവകൾ പൊടിച്ചു തുടങ്ങിയിരുന്നു. ഈ കഥ ഇവിടെ അവസാനിച്ചു.